നീ എത്ര മണിക്ക് വരണ്ടാടാ? എന്റെ വണ്ടി പോയി വിട്ടു 11 പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? സ്റ്റാർട്ടിങ് തൊട്ടിട്ട് അവസാനം വരെ തെറ്റാണ് എന്നാണ് ഞാൻ വാദിക്കുന്നത്. ഓക്കെ, പിന്നെ എക്സൈറ്റോൺ ഹോപ്പിംഗ് ഒക്കെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിൽ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എക്സൈറ്റോൺ ഇങ്ങനെ ജമ്പ് ചെയ്തിട്ട് ആന്റിനയുടെ അവിടുന്ന് ഇങ്ങനെ റിയാക്ഷൻ സെന്ററിലേക്ക് എക്സൈറ്റോൺ ട്രാൻസ്ഫേഴ്സ് ഒക്കെ ഈ ഫണ്ടമെന്റൽ ഈ ഫോട്ടോസിന്തസിസിന്റെ വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് ഫോട്ടോസിന്തസിസ്? ഐ ഷാൽ ആർഗ്യൂ ദാറ്റ് എക്സൈറ്റോൺ ഹോപ്പിംഗ് ETC ഇതൊക്കെ ഇപ്പോഴും പഠിപ്പിക്കുന്ന ഒക്കെ കംപ്ലീറ്റ്ലി തെറ്റാണെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ രണ്ടാമത്തെ, അതൊന്ന് ഓക്സിജൻ കിട്ടുന്നു, ഓക്സിജൻ ശ്വസിക്കുന്നു. സർവചരാചരങ്ങളുടെയും അടിസ്ഥാനപരമായ പ്രക്രിയ. നമ്മളൊക്കെ ഒരു എഞ്ചിനാണ് വെച്ചാൽ ഒരു സ്കൂട്ടറിൽ എങ്ങനെ അതിൽ നമ്മൾ പെട്രോൾ എടുക്കുന്നു, പിന്നെ അത് കാർബറേറ്ററിൽ ഓക്സിജനായിട്ട് മിക്സ് ചെയ്തിട്ട് സ്പാർക്ക് പ്ലഗ് അതിനൊരു ടക്കുന്നൊരു സ്പാർക്ക് കൊടുക്കുന്നു, ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നു. ആ എക്സ്പാൻഷൻ പിസ്റ്റൺ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റിനെ നമ്മൾ സർക്കുലർ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, ട്രാൻസ്ട്രക്ട് ചെയ്യുന്നു. പിന്നെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു മനുഷ്യൻ ഇരിക്കുന്ന ഒരു സ്ഥലത്തിനെ വേറൊരു സ്ഥലത്തിലേക്ക് കൊണ്ടുപോകണം. ഇതിനെയാണ് ക്ലാസിക്കൽ എക്സ്പ്ലനേഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. ഫോഴ്സ് ഇൻ ടു ഡിസ്റ്റൻസ്, റൈറ്റ്? ആ വർക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ അടിസ്ഥാനപരമായ നമ്മുടെ പ്രൊസീജിയർ, അതിനെയാണ് റെസ്പിറേഷൻ, സെല്ലുലാർ റെസ്പിറേഷൻ. അതിൽ നിന്നാണ് നമുക്ക് ഊർജം കിട്ടുന്നത്. ആ ഊർജം കിട്ടുന്ന പ്രക്രിയ എങ്ങനെ? ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മൾ പഠിപ്പിക്കുന്ന ഇതിനെ പോലെ എങ്ങനെ വർക്ക് ചെയ്യണം സ്കൂളിൽ പഠിപ്പിക്കുന്ന റെസ്പിറേഷനും കമ്പഷനും വ്യത്യാസമാണ്. കോളേജ് ലെവലിൽ നിങ്ങളൊക്കെ പഠിക്കുമ്പോഴേക്കും കുറെ സിമിലാരിറ്റി ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും രണ്ടെണ്ണത്തിലും വരും. പക്ഷെ നമ്മൾ പുറത്ത് കത്തിക്കുമ്പോൾ കുറെ തീനാളങ്ങളും ചൂടും അതൊക്കെ വരും, ലൈറ്റൊക്കെ വരും. പക്ഷേ നമ്മുടെ കോശങ്ങളിൽ നിന്ന് നടക്കുന്ന പ്രക്രിയയിൽ അതില് ATP ഉണ്ടാകും. ATP എന്താണ്? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഇറ്റ്സ് അവർ ബയോളജിക്കൽ എനർജി കറൻസി. നമ്മളിപ്പോൾ പുറത്ത് പോയിട്ട് കാശ് കൊടുത്തിട്ട് നമ്മൾ ഒരു സാധനം വാങ്ങാൻ, എല്ലാ സാധനവും നമുക്ക് വാങ്ങാൻ പറ്റും, എല്ലാ സേവനങ്ങളും നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന പോലെ നമ്മുടെ കോശങ്ങളിൽ നമുക്കിപ്പോൾ ATP ആണ് എനർജി കറൻസി എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ അതിനെ വലിയ കഥയിൽ കണ്ടിക്കുന്നില്ല എന്ന് വെച്ചാൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഞാനാണ്. പക്ഷെ അതും അല്ല ശരി എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ATP വലിയൊരു എനർജി കറൻസി ആയിട്ട് തലയിൽ പൊക്കി കൊണ്ടു കിടക്കേണ്ട വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ അപ്പോൾ തൽക്കാലം അതന്നെ നമ്മൾ വിചാരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. അപ്പം ഈ സാധനം ഇപ്പൊ നിങ്ങൾ കോളേജിൽ വരുമ്പോൾ ഇപ്പൊ PG റിസർച്ചൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് സൈറ്റോക്രോം ഓക്സിഡേസ് ഓർ കോംപ്ലക്സ് 4 ഇൻ മൈറ്റോകോൺഡ്രിയ അവിടെ പോയിട്ട് ഓക്സിജൻ പോയിട്ട് ഇങ്ങനെ അടിഞ്ഞ് ഒരു സ്ഥലത്ത് അങ്ങനെ കെട്ടിപ്പിടിച്ച മാതിരി അങ്ങനെ നിൽക്കും. എന്നിട്ട് 4 ഇലക്ട്രോണും 4 പ്രോട്ടോണും വന്നിട്ട് അത് വെള്ളമുണ്ടാക്കും. ഇതിനാണ്, അതായത് why oxygen is needed as per the current theory that is being taught in colleges of medicine and all places. It's that oxygen is needed to make water, terminal electron. അതായത് ചായ ടെർമിനൽ ഇലക്ട്രോൺ അല്ലെങ്കിൽ മേക്കിംഗ് വാട്ടർ. മേക്കിംഗ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? യൂറിനേഷൻ. ഇംഗ്ലീഷിൽ മേക്കിംഗ് വാട്ടർ എന്ന് പറഞ്ഞാൽ യൂറിനേഷൻ ആണ് കേട്ടോ. അതിനാണ് ഇത് ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഓക്സിജൻ എടുത്തിട്ട് 2-3 മിനിറ്റ് കിട്ടിയില്ലാത്ത നമ്മൾ ചാവണത് വെറും വെള്ളം ഉണ്ടാക്കാനാണ്. ഒരർത്ഥമില്ല. ആ ഓക്സിജൻ ഒരു സ്ഥലത്ത് തന്നെ പോയി കെട്ടി കിടക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇപ്പോഴത്തെ സിദ്ധാന്തം. ഞാൻ അതല്ല, ഈ മുർബർ എന്ന് പറയുന്നത് ഓക്സിജനിലുള്ള റാഡിക്കൽസ് ഒക്കെ ഉണ്ടാക്കുന്ന അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഓക്സിജൻ വേണ്ടതെന്നാണ് എൻ്റെ സിദ്ധാന്തം. അപ്പൊ ഈ പവറിങ്, നമ്മൾ ഈ കാണുന്നതും ചിന്തിക്കുന്നതും ഇന്റലിജൻസും എല്ലാ പ്രവൃത്തിയും അതിൻ്റെ മുകളിൽ ആസ്പദമായിട്ടാണ്. അത് തെറ്റാണ്. പിന്നെ മൂന്നാമത്തത് ഇന്റലിജൻസ്. ഇപ്പൊ സാധാരണ ഒരു എൻ്റെ ലാപ്ടോപ്പ് ഉണ്ട്, നിങ്ങളുടെ ക്യാമറ, സ്മാർട്ട് ഫോൺ, ഇതൊക്കെ ഇതിലൊക്കെ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഹാർഡ് വയർഡ് സർക്യൂട്ട്സ് ആണ്. ആ സർക്യൂട്ടറിയിലൂടെയൊക്കെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്താൽ നമുക്ക് അതിനെക്കൊണ്ട് സ്പെസിഫിക് വർക്ക് നമുക്ക് നേടാൻ പറ്റും. പക്ഷേ നമ്മുടെ ശരീരത്തിൽ ഇപ്പം നമ്മുടെ തലച്ചോറിൻ്റെ ചിന്തകൾ, നമ്മുടെ ഞരമ്പുകളുടെ പ്രവർത്തനങ്ങൾ, അതൊക്കെ എങ്ങനെയെന്ന് പറഞ്ഞാൽ അയോണിക്കാണ്. സോഡിയം പൊട്ടാഷ്യം ഒക്കെ പമ്പ് ചെയ്യണം, അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സിദ്ധാന്തങ്ങളുണ്ട്. ഇത് തെറ്റാണെന്നാണ്. അതായത് ഇതൊക്കെ ഒരു ഇതാണ് കംപ്ലീറ്റ് എല്ലാം തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ പറയുക, ഈ റെസിഡന്റ്, അതായത് ഇവിടെയാണ് ബുദ്ധി എന്നൊക്കെ പറഞ്ഞിട്ട് റെസിഡന്റ് അയോണിക് ഇന്റലിജൻസ്, അതും തെറ്റാണ്. വേറെ ഒരു സിദ്ധാന്തം, അതായത് ഈ മുർബൺ എന്നാണ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്താണ് സർവചരാചരങ്ങളുടെ അടിസ്ഥാനപരമായ ബയോ എനർജറ്റിക്സ് എന്ന് പറയും. ഒരു സാധനം പ്രവർത്തിക്കണം വെച്ചാൽ ഇറ്റ് ഹാസ് ടു ബി പവർഡ്. ആ പവറിംഗ് മെക്കാനിസം എന്താണ്? പിന്നെ ഇലക്ട്രോഫിസിയോളജി, എങ്ങനെയാണ്
കാണുന്നത്, കേൾക്കുന്നത്, പിന്നെ ഇന്റലിജൻസ്, പിന്നെ മെറ്റബോളിസം, നമ്മൾ കഴിക്കുന്ന മരുന്നുകളുടെ എങ്ങനെ കരള്, നമ്മളിപ്പോൾ സാധാരണ ഭക്ഷണത്തിൽ എന്തൊക്കെയാ മേജർ പോളിമേഴ്സ് എന്താ പറയും കുട്ടികളെ? കാർബോഹൈഡ്രേറ്റ്സ്, yes, 3 major polymers. One is carbohydrates, proteins, fats. ഈ 3 സാധനത്തിനെയും നമുക്ക് നമ്മുടെ ശരീരത്തിൽ അതിനെ ജീർണിക്കാൻ നമുക്ക് ക്ലാസ് എൻസൈംസ് ഉണ്ട്. ഇപ്പം നമ്മളൊരു ആസ്പിരിൻ കഴിച്ചു, ഒരു ആൻറ്റിവൈറൽ കഴിച്ചു, അതിനെയൊക്കെ എങ്ങനെ ആ മോളിക്യൂളിൽ നമ്മുടെ ഇവോല്യൂഷണറി ഹിസ്റ്ററിയിൽ ഒന്നുമില്ല, അതിനെങ്ങനെ മെറ്റബോളൈസ് ചെയ്യും നമ്മുടെ ശരീരം? അതാണ് ഡ്രഗ് മെറ്റബോളിസം എന്ന് പറയുന്നത്. ഡ്രഗ് മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ $2 trillion ഇൻഡസ്ട്രിയാണ്. അതിന്റെ അടിത്തറയാണ് മതി. 2 trillion എന്ന് പറഞ്ഞാൽ എത്ര വലിയൊരു നമ്പറാണെന്ന് ആലോചിച്ചു. ഓക്കെ, പിന്നെ ഡോസ് റെസ്പോൺസ്, പിന്നെ ഇക്കോളജി, മെക്കാനോഫിസിയോളജി, ഇതിനെയൊക്കെ, പിന്നെ ഒറിജിൻ, ഇവോല്യൂഷൻ, ടെർമിനേഷൻ, സർവചരാചരങ്ങളുടെ ഉദ്ഭവം, നിലനിൽപ്പ്, അന്ത്യം, അതൊക്കെ എങ്ങനെ കുറിക്കുന്നത്, അതൊക്കെ മുർബന്റെ ഒരു ഘടകത്തിൽപ്പെട്ടതാണ് കേട്ടോ. സോ ഈ ചോദ്യങ്ങൾക്കാണ് നമ്മൾ ഉത്തരം ഈ അടുത്ത 1 മണിക്കൂറിൽ നമ്മൾ ശ്രമിക്കുക. അതിന് എത്രത്തോളം നോബൽസ് തെറ്റാണ്, ഈ 20ാം നൂറ്റാണ്ടിൽ കൊടുത്ത ഈ നോബൽസൊക്കെ തെറ്റാണെന്ന് വാദിച്ച് കംപ്ലീറ്റ്ലി ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിനെ ഇനി നമുക്ക് നെക്സ്റ്റ് ഫേസിലേക്ക് കടക്കാം. അതായത് എന്താണ് ഇപ്പം ഉള്ള നിലവിലുള്ള നിങ്ങളൊക്കെ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഉള്ള ഈ കോശങ്ങളുടെയൊക്കെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനപരമായ സിദ്ധാന്തങ്ങൾ. ഇത് നിങ്ങൾ പഠിക്കുന്ന കാരണം കൊണ്ട് ഞാൻ അധികം നേരം ഇതിലേക്ക് ചെലവഴിക്കുന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, പക്ഷെ ഞാൻ അത് പറയേണ്ടത് എൻ്റെ ചുമതല. അതായത് ഏതൊരു മനുഷ്യനാണെന്ന് വെച്ചാലും, ഏതൊരു ജന്തുവാണെന്ന് വെച്ചാലും, ഏതൊരു പ്ലാന്റ് ആണെന്ന് വെച്ചാലും, ദേ ആർ ഫണ്ടമെന്റലി മെയ്ഡ് ഓഫ് സെൽസ്. അപ്പൊ സെൽ തിയറി നമ്മുടെ ബയോളജിയിൽ ബേസിക്കലി ലോസ് ഒന്നുമില്ല. കൺസർവേഷൻ ഓഫ് മൊമെന്റം, കൺസർവേഷൻ ഓഫ് ചാർജ്, ഫിസിക്സിലൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെയൊന്നുമില്ല. നമുക്കൊരു പ്രിൻസിപ്പിൾസ് എന്ന് പറയാം. അപ്പൊ ജീവജാലങ്ങൾ എല്ലാവരും കോശങ്ങളാൽ നിർമ്മിക്കപ്പെടുന്നു. കോശമല്ലെങ്കിൽ അതിനെ ജീവി അല്ല എന്ന് പറയുക. അറ്റ്ലീസ്റ്റ് 1 കോശം ഉണ്ടാവണം, കുറെ കോശങ്ങൾ ചേർന്ന ഒരു ഓർഗാനിസം ആവും. ഇതാണ് ഒരു നമുക്ക് ജീവൻ എന്താണെന്ന് വ്യാഖ്യാനിക്കാനുള്ള ഒരു ഇതാണ്. അതായത് ഫണ്ടമെന്റൽ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് ഇസ് എ സെൽ. ഓക്കെ, പിന്നെ രണ്ടാമത് സെൻട്രൽ ഡോം. അതായത് ഇപ്പോൾ നിങ്ങളൊക്കെ നിങ്ങളുടെ അച്ഛനമ്മയും കോക്രോച്ചോ പിന്നെ ആടോ ഒന്നുമല്ലല്ലോ, മനുഷ്യന്മാരെന്നല്ല. അതെന്താ കാരണം? നിങ്ങൾക്ക് ഉണ്ടാകുന്ന കുട്ടിയും മനുഷ്യക്കുട്ടിയാവും. അതെന്താ കാരണം? ജീൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഞാൻ എന്നുള്ള ഈ സ്വരൂപത്തിൻ്റെ അടിസ്ഥാനപരമായ ആ കോഡ്, അതിൻ്റെ ഇൻഫർമേഷൻ, ആ ഇൻഫർമേഷൻ DNA ഇങ്ങനെ കുറിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു മെസ്സേജ് വരുന്നു. ആ മെസ്സേജിനെ അൺട്രാവൽ ചെയ്തിട്ട് പ്രോട്ടീൻ ഉണ്ടാവും. ആ പ്രോട്ടീൻ ആ DNA സീക്വൻസിനെ പോലെ തന്നെ ഉണ്ടാവുന്നു. ആ പ്രോട്ടീൻ റിയൽ സ്പേസിൽ ഫോൾഡ് ചെയ്തിട്ട് പ്രോട്ടീൻ ഉണ്ടാവുമ്പോൾ ആ പ്രോട്ടീൻ്റെ ആക്റ്റീവ് സൈറ്റ്സ് ഉണ്ട്. ആ പ്രോട്ടീൻ എൻസൈം ആകാം, റിസപ്റ്റർ ആകാം, ആന്റിബോഡി ആകാം, ഇലക്ട്രോൺ ഡോണർ ആകാം. എന്ത് രീതിയിലും പ്രോട്ടീൻ വർക്ക് ചെയ്യും. ഇപ്പോൾ DNA ഒരു ഡയറക്ടറായിട്ട് നിങ്ങൾ വിചാരിക്കുകയാണെന്ന് വെച്ചാൽ, ഒരു സിനിമയുടെ ഡയറക്ടറാണെന്ന് വിചാരിക്കുക വെച്ചാൽ, പ്രോട്ടീൻ ആരാ? മെയിൻ കഥാപാത്രം, ഹീറോസ്. DNA കർട്ടൻ്റെ പിന്നാലെയാണ്, ന്യൂക്ലിയസിന് പിന്നാലെ ഇരുന്നിട്ടാണ് കാര്യങ്ങളൊക്കെ പറയും. ഇങ്ങനെ ചെയ്യും, അങ്ങനെ ഇത്ര ഉണ്ടാവണം, അങ്ങനെ ഉണ്ടാവണം, അങ്ങനെ. പക്ഷെ എല്ലാ മോളിക്യൂൾസിൻ്റെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യുന്നത് ഏതാണ്? പ്രോട്ടീനാണ്. ഈ പ്രോട്ടീനാണ് നമ്മുടെ എല്ലാ ആക്ടിവിറ്റിയും. അപ്പൊ ക്ലാസിക്കൽ തിയറിയിൽ എന്താ, സെൻട്രൽ ഡോഗ്മയിൽ എന്താ, ഈ പ്രോട്ടീൻ ഇങ്ങനെ ഒരു DNA സീക്വൻസിൽ ഉണ്ടായ സാധനം അത് 3 ഡയമെൻഷനിൽ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്ഥലത്തിൽ ആക്റ്റീവ് സൈറ്റ് കേട്ടിട്ടുണ്ടോ? ആ ആക്റ്റീവ് സൈറ്റ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത്, ആ സ്ഥലത്ത് വളരെ വ്യക്തമായിട്ട് ഈ 4 സബ്സ്ട്രേറ്റ് കാണിച്ചാൽ, ഈ 4 മോളിക്യൂൾ കാണിച്ചാൽ അതിനെ കോംപ്ലിമെന്റ് ആയിട്ട് ഇതിപ്പോൾ ഇങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ഇതിനെ ഇങ്ങനെ പിടിക്കണം. ഓക്കെ, ഫിഷേഴ്സ് ലോക്ക് ആൻഡ് കീ തിയറി പഠിച്ചിട്ടുണ്ടോ? അതെ. ആ കൂട്ടും താക്കോലിനെ പോലുള്ള സിദ്ധാന്തം വെച്ചിട്ട് അതിനെ ഇങ്ങനെ കോംപ്ലിമെന്ററി ആക്കിയിട്ട് നമുക്ക് തിരിച്ചറിയാം. ഇപ്പൊ എനിക്ക് സുനിയേട്ടൻ, സന്തോഷ്, രശ്മി ഇങ്ങനെ തിരിച്ചറിയാൻ കാരണം എന്താ? നിങ്ങളുടെയൊക്കെ ഫേസിന്റെ ഓരോ കണ്ണിന്റെയും പിന്നെ എല്ലാം കോട്ടൂറുണ്ട്. ടോപ്പോളജിയെ വെച്ചിട്ടാണ് തിരിച്ചറിയുന്നത്.
അത് കണ്ടുകൊണ്ട് തിരിച്ചറിയുന്നു, ഇത് ഫീൽ ചെയ്തിട്ട് ബൈൻഡ് ചെയ്ത്. അഫിനിറ്റി ബേസ്ഡ് ബൈൻഡിങ് ആണ് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രക്രിയകളുടെയും അടിസ്ഥാനപരമായ സെൻട്രൽ ഡോഗ്മയുടെ സിദ്ധാന്തം. മനസ്സിലാവുന്നു? അപ്പൊ ഈ DNA ഇങ്ങനെ വന്ന ഈ പ്രോട്ടീൻസിന്റെ ലെവൽ കൺട്രോൾ ചെയ്യുക, അതിന്റെ ആക്റ്റീവ് സൈറ്റ് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ നടക്കുന്നു അത് കൺട്രോൾ ചെയ്യും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ ഇതിനെ മാത്തമാറ്റിക്കല് അപ്പൊ ഇതൊരു ഒരു നമ്മുടെ ശരീരത്തിനെ ഒരു ഫാക്ടറിയുടെ ഒരു ലൈൻ പോലെ കാണും. ഫാക്ടറിയുടെ ലൈനിൽ എങ്ങനെ എല്ലാ സ്ഥലത്തും ഇവിടെ ഒരു സാധനം ഉണ്ടാവും, ഇവിടെ ഒരാൾ ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്യും, മറ്റേ ആൾ ഒരു ഡോർ പിടിപ്പിക്കും. അങ്ങനെ ഒരു കാറിന്റെ അസംബ്ലി ലൈനിനെ പോലെ നമ്മുടെ കോശങ്ങളിൽ എല്ലാം ഒരു സീരീസ് ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ ഡിറ്റർമിനിസ്റ്റിക് രീതിയിൽ ഇങ്ങനെ നടക്കുകയാണെന്നാണ് ഇപ്പോഴത്തെ ധാരണ. അപ്പൊ ഇതിന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈക്വേഷൻസ് വെക്കാം. എന്ന് വെച്ചാൽ ഈ ട്രാൻസിഷൻ സ്റ്റേറ്റിന്റെ മുകളിലാണ് അതിന്റെ ഈക്വേഷൻസ് ഗവേൺ ചെയ്യപ്പെടുന്നത്. അതിന് ആ ഈക്വേഷൻസിന്റെ മുകളിൽ അപ്പൊ നമുക്ക് ആ റിയാക്ഷന്റെ സ്റ്റോയിക്യോമെട്രി എന്ന് പറയും. സ്റ്റോയിക്യോമെട്രി എന്ന് പറഞ്ഞാൽ അനുപാതം. അത് ഒരു A പ്ലസ് 2B gives 2C, ഇങ്ങനെ ഒരു റേഷ്യോ ഒക്കെ നമുക്ക് അതിൽ പറയാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇപ്പോഴത്തെ ശാസ്ത്രത്തിന്റെ നല്ല ഭംഗിയുള്ള ഒരു രൂപരേഖ. അതിലിപ്പോ എങ്ങനെ ഇതിൽ ഞാൻ രണ്ടേ ഘടകങ്ങളെ കുറിച്ചിട്ടാണ് ഇതിന്റെ ഫിസിയോളജിയിലേക്ക് കടക്കുന്നത്. ഒന്ന്, നമ്മുടെ ഊർജം ഉണ്ടാക്കുന്ന ATPയുടെ സിദ്ധാന്തം എങ്ങനെ മൈറ്റോകോൺഡ്രിയയിൽ പ്രോട്ടോണിനെ പുറത്തേക്ക് പമ്പ് ചെയ്യുന്നു, ഇന്റർ മെംബ്രെയിൻ സ്പേസ് വന്ന് പ്രോട്ടോൺ അധികമാകുന്നു, എന്നിട്ട് ആ പ്രോട്ടോൺ ഉള്ളിലേക്ക് വരുമ്പോൾ ഒരു കറങ്ങി ഒരു റോട്ടറി ATP സിന്തസിസ് നടക്കുന്നു. ഇതിന് മൾട്ടിപ്പിൾ നോബൽ കിട്ടിയില്ല. ഈ ഒരു സിദ്ധാന്തമാണ് ഇപ്പോഴത്തെ. അപ്പൊ പക്ഷെ നമ്മുടെ ഓരോ കോശവും അതിൻ്റെ ഉള്ളിലേക്ക് സാധനങ്ങൾ വരുന്നു, സാധനങ്ങൾ പുറത്തേക്ക് പോകും. അപ്പൊ അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും? ഹോമിയോസ്റ്റാസിസ് എന്ന് പറയും. ആ ഹോമിയോസ്റ്റാസിസ് എങ്ങനെ നമ്മുടെ മെംബ്രെയിൻ്റെ ഉള്ളിൽ ഇപ്പൊ നമ്മുടെ എങ്ങനെയാണ് ഡോഗ്സിലും എയർപോർട്സിലും ഒക്കെ ഐഡന്റിറ്റി ഒക്കെ ചെക്ക് ചെയ്തിട്ട് എസ്റ്റിമേറ്റ് ഒക്കെ ചെയ്ത് എത്ര ഉണ്ട് ഉള്ളിലും പുറത്തുനിന്നൊക്കെ ഈ ATP ഉപയോഗിച്ചിട്ട് സോഡിയം പുറത്തേക്ക് പമ്പ് ചെയ്യണു, പൊട്ടാഷ്യം ഉള്ളിലേക്ക് പമ്പ് ചെയ്യണു എന്നൊക്കെയാണ് ഇപ്പോഴത്തെ ധാരണ. ഓക്കെ, ഇപ്പൊ ഇതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള ശാസ്ത്രീയ ലോകം. അപ്പൊ ഈ വീഡിയോ ഞാൻ കളിക്കണം എന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ അത് വേണ്ട എന്ന് വെച്ചാൽ ഇതൊക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ അറിയാം. ഈ 2 വീഡിയോ നിങ്ങൾക്ക് തരാം. നിങ്ങൾ ഇതിലിപ്പോ എങ്ങനെയാന്ന് പറഞ്ഞാൽ അതിൽ ബ്യൂട്ടിഫുള്ളി അതിനെ കാണിച്ചു തരും. അതായത് എങ്ങനെയാണ് ഈ പ്രോട്ടോൺ ഇങ്ങനെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പമ്പ് ചെയ്യുന്നത്, ഈ മെമ്പറിന്റെ പ്രോട്ടീൻ ഉണ്ടാവും, ഈ പ്രോട്ടോണിനെ ഇങ്ങനെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പമ്പ് ചെയ്യുന്നത്, എന്നിട്ട് പ്രോട്ടോൺ പുറത്തുനിന്ന് ഉള്ളിലേക്ക് എങ്ങനെ വരുന്നത്, എന്നിട്ട് ആ സമയത്ത് എങ്ങനെ ATP ഉണ്ടാക്കുന്നത് എന്നൊക്കെയാണ് ആ വീഡിയോ കേട്ടോ. ഇനി ഈ വ്യൂവിന്റെ ലിമിറ്റേഷൻസ് നമുക്ക് സംസാരിക്കാം. അതായത് സയനോബാക്ടീരിയ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? സയനോബാക്ടീരിയയിൽ എന്താ ഗുണം, വിശേഷം, പ്രത്യേക വിശേഷം എന്താ? ഫോട്ടോസിന്തസിസും ചെയ്യാൻ പറ്റും. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ എതിരെയുള്ള പ്രക്രിയ എന്താണ്? റെസ്പിറേഷൻ. ഫോട്ടോസിന്തസിസ് എന്താണ്? വെള്ളത്തിൽ നിന്ന് ഓക്സിജൻ ഉണ്ടാക്കുക. റൈറ്റ്? in the way you also make NADPH. റെസ്പിറേഷൻ എന്താ? NADH ന്ന് ഓക്സിജൻ എടുത്തിട്ട് വെള്ളം ഉണ്ടാക്കുക, നേരെ തിരിച്ചാൽ മതി. അപ്പോ ഒരേ ചെറിയ കോശത്തില് 2 സർക്യൂട്ടും പോവാണ്, ആന്റി പാരലലാണ്. ഇതിൽ ഏതാണ് തെർമോഡൈനാമിക്കലി മോർ ഫീസിബിൾ? റെസ്പിറേഷൻ ഈസ് മോർ ഫീസിബിൾ ഓർ ഫോട്ടോസിന്തസിസ്? വിച്ച് ഈസ് മോർ ഫീസിബിൾ? റെസ്പിറേഷൻ ഓർ കുട്ടി അവിടെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് ഒരു ഇതാവില്ല. എൻ്റെ അടുത്ത് സംസാരിക്കൂ, എൻ്റെ അടുത്ത് സംസാരിക്കാൻ ഗട്ട്സ് ഉണ്ടാക്കൂ. അപ്പോഴാണ് നമുക്ക് ശാസ്ത്രം ചെയ്യാൻ പറ്റുക. അങ്ങോട്ട് ഇങ്ങനെ സംസാരിച്ച ഇങ്ങനെ പോയാൽ അത് ലാറ്ററൽ ഡിസിപ്പേഷനാണ്. അതൊരു വിദ്യാർത്ഥിക്ക് ഒരിക്കലും ചേർന്നല്ല. നിങ്ങൾ ക്ലാസ്സിൽ ഇരുന്നിട്ട് പറഞ്ഞിട്ട് ഈ ചന്തി ഇങ്ങനെ ഒട്ടിച്ചിരുന്നിട്ട് അത് ഭയങ്കര ഒരു കോണ്ടാക്റ്റാണ്. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ഇങ്ങനെ ഇരുന്നിട്ട് അവരുടെ അടുത്ത്. ഇതിലൊരു കാര്യമില്ല, നമ്മൾ ഈ സംസാരിക്കേണ്ടല്ലോ, ഈ ഇങ്ങനെ പറയണത് അതാണ് നമ്മുടെ ഇത് ഭയങ്കര ഇതാണ്. ക്ലാസ്സിൽ അടുത്തിരിക്കുന്ന ആൾക്കാർ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം.
നിങ്ങൾക്ക് സംശയം ഉണ്ടാകുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ഗ്രഹിക്കാൻ ശ്രമിക്കുമ്പോൾ നാച്ചുറലി എന്തെങ്കിലും കമൻറ്റ് വരും, അത് പറയാൻ ശ്രമിക്കുക. അത് പറയുമ്പോഴാണ് നമ്മുടെ ആ ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞ ആ സാധനം ഇൻവോൾവ് ആവുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പറയേണ്ടി വെച്ചാൽ നേരിട്ട് പറയാം. ഞാൻ ഇപ്പോൾ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടില്ലേ, ഫ്രീ ആയിട്ടാണ് പെരുമാറുന്നത്. നിങ്ങൾക്കും ഫ്രീ ആയിട്ട് പെരുമാറാം. മനസ്സിലാവുണ്ടോ? ശരി, രണ്ടാമത്തെ കാര്യം എന്താണ് ഞാൻ പറയുന്നത്, ഈ സയനോബാക്ടീരിയയിൽ 2 ഡയറക്ഷനിൽ ഇലക്ട്രോണിക് സർക്യൂട്ട്, ഒരേ മെംബ്രെയിനിൽ ഒരേ പ്രോട്ടീൻ, അതിൻ്റെ ഇന്റർമീഡിയറ്റ്സ് മൊബൈൽ കാരിയേഴ്സ്. അതിന് എങ്ങനെ അറിയും ഞാൻ റെസ്പിറേഷനിൽ പോകണോ അതോ ഫോട്ടോസിന്തസിന് പോകണോ? ഇപ്പൊ വെള്ളം ഉണ്ടാക്കണോ അതോ വെള്ളത്തിനെ ബ്രേക്ക് ചെയ്യണോ? സൈറ്റോക്രോം സി ആണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അത് സൈറ്റോക്രോം സി. ഇപ്പൊ ഞാനിപ്പോൾ ഇവിടെ ഒരു അറ്റൻഡർ ഉണ്ട്, ഒരു ഫയൽ എടുത്തിട്ട് രശ്മി പറയുകയാണ് ആ മറ്റേ ബോട്ടണി ഡിപ്പാർട്ട്മെന്റിൽ വേറെ രശ്മിയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവൻ ഡീസെന്റ് ആയിട്ട് വരും. പറഞ്ഞ പക്ഷേ സൈറ്റോക്രോം സി എന്താ ചെയ്യുക? അതിനങ്ങനെ പറ്റുമോ? അതൊക്കെ ചോദിക്കണം. അത് ഒരു ബുക്കിൽ ഇങ്ങനെ എഴുതി തന്നു വിചാരിച്ചിട്ട് നമ്മൾ തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം. അവിടെയാണ് ശാസ്ത്രീയ ചിന്ത വരേണ്ടത്. അതൊരു മോളിക്യൂളാണ്. നമ്മുടെ ഇന്റലിജൻസിനെ പോലെ മോളിക്യൂളിന് അത്ര പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റില്ല. അപ്പം ആ സാധനം ഫണ്ടമെന്റൽ കേട്ടോ. പിന്നെ റെഡ് ബ്ലഡ് സെൽ, എരിത്രോസൈറ്റ്സ്, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും മാക്സിമം നമ്പർ ആവുന്നത്. അതിന് ന്യൂക്ലിയസ് ഇല്ല, മൈറ്റോകോൺട്രിയ ഇല്ല. മൈറ്റോകോൺട്രിയയിലാണല്ലോ അധികം ATP ഉണ്ടാക്കുക. ഗ്ലൈക്കോലൈസിസിൽ ATP ഉണ്ടാക്കാനുള്ള കഴിവ് വളരെ കുറവാണ്. മൈറ്റോകോൺട്രിയ ഇല്ല. പിന്നെ DNA ഉള്ള ന്യൂക്ലിയസ് ഇല്ല, ഒന്നുമില്ല. പക്ഷേ കഷ്ടിച്ച് 3-4 മാസം ആ കോശങ്ങളും നിലനിൽക്കുന്നു. അത് എങ്ങനെ നിലനിൽക്കും? അതിനും സോഡിയം കമ്മിയാണ് ഉള്ളില്, 20 അളവ് അധികം പുറത്താണ്, പൊട്ടാഷ്യം ഉള്ളിൽ അധികമാണ്. എങ്ങനെയാ അത് പറ്റുന്നത്? അതാണ്. പിന്നെ പ്ലാന്റ്സിൽ സോഡിയം പൊട്ടാഷ്യം ATPase ഇല്ല, എന്നാലും പ്ലാന്റ്സിൽ 10 ഇരട്ടി പൊട്ടാഷ്യം ആണ് ഉള്ളില്. ജെൻസ്കൂവിന് നോബൽ കിട്ടിയത് ആ സോഡിയം പൊട്ടാഷ്യം പമ്പ് ഉണ്ട്. അതാണ് നമ്മുടെ ഞരമ്പുകളൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നത്, സോഡിയം പൊട്ടാഷ്യം ഒക്കെ വെച്ചിട്ട്. കേട്ടോ, ഇതാണ് 10ാം ക്ലാസ്സിലത്തെ കുട്ടിക്കും കൂടി നോബൽ. പീറ്റർ മിച്ചലിന് എന്താ പ്രോട്ടോൺ പമ്പിനാണ് കിട്ടിയത്. പോൾ ബോയറിന് എന്താ പ്രോട്ടോൺ കറക്റ്റ് തിരിച്ചു വരുമ്പോൾ റോട്ടറി ATP സിന്തസിസ് നടക്കുന്നു എന്ന് പറയുന്നത്. നമ്മളൊരു മൈറ്റോകോൺട്രിയയുടെ അളവ് എത്രയാണ് നോക്കാം. ഒരു മൈക്രോൺ എത്രയാണ്? 1 മീറ്ററിന്റെ 10⁻⁻⁻⁶. ടീച്ചർക്ക് അറിയാം, കുട്ടികളൊക്കെ എന്തുകൊണ്ട് പഠിപ്പിച്ചില്ല അതാണ് ഞാൻ ചോദിക്കാം. അല്ല കുഴപ്പമില്ല, അവർക്ക് പറയുന്നു, അവർ പറയണ്ടായിരുന്നു. അപ്പൊ കുട്ടികൾ ഇന്ററാക്ട് ചെയ്യണം. മോനെ ആ കുട്ടി പിന്നെ ഞാൻ പോയാലും ഉണ്ടാവും. ഇവിടെ സംസാരിക്കും, ഇവിടെ ഉണ്ട്, ഇവിടേക്ക് വേണ്ട. പിന്നെ ഈ മൈറ്റോകോൺട്രിയൻ എത്രയാണ് ഡയമെൻഷൻ? 1 മൈക്രോൺ ആണ്. ആ 1 മൈക്രോണിന്റെ നിങ്ങൾക്ക് അറിയാലോ, ഒരു സിലിണ്ടറിനെ പോലെ ഒരു വാല്യൂ എടുക്കാം. πr²h ആണ് അതിന്റെ വോള്യൂം. അപ്പൊ അതിന് കാൽക്കുലേറ്റ് ചെയ്യാം എത്ര വെള്ളം ഉണ്ടാവും. ആ വെള്ളം എത്രത്തോളം വെള്ളത്തിൽ നിന്ന് പൊട്ടിയിട്ടാണ് നമ്മുടെ പ്രോട്ടോൺ ഉണ്ടാവുന്നത് അല്ലേ? H+ + OH-. ആ ഈക്വിലിബ്രിയം 79 kJ/mol ആണ്. അതിന് വെള്ളം അത്ര പൊട്ടിയിട്ട് അധികം ഉണ്ടാവില്ല. ഒരു ലിറ്റർ വെള്ളം എടുത്താൽ അതിൽ എത്രയാണ് കോൺസെൻട്രേഷൻ? അതായത് കഷ്ടിച്ച് 1 ബില്യൺ വാട്ടർ മോളിക്യൂൾ ഉണ്ടിച്ചാൽ അതിൽ 1 മോളിക്യൂളാണ് പൊട്ടിയിട്ട് H+ and OH- ഉണ്ടാവുന്നത്. 1 ബില്യൺ വെള്ളം ഉണ്ടെങ്കിൽ, വെള്ളത്തിന്റെ മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വളരെ കമ്മി. അതുകൊണ്ടാണ് pH എത്രയാണ്? പിന്നെ 7. നമ്മുടെ സാധാരണ വെള്ളത്തിന്റെ pH എന്താണ്? 7. അതിന്റെ അടുത്ത് എന്താ? 10⁻⁻7 മോളാറാണ്. ഇത് 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഒരു ഇത്ര വോള്യൂമില് ഇത്രയാണ് H+ന്റെ കോൺസെൻട്രേഷൻ. ഇൻടു അവോഗാഡ്രോസ് നമ്മൾ എന്ത് തരും? എക്സാക്ട്ലി എത്ര പ്രോട്ടോൺ ഉണ്ട്. അപ്പൊ ക്ലോറോപ്ലാസ്റ്റിലും മൈറ്റോകോൺട്രിയയിലും സയനോബാക്ടീരിയയിലും പ്രോട്ടോൺ ഇല്ല. എവിടുന്നാണ് പമ്പ് ചെയ്യുക? നോബൽ പോയി. ജോൺ വാക്കർ ഇപ്പൊ ജീവിക്കുന്നുണ്ട് കാംബ്രിഡ്ജില്. ഞാൻ അയാളൊക്കെ എഴുതി, പക്ഷെ നിങ്ങൾക്ക് നോബലൊക്കെ കിട്ടി, നിങ്ങളിതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഇതെങ്ങനെ ഇതൊന്നും പറഞ്ഞു ഇതെങ്ങനെ? നിങ്ങൾക്കും എനിക്കും വേറെ വേറെ അഭിപ്രായങ്ങളാണ്. അയാളുടെ മറുപടി കാണിച്ചു തരാൻ. എന്താ അഭിപ്രായം വേറെ? ഇത് വോള്യൂം ഇത്രയാണ് അതിന്റെ ഡിസോസിയേഷൻ, ഇത്രയാണ് അതിന്റെ കോൺസെൻട്രേഷൻ. ഇതിന് എങ്ങനെ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റുക? എങ്ങനെ പ്രോട്ടോൺ പമ്പ് ചെയ്യുക? പ്രോട്ടോൺ ഇല്ല.
പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ പ്രോട്ടോണിന്റെ ഡൈമെൻഷൻ എന്താണെന്ന് അറിയാം? ഒരു ആറ്റത്തിന്റെ ഡൈമെൻഷൻ എന്താണ് കുട്ടികളെ? ഒരു ആറ്റമിന്റെ ഡൈമെൻഷൻ ഉണ്ട്. ഒരു ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ എത്ര ഡൈമെൻഷൻ? നിങ്ങൾ ബോട്ടണി പഠിക്കുന്നില്ലേ? മോളിക്കുലർ ബയോളജി സൈഡിലേക്ക് പോണ എത്ര ആൾക്കാർ താല്പര്യമുണ്ട്? ഇപ്പോൾ പണ്ടത്തെ പോലെ സസ്യത്തിന്റെ ആൻഡ്രീഷ്യം, കൈനീഷ്യം, അതിന്റെ പിന്നെ അതിന്റെ ഫ്ലോറൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അതിനൊന്നും വലിയ ടാക്സോണമിക്കലി വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഇപ്പോഴൊക്കെ ബയോകെമിസ്ട്രി, ബയോഫിസിക്സ്, പ്രോട്ടിയോമിക്സ്, ജീനോമിക്സ്, ബയോ ഇൻഫർമാറ്റിക്സ് ആ മേഖലയിലാണ് അധികം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു സിവിൽ എഞ്ചിനീയറിനെ പഠിക്കി കൊടുന്ന ഈ മുറി ഉണ്ടാക്കണം വെച്ചാൽ നമുക്ക് എത്ര സിമെന്റ് വേണം, എത്ര കമ്പി വേണം, എത്ര ആൾക്കാർ വർക്ക് ചെയ്യണം എന്നുള്ള കൊട്ടേഷൻ തരും. നിങ്ങൾ ബയോളജിയും അതൊക്കെ പഠിച്ചിട്ട്, ബയോകെമിസ്ട്രി ഒക്കെ പഠിച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്യാൻ പോവുക? നിങ്ങൾക്കിപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തൊരു ചോദ്യം ചോദിക്കണം. 4 ആന തിബത്തിൽ കാണപ്പെട്ടു. ആ 4 ആനയ്ക്ക് കുഞ്ഞിരാമൻ, അപ്പുകുട്ടൻ എന്നുള്ള മലയാളം പേരുണ്ട്. ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ഏഷ്യാറ്റിക് എലിഫൻ്റാണ്, നമ്മുടെ കേരളത്തിൽ കാണുന്ന എലിഫൻ്റാണ്. പിന്നെ ആനയെ കാണുമ്പോൾ അവിടെ ചില സമയത്ത് കേരള രജിസ്ട്രേഷനുള്ള ഒരു മാരുതി സെഡാനും കാണും. അപ്പോൾ 4 ആനുണ്ട്, മാരുതിക്ക് 4 കാറുണ്ട്, 4 വാതിലുണ്ട്, 4 സീറ്റുണ്ട്. അപ്പോൾ നമുക്കൊരു തിയറി ഉണ്ടാവും. ഇത് 4 ആനകള് ഒരു കാറിലിരുന്നിട്ട് കേരളത്തിൽ നിന്ന് തിബത്തിലേക്ക് ഓടിച്ചു പോയി. നല്ല തിയറിയാണ്, നല്ല കോറിലേഷനാണ്. പക്ഷെ നിങ്ങൾക്കത് വലിയ രസം തോന്നില്ല. എന്തുകൊണ്ടാ? എന്താ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആനയുടെ ഡൈമെൻഷൻ അറിയാം. പിന്നെ നിങ്ങൾക്ക് ഈ ഇവിടുന്ന് തൊട്ടിട്ട് അങ്ങോട്ട് പോകാനുള്ള റോഡ് ഇല്ലാന്നറിയാം. റോഡ് ഉണ്ടായാലും ആന ഓട്ടില്ലാന്നറിയാം. റൈറ്റ്? ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന കാര്യം എന്താ? ഒരു ഹൈഡ്രജൻ ആറ്റമിന്റെ ഡൈമെൻഷൻ എന്താണ്? ഒരു സാധനം ഒരു റാഡിക്കൽ ഉണ്ടാവുന്ന അതിന്റെ ലൈഫ് ടൈം എന്താണ്? അതിന്റെ റിയാക്ടിവിറ്റി എന്താണ്? അങ്ങനത്തെ ഉള്ള ഇപ്പൊ ഞാനിപ്പോ പറയാണ്, ഞാനൊരു ബോംബ് ഉണ്ടാക്കി എന്റെ വീട്ടിൽ. അത് പോയി ഞാൻ പൊട്ടിച്ചപ്പോ 10⁹ 1 ബില്യൺ എർഗ്സ് ഈൽഡായിരുന്നു. അപ്പൊ അത് കേട്ടിട്ട് ബില്യൺ എർഗ്സ്, അത് എർഗ്സ് എന്ന് പറഞ്ഞാൽ അത് വളരെ ചെറിയൊരു ഊർജത്തിന്റെ ഈൽഡാണ്. അത് കേട്ടിട്ട് ഒരു നമ്പർ വലുത്, അതിന്റെ ഡൈമെൻഷൻ എന്താണെന്ന് നമുക്ക് ധാരണ ഉണ്ടാവണം. അപ്പൊ ഒരു പ്രക്രിയ എന്താണെന്ന് പറഞ്ഞാൽ ഈ ബയോളജി പഠിക്കുകയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫിസിക്സും മാത്സും പാടില്ല എന്നുള്ള നിയമമൊന്നുമില്ല. മനസ്സിലാവണ്ടോ? മിക്കവാറും ബയോളജി സൈഡിലേക്ക് വരുന്ന ആൾക്കാർക്ക് മാത്സ്, ഫിസിക്സ് അതിന്റെ കുഴപ്പങ്ങളാണ് നമ്മളിപ്പോ കാണുന്നത്. മനസ്സിലാവണ്ടോ? അപ്പൊ ഈ നമ്പർ ഇതൊക്കെ റോക്കറ്റ് സയൻസ് അല്ല, ഇതൊക്കെ സിമ്പിൾ സയൻസ്. അപ്പൊ ഈ നമ്പർ കൂട്ടി കഴിച്ചാൽ കണക്ക് കിട്ടില്ല. അപ്പൊ നിങ്ങൾക്കൊക്കെ ഈ ഒരു ധാരണ വരാം. ആ കൂട്ടി നോക്കിയിട്ട് നമുക്കൊരു സാധനം എങ്ങിട്ടാണ് പോണത് എന്നുള്ളതാണ്. ആ 10⁹ എർഗ്സ് എന്ന് പറയുമ്പോൾ അത് ഒരു മനുഷ്യൻ പോയിട്ട് ഒരു ഈച്ച പറന്ന് പോകുമ്പോൾ ഒരു ശബ്ദം വന്നതിന്റെ ഈക്വൽ ആണോ അതോ ഒരു ആറ്റം ബോംബ് പൊട്ടണതിന്റെ ഈക്വൽ ആണോ എന്ന് നമുക്കറിയണം കേട്ടോ. അപ്പൊ വെറും കോറിലേഷൻ മാത്രം പറ്റില്ല. ഒരു ആറ്റമിന്റെ ഡയമെൻഷൻ എന്താണ്? ഒരു ഹൈഡ്രജൻ ആറ്റമിന്റെ മൈറ്റോകോൺഡ്രിയൻ മൈക്രോമീറ്റർ. ഒരു ആറ്റമിന്റെ ഡയമെൻഷൻ എന്താണ്? ഹൈഡ്രജൻ ആറ്റമിന്റെ ഡയമെൻഷൻ എത്ര? കഷ്ടിച്ച് 2 ആങ്സ്ട്രോം. ഒരു പ്രോട്ടോണിന്റെ ഡയമെൻഷൻ എന്താണ്? 0.00002 ഫെംറ്റോമീറ്ററിന്റെ അടുത്താണ് ആങ്സ്ട്രോം അതിന്റെ. മനസ്സിലാവുണ്ടോ? അപ്പൊ ഒരു ആറ്റം, ഇത്രയും വലിയ ഒരു ആറ്റത്തിന് ഒരു സൂചി പോലെ ഒരു സാധനത്തിന് അത് പമ്പ് ചെയ്യാൻ എങ്ങനെ പറ്റിയ ബൈൻഡ് ചെയ്തിട്ട് അതിന് സ്പെസിഫിക്കലി സൈസും നമ്പറും ഇല്ല. സൈസ് നോക്കുക, നമ്പർ ഏത് രീതിയിലും കൂട്ടി കഴിക്കാൻ പറ്റും. അപ്പൊ ഈ സാധനം രണ്ടാമത്തെ വിഷയം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു മെംബ്രെയിൻ വെച്ചിട്ട് ഇലക്ട്രോ കെമിസ്ട്രി പഠിച്ച ഏതൊരു മനുഷ്യനും അറിയാം. അതായത് ഒരു പോസിറ്റീവ് ചാർജ് പുറത്തും നെഗറ്റീവ് ചാർജ് ഉള്ളിലും ആണെച്ചാൽ എങ്ങനെ അയൻസ് ഒക്കെ എങ്ങോട്ടാ പോവാ? പോസിറ്റീവ് ആറ്റംസ്, കാഥോഡ്, ആനോഡ്, അങ്ങോട്ട് ഒരു പോളാരിറ്റി ഒക്കെ ഉണ്ടല്ലോ. ഈ നിങ്ങൾ പഠിക്കുന്ന ഫോട്ടോസിന്തസിലൊക്കെ അയൻസ് അങ്ങോട്ട് പോകണ്ടു, ഇങ്ങോട്ട് വരുന്നു. എന്തിനാ? കാരണം ഒരു കാര്യമില്ല. നമ്മൾ ആരൊക്കെ പറഞ്ഞു അതുകൊണ്ട്. ഒരു അയൻ പോസിറ്റീവ് പുറത്താണ് വെച്ചാൽ ഒരു അയന് പുറത്ത് നെഗറ്റീവ് അയനല്ല അങ്ങോട്ട് പോകുള്ളൂ. ഇത് വെള്ളരിക്കപ്പെട്ടനാണ്. അതായത് ഈ സയനോ ബാക്ടീരിയയില് വെള്ളത്തിൽ നിന്ന് ഫോട്ടോസിന്തസിസ് ചെയ്യാൻ
ഇങ്ങനെ പോകണം, മറ്റേന്ന് അങ്ങോട്ട് പോകണം. അതൊക്കെ കണ്ടിട്ട് ഈ ഓക്സിജൻ ഉള്ള ഫോട്ടോസിന്തസിസ് ഒക്കെ നമ്മൾ ഓക്സിജൻ ഉണ്ടല്ലോ ഫോട്ടോസിന്തസിസ്, ഓക്സിജൻ പ്ലസ് ഇലക്ട്രോൺ മൈനസ് 250 കിലോ ജൂൾസ് ആണ്. ആ ഓക്സിജൻ ഒന്നും ചെയ്യാൻ പാടില്ല. ഓക്സിജൻ ഞാൻ അവിടേക്കൊന്നുമില്ല, ഞാൻ മൈറ്റോകോൺട്രിയയിൽ പോയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അടങ്ങി. ഓക്സിജന്റെ നാച്ചുറൽ റിയാക്ഷൻ ഓക്സിജൻ ചെയ്യില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? നമ്മൾ അതിനെക്കുറിച്ച് ചോദ്യം ചോദിച്ചു. ഓക്സിജൻ അങ്ങനെ തോന്നിവാസം ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. നമുക്ക് തോന്നിവാസം, നിങ്ങളിവിടെ ഇരുന്നിട്ട് ഫോൺ മാന്താം, പാക്കുട്ടിയോടെ നീറ്റ് പോകണം, അതൊക്കെ തോന്നിവാസങ്ങളാണ്, അതൊക്കെ പറ്റും. പക്ഷേ ശരിക്കുള്ള ജീവിതത്തിൽ പറ്റില്ല. There are rules. ശരി. പിന്നെ നമ്മളിപ്പോ how many of you have read A Brief History of Time by Stephen Hawking? ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? നല്ല കുട്ടികൾ, അതൊക്കെ പഠിക്കരുത് കേട്ടോ. അതിൽ ഒരു സിമ്പിൾ എക്സാമ്പിൾ സ്റ്റീഫൻ ഹോക്കിംഗ് കാണിച്ചു തരുന്നു. ഒരു ചൂടുള്ള കപ്പുള്ള ചായ നമ്മുടെ കയ്യിൽ നിന്ന് വീഴുന്നു. അത് വീണിട്ട് പൊട്ടിയിട്ട് ആ ലിക്വിഡ്, ആ ചായ ഇങ്ങനെ ഇതാവുന്നു, അതിൻ്റെ ചൂട് വ്യാപ്തമാകും, അങ്ങോട്ട് ഇതായിപ്പോകുന്നു. ഇത് നേരെ തിരിച്ചാമറിച്ച ആ പ്രക്രിയ സ്വമേധയാ നടക്കുമോ? അതായത് ചായ അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് വീണു, നമ്മൾ ഏതെങ്കിലും ഇപ്പൊ നമ്മൾ ഫ്രൂട്ട് എടുക്കുക, ഫ്രൂട്ടിനെ എടുത്ത് മിക്സിയിൽ ഇടുക, എന്നിട്ട് അങ്ങനെ കറക്കുക, എന്നിട്ട് താഴെ നമുക്ക് എന്ത് കിട്ടും? ജ്യൂസും ഫ്രൂട്ടും. നമ്മൾ ആ ജ്യൂസും ഫ്രൂട്ടിനെ എടുത്തിട്ട് മുകളിൽ ഇടുക, ഇല്ലേ മിക്സിനെ ഉൾട്ടേക്കുക, ഇല്ലേ അങ്ങോട്ട് കറക്കണതിനാ അങ്ങോട്ട് കറക്കുക, നമുക്ക് കിട്ടുമോ? കിട്ടില്ല. പക്ഷേ നിങ്ങളുടെ ATP സിന്തസിസ് അങ്ങനെയാ. ഇങ്ങോട്ട് കറങ്ങുമ്പോ ATP ഉണ്ടാക്കണു, അങ്ങോട്ട് പോകുമ്പോ ATP യൂസ് ചെയ്യണം. അതാണ് മനസ്സിലാവുണ്ടോ? അതായത് ടെക്സ്റ്റ് ബുക്കിലൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ ഫ്രീ എനർജി ഈൽഡൊക്കെ റിയാക്ഷൻസ് കുറച്ചൊക്കെ തെർമോഡൈനാമിക്സും കൈനറ്റിക്സും ഒക്കെ നോക്കണേ കുട്ടികളെ. അതൊന്നും ഇല്ലാതെ ബയോളജി പഠിക്കാന്ന് വിചാരിക്കുന്നത് വെറും വ്യാമോഹം മാത്രമാണെന്ന് എനിക്ക് പറയാനുള്ളൂ കേട്ടോ. അപ്പോ ഈ കാര്യം ഇനി നമ്മള് മുർബൺ സിദ്ധാന്തം എന്താണെന്ന് പറയാം. എന്നിട്ട് പിന്നെ ഈ കാഴ്ചയില്, ഫോട്ടോസിന്തസിസില്, ഓരോ മേഖലയിലും എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് നമ്മൾ തെറ്റെന്ന് ആദ്യം ഒരു 10ാം ക്ലാസ്സോ 12ാം ക്ലാസ്സിലത്തെ കുട്ടികൾക്ക് പറയാൻ പറ്റുക എന്നുള്ള ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. മുർബൺ സിദ്ധാന്തം എന്താണ്? സാധാരണ എൻസൈംസും പ്രോട്ടീൻസും ഒക്കെ ഇങ്ങനെ ഈ തിരിച്ചറിവിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ മുർബൺ എന്താ പറയുന്നത്? ഒരു ഡിഫ്യൂസിബിൾ സ്പീഷീസ് ബൈൻഡ് ചെയ്യണം എന്നുള്ള ആവശ്യം. ഇപ്പോൾ ഇതൊരു പ്രോട്ടീൻ ആണ്, ഇതൊരു സബ്സ്ട്രേറ്റ് ആണ്, ഇതൊരു ഇലക്ട്രോൺ ഡോണർ പ്രോട്ടീൻ ആണ്, ഇതൊരു ഇലക്ട്രോൺ ആക്സെപ്റ്റർ മോളിക്യൂൾ ആണ്, പ്രോട്ടീൻ ആണെന്ന് വിചാരിച്ചാൽ ഇതിന്റെ ഇടയിൽ കൂടെ ഒരു സാധനം ഇലക്ട്രോൺ എടുത്തിട്ട് ഒരു റാൻഡംലി പോവാം. എന്റെ സിദ്ധാന്ത പ്രകാരം ഓക്സിജൻ ആ റൂളാണ്. ഓക്സിജന്റെ റൂൾ എന്താ? എഫക്റ്റീവ് ചാർജ് സെപ്പറേഷൻ. നമ്മളിപ്പോ ഈ സാധനത്തിൽ എങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തിട്ട് ഹാർഡ് വയർ സാധന ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടറിയാണ്. പക്ഷെ നമ്മുടെ കോശങ്ങൾ എന്താ? സ്പോഞ്ചി സോഫ്റ്റ് ടിഷ്യൂ ആണ്, വെള്ളം കലർന്നിരിക്കുന്ന സാധനമാണ്, റാൻഡംലി ഡിസ്ട്രിബ്യൂട്ടഡ് സാധനം. അതിലെങ്ങനെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി വരുന്നു, അതിലെങ്ങനെ കൺസ്ട്രക്റ്റീവ് വർക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കംപ്ലീറ്റ്ലി വേറൊരു ചിന്ത ഈ ഒരു ചെറിയൊരു ചേഞ്ച് ഇൻ മെക്കാനിസത്തിൽ നിന്ന് നമുക്ക് കംപ്ലീറ്റ് പടുത്തുയർത്താം. ചെറിയ വ്യത്യാസം. ആൾക്കാർ മുമ്പേ ഞങ്ങൾ മൂക്കുകൂടെ ഞാൻ പറയാണ്, മൂക്കുകൂടെയല്ല വായക്കൂടെയാണ്. പക്ഷെ മൂക്കുപോയ അത്ര വലിയ അവിടെ പോയാൽ കണക്റ്റ് ആവുന്നു. പക്ഷെ 1 സെന്റിമീറ്റർ ഒക്കെ വ്യത്യാസമല്ലേ എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷെ മൂക്കുകൂടെ തിന്നുണ്ടാവും. അതോടെ കാര്യം കഥയായി. അതാണ്. അപ്പൊ ഈ മുർബൺ എന്നുള്ളത് എങ്ങനെയാണ്? നമ്മുടെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളും എല്ലാം എന്തുകൊണ്ടുണ്ടാക്കിയത്? മോളിക്യൂൾസ്. പിന്നെന്താ? അയൺസ്, അൺബൗണ്ട് അയൺസ്. പിന്നെ അത് ഇന്ററാക്ട് ചെയ്തിട്ട് റാഡിക്കൽസ്. മ്യൂഡ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ്, ബേൺ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പേപ്പർ എടുക്കുക, ആ പേപ്പറിനെ കത്തിച്ചാൽ ഓരോ തവണ കത്തിക്കുമ്പോഴും അത് വേറെ രീതിയിലാണ് കത്തുക അല്ലേ? എങ്ങനെ നിങ്ങൾ ചെയ്താലും ആ കത്തണത് ഒരേപോലെ നിങ്ങൾക്ക് കിട്ടില്ല. അത് ആ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്. നേരെ തിരിച്ചാൽ മറിച്ച് മറ്റേ അസംബ്ലി ലൈനിൽ നടക്കുന്ന റിയാക്ഷൻസ് ഒക്കെ ബ്യൂട്ടിഫുള്ളി അതേപോലെ പിന്നെയും ആവർത്തിക്കും. നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ റേഷ്യോ കിട്ടും, ബ്യൂട്ടിഫുൾ ഈക്വേഷൻസ് ഉണ്ടാവും. പക്ഷേ ഈ മുർബൺ എന്ന് പറഞ്ഞാൽ കത്തിക്കുന്ന സാധനം. ഒരു പേപ്പർ എടുത്ത് കത്തിച്ചു, ഒരു പേപ്പർ ഏതേ എക്സാക്ട് രീതിയിൽ ചെയ്താലും പിന്നെയും കിട്ടും. അതിനാണ് റാൻഡം സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്.
mild unrestricted redox catalysis for molecule unbound radical and ഇതിന്റെ ഫണ്ടമെന്റൽ ഓക്സിജൻ വന്നിട്ട് ഈ ഒരു സ്ഥലത്ത് ഇരിക്കുന്ന ഇലക്ട്രോൺ വേറെ നമ്മുടെ ശരീരത്തിൽ ഒറ്റ ഫോഴ്സ്. വാട്ട് ആർ ദി 4 ഫണ്ടമെന്റൽ ഫോഴ്സസ്? ചോക്ലേറ്റ് ക്വസ്റ്റ്യൻ. ആരാ പറയണേ? ഗ്രാവിറ്റേഷണൽ പറയൂട്ടെ. ഗ്രാവിറ്റേഷണൽ മാത്രമേ ഉള്ളൂ? ഒന്ന് പിന്നെയും പറയൂ. ഗ്രാവിറ്റേഷണൽ, ഇലക്ട്രോമാഗ്നറ്റിക്, പിന്നെ രണ്ടെണ്ണം ഏതാണ്? ആ കുട്ടിക്കും തരാം. ന്യൂക്ലിയർ 2 തരത്തിലുണ്ട്, സ്ട്രോങ് ആൻഡ് വീക്ക്. അതിന് യൂണിഫൈഡ് ഫീൽഡ് തിയറി ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഏത് ഫോഴ്സാണ് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ? നമ്മളെല്ലാം ചെയ്യുന്നത്, സംസാരിക്കുന്നതും ഒക്കെ ഏതാണ് ഫോഴ്സ്? ഗ്രാവിറ്റിയോ? തേങ്ങ പോലെ ഗ്രാവിറ്റി നമ്മളെ ബാധിക്കില്ല. അവിടെ ഇരുന്നിട്ട് വീഴാഴ്ച മാത്രമേ ബാധിക്കുള്ളൂ. നമ്മൾ ഏത് ഫോഴ്സാണ് ഉപയോഗിക്കുന്നത്? അപ്പോഴേക്കും നോക്കി, ആരും വീട് നോക്കി, അപ്പോഴേക്കും പറഞ്ഞു. കുട്ടി പറയാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കൂ. ശാസ്ത്രം കോൺഫിഡൻസിന്റെ അടിത്തറയാണ്. ഇല്ലാച്ചാ ഞാനുള്ള വികാരത്തിനെ നമ്മൾ തേടുകയാണ്. പറയൂ. ഏത് ഫോഴ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. അപ്പോഴേക്കും പറഞ്ഞു ചിരിച്ചിട്ട് അങ്ങോട്ട് ഞാൻ അതൊന്ന് നിൽക്കൂ. ഈ ഇടിക്കണത് കുറച്ചങ്ങോട്ട് മാറ്റി വെക്കും. ആ പറഞ്ഞിട്ട് ഇങ്ങനെ ഈ കുസ്കുസ് പറയുന്നുണ്ടല്ലോ, അത് വേണ്ട. ക്ലാസ് അതിനല്ല, ഇന്ററാക്ട് ചെയ്യാൻ നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്തല്ല, ടീച്ചർമാരുടെ അടുത്തും സ്പീക്കേഴ്സിൻ്റെ അടുത്തും. അത് മനസ്സിലാക്കും, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയാണ് നമുക്ക് നമ്മുടെ ചിന്തയും ലോകത്തിൽ എന്താണ് പറയുന്നത് അതിനും ഒരു കമ്പാരിസൺ ഉണ്ട്. ഓക്കെ, എന്നിട്ട് ഈ എഫക്റ്റീവ് ചാർജ് സെപ്പറേഷൻ ഉണ്ടാക്കിയിട്ട് അത് സെൽസിനെ ഒരു സിമ്പിൾ കെമിക്കൽ എഞ്ചിൻ ആക്കി മാറ്റുക. അപ്പൊ മുഴുന്നുള്ളതിന്റെ വ്യാഖ്യാനം പറഞ്ഞു. അപ്പൊ ആ കോശങ്ങളുടെ ആ കെമിക്കൽസ് ആയ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിരിക്കുമ്പോൾ അതിനുണ്ടാവുന്ന ഈ റിയാക്ഷൻ ഉണ്ടാവുന്ന റേഡിയേഷൻസ് ഉണ്ടാവും. അതൊരു മാട്രിക്സ് ഉണ്ടാവും. അതാണ് സെൽ എന്ന് പറയാം. കെമിക്കോ ഇലക്ട്രോ മാഗ്നറ്റിക് മാട്രിക്സ്. പികെംസ് എന്ന് പറഞ്ഞാൽ പവറിംഗ്, കോഹറൻസ്, ഹോമിയോസ്റ്റാസിസ്, ഇലക്ട്രോ മെക്കാനിക്കൽ ആക്ടിവിറ്റീസ് ആൻഡ് സെൻസിങ് റെസ്പോൺസ് ആക്ടിവിറ്റീസ്. ഒരു കോശത്തിന്റെ ഫണ്ടമെന്റൽ പ്രക്രിയ ഈ സാധനങ്ങളിലൂടെയാണ് വരുന്നത്. അപ്പൊ മുർബേണാണ്, മുർബന്റെ ടേംസ് ആണ് ഇതൊക്കെ ഭാവിയിൽ നിങ്ങളുടെ കുട്ടികളൊക്കെ ഇതാണ് പഠിക്കും. മനസ്സിലാവും? അതായത് ഇതിന്റെ എഫക്റ്റീവ് ചാർജ് സെപ്പറേഷൻ, ഡിഫ്യൂസിബിൾ റിയാക്റ്റീവ് സ്പീഷീസ്, ഈ സ്പീഷീസ്, പിന്നെ എഫക്റ്റീവ് ചാർജ് സെപ്പറേഷൻ, സിമ്പിൾ കെമിക്കൽ എഞ്ചിൻ. ഇതാണ് ഇപ്പൊ കാണാൻ പോകുന്ന പുതിയ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനപരമായ ടെക്നിക്കൽ ചാർജ്. ഓക്കെ, പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ്, റോട്ടറി ATP സിന്തസിസ്, Z scheme. This is the foundation. അപ്പൊ ഈ മുർബേൺ എന്ന് പറയുന്നത് ആ മുറുട്ടിനെ എവിടുന്ന വന്നെന്നറിയോ? പിന്നെ വേറൊരു കാര്യമുണ്ട്. എന്താണ്? നിന്റെ പേര് മുരളി എന്നാണ്. അതിന്റെ കടക്കട്ടെ 3 എണ്ണം. മോശമാണോ? നിങ്ങളുടെ പ്രായമാകുമ്പോൾ ഞാൻ പഠിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, നമ്മളൊക്കെ പഠിച്ചായിരുന്നില്ലേ കാനിസാറോസ് റിയാക്ഷൻ, വുഡ്സ്പിറ്റിക് റിയാക്ഷൻ, ഓരോ റിയാക്ഷനും പേര്, ഐൻസ്റ്റീൻ്റെ ആ ഇക്വേഷൻ. ശാസ്ത്രജ്ഞനാവണമെന്ന് പറഞ്ഞാൽ ഞാനുള്ള വികാരം വേണം. ആർക്കും ഞാനുള്ള ബോധം ഞാൻ നിൽക്കും ആരും അല്ല ആർക്കൊക്കെ തോന്നുന്നുണ്ട് ഒന്ന് കൈപൊക്കിയ അവർ ശാസ്ത്രം ചെയ്യണ്ട നീറ്റ് പോയിക്കോളെന്ന് പറയും. എന്താണെന്നറിയോ? ഞാനുള്ള വികാരം ഭയങ്കര ഇമ്പോർട്ടൻ്റാ. നമ്മളാണ് സത്യം തേടുന്നത്. നമ്മളെ എത്ര ആൾക്കാർ എന്തൊക്കെ പറയും, നമുക്ക് അതിൻ്റെ ആ വിലയിരുത്തൽ നമുക്ക് തന്നെ ചെയ്യണം. കുറച്ച് സമയം കൂടി ഉണ്ടാകുന്ന വെച്ചാൽ അതിൻ്റെ വികാരങ്ങളൊക്കെ ഞാൻ ഇനി ഇറക്കിയാണ് ഇപ്പം ഈ ശാസ്ത്രത്തിലേക്ക് തിരിച്ചു പോയത്. അപ്പൊ ഇതാണ് മുർബേൺ. അപ്പൊ ഇതിന്റെ സിദ്ധാന്തത്തില് ഈ ബൈൻഡിങ് ഒന്നും അത്ര ആവശ്യമില്ല. ഇങ്ങനെ ഡിഫ്യൂസിബിൾ സ്പീഷീസ് വരുന്നത്. ഇപ്പൊ എന്താണ്? മോളിക്യൂൾസ്, അയോൺസ്, പിന്നെ എൻസൈംസ് ഇതൊക്കെ ഒരു ഇന്ററാക്റ്റീവ് ഇക്വിലിബ്രിയത്തിലാണ്. ഓക്സിജൻ വെള്ളത്തിലേക്ക് ഡിഫ്യൂസിബിൾ റിയാക്റ്റീവ് സ്പീഷീസിലൂടെ പോകുന്നു. ഈ ഒരു ചുഴലിയിൽ നിന്നാണ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. അതില്ലാന്നല്ല ഞാൻ പറയുന്നത്, അതുണ്ട്. പക്ഷെ വേറെ ചില ഇങ്ങനത്തെ പ്രക്രിയകളുണ്ട്. അപ്പോൾ എഫക്റ്റീവ് ചാർജ് സെപ്പറേഷൻ, ഡിഫ്യൂസിബിൾ റിയാക്റ്റീവ് സ്പീഷീസ് ഉണ്ടാകുന്നു. ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോൺ വേറൊരു സ്ഥലത്ത് പോയി, അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഓപ്പറേറ്റ് ആയി. അങ്ങനെ കെമിക്കൽ ഇലക്ട്രോ മാഗ്നറ്റിക് മാട്രിക്സ് ഉണ്ടായി. ആ മാട്രിക്സ് ഉണ്ടായ കാരണം പവറിംഗ്, കോഹറൻസ്, ഹോമിയോസ്റ്റാസിസ്, ഇലക്ട്രോ മാഗ്നറ്റിക് ആക്ടിവിറ്റീസ്. ഇപ്പൊ ഓക്സിജനിൽ നിന്ന് ഒരു നെഗറ്റീവ് ഒരു ചാർജ് ഉണ്ടായ മുമ്പ് എന്താ പറഞ്ഞത്? സോഡിയം 3 എണ്ണം പുറത്തേക്ക് പമ്പ് ചെയ്യണു, 2 പൊട്ടാഷ്യം ഉള്ളിലേക്ക് എടുക്കും. അതുകൊണ്ടാണ് ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ്
ആൾക്കാർ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഫോർ എക്സാമ്പിൾ, സോറി ഞാൻ അതെടുത്ത് തരാം. അപ്പോൾ ഈ പ്രക്രിയയുടെയൊക്കെ കൺട്രോൾ എങ്ങനെയെന്ന് പറഞ്ഞാൽ സാധാരണ കെമിക്കോ ഫിസിക്സിലാണ്. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ മുമ്പ് ബയോളജിയിൽ എങ്ങനെ ഈ ക്ലാസിക്കൽ മെക്കാനിസത്തിൽ ഹൈ സബ്സ്ട്രേറ്റ് എഫക്ട് ഭയങ്കര സ്പെസിഫിസിറ്റിയാണ്. ഇപ്പോഴത്തെ പ്രക്രിയയിൽ ഇത് ആക്റ്റീവ് സൈറ്റിന് പുറത്ത് നടക്കുന്ന കാരണം ഒരു ഇന്ററാക്റ്റീവ് ഈക്വിലിബ്രിയത്തിലാണ്. ഈ ഇന്ററാക്റ്റീവ് ഈക്വിലിബ്രിയത്തിൽ ബ്രോഡ് സബ്സ്ട്രേറ്റ് റേഞ്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഒരേ എൻസൈം എങ്ങനെ പല തരത്തിലുള്ള മോളിക്യൂളിനെ റിയാക്ട് ചെയ്യുന്നത്, പിന്നെ ഒരേ എൻസൈം ഡിഫറെന്റ് മോളിക്യൂൾസിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് എങ്ങനെ കാറ്റലൈസ് ചെയ്യുന്നു, ഒരു എൻസൈമിന് പല തരത്തിലുള്ള കൈനറ്റിക്സ് എങ്ങനെ കിട്ടുന്നത്, സീറോത്ത് ഓർഡർ, ബൈഫേസ്, അങ്ങനെയൊക്കെ എങ്ങനെ കിട്ടുന്നത്. പിന്നെ ചില മോളിക്യൂളിൽ നമ്മൾ 10 മില്ലിഗ്രാം ഡ്രഗ് കൊടുത്തു, ഭയങ്കര എഫക്റ്റ്. 100 മില്ലിഗ്രാം കൊടുത്തപ്പോൾ ഒരു എഫക്റ്റും. അതെങ്ങനെ നമുക്ക് സാധാരണ ശാസ്ത്രം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഹോമിയോപ്പത്തിയിൽ എന്താ പറയുന്നത്, ഡൈല്യൂഷനിൽ കുറച്ചും കൂടി എഫക്റ്റബിൾ. അത് കുറച്ച് വല്ലാതെ അങ്ങോട്ട് പോകുമ്പോൾ പ്രാന്താവും കേട്ടോ, അത്രയ്ക്കൊന്നുമില്ല. എന്നാലും ചില ഡൈല്യൂഷനിൽ എഫക്റ്റീവ്നെസ് കൂടും. അത് ഇപ്പോൾ ഈ സിമ്പിൾ കെമിസ്ട്രിയിൽ നമുക്ക് ബുർബോണിൽ വ്യാഖ്യാനിക്കാൻ പറ്റും. റാഡിക്കൽസ് ഡൈല്യൂട്ട് കോൺസെൻട്രേഷനിൽ സ്റ്റാബിലൈസ് ആവും, ഹയർ കോൺസെൻട്രേഷൻ വെച്ചാൽ അവർ കൊലാപ്സ് ആവും. വളരെ സിമ്പിൾ. അപ്പോൾ ഈ റാഡിക്കലിനൊന്നും മുമ്പേ വലിയ ജോലിയൊന്നുമില്ല, അതൊന്നും ജീവിതകാലങ്ങളിലൊന്നും പ്രക്രിയയിലൊന്നും എഫക്റ്റീവ്ലി റോൾ പ്ലേ ചെയ്യുന്നില്ല. പിന്നെ ഇതിനെ വേറെ എന്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാം? ഒരു റിയാക്ഷനിൽ നമ്മൾ ഒരു തവണ ചെയ്തു, അതിൻ്റെ റേഷ്യോ ഇങ്ങനെ കിട്ടി, വേറെ ഒരു ലാബിൽ വേറെ റേഷ്യോ കിട്ടി. അതൊക്കെ നമുക്ക് യോജിക്കാൻ പറ്റാത്തതിൻ്റെ കാരണങ്ങളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, നിങ്ങൾ ECG, EMG, EEG ഒക്കെ എടുക്കില്ലേ? എന്താണ് ഇലക്ട്രോ കാർഡിയോഗ്രാം, നമ്മുടെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി. ഇതിന്റെ മുമ്പ് എന്താ, സോഡിയം പുറത്തേക്ക് പമ്പ് ചെയ്തു, അധികം സോഡിയം പുറത്തേക്ക് പമ്പ് ചെയ്തു, ഉള്ളിൽ പൊട്ടാഷ്യം. അതല്ല, ഓക്സിജൻ ഉള്ളിൽ വന്ന് ആ ഇലക്ട്രോൺ എടുക്കുന്നു. -250 കിലോ ജൂൾസ് പെർ മൂളാണ്. ആർക്കും ഇതിനകത്ത് അടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് വന്നോടെ നെഗറ്റീവ് ചാർജ് ആവണം. ആ ഓക്സിജൻ ഉള്ളിലേക്ക് വന്നിട്ട് റിഡ്യൂസിങ് എൻവയറമെന്റിൽ നെഗറ്റീവ് ചാർജ് ആകുമ്പോൾ എന്താവും, ഉള്ളിൽ നെഗറ്റീവ് ആവും. അതാണ് നമുക്ക് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി കിട്ടുന്നത്. അപ്പൊ കോശങ്ങളുടെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഓക്സിജൻ ആണ് ചെയ്യുന്നത്, അല്ലാതെ സോഡിയം പൊട്ടാഷ്യം പമ്പല്ല, അതൊന്നല്ല സാധനം. മനസ്സിലാവും? ഇതിപ്പോ വരണം എന്ന് വിചാരിച്ചാൽ കുറച്ച് സമയം എടുക്കും, നമുക്ക് കുഴപ്പമില്ല. നമുക്ക് അപ്പോഴേക്കും ഞാൻ കുട്ടികളുടെ അടുത്ത് വേറെ ചില കാര്യങ്ങൾ സംസാരിക്കാം. കുട്ടികളെ, നിങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് എന്താ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറഞ്ഞ് ഈ കോളേജിൽ നിങ്ങൾ എന്തിനാണ് പറഞ്ഞതെന്നാ പറഞ്ഞത്? സ്കിൽസ്, ബന്ധങ്ങള്, അതുപോലെ തന്നെ അത് സ്കില്ല്, ബന്ധങ്ങള്, ഹാബിറ്റ്സ്. ഗുഡ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഓർമ്മകൾ. നിങ്ങൾ ഈ സമയത്ത് മൊബൈൽ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ സമയം നിങ്ങൾ ചെലവഴിക്കുകയാണെന്ന് വിചാരിച്ചാൽ, ഈ കോളേജിലൊന്നും അത്ര ഇല്ല എന്ന് വിചാരിക്കുന്നു. അതെ, അപ്പോൾ ഓർമ്മകൾ ഈ പ്രായത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ, മനസ്സിലാക്കണം. അപ്പോൾ എൻ്റെ 3 ഫിലോസഫീസാണ് വളരെ ഇമ്പോർട്ടൻ്റ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എല്ലാം കണ്ടുപിടിച്ചു, അത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചാൻസ് ഫേവേഴ്സ് ദ പ്രിപ്പയർഡ് മൈൻഡ്. ആരാണ് പറഞ്ഞത് അറിയോ? പാസ്റ്റർ കേട്ടിട്ടുണ്ടോ? പാസ്റ്ററൈസേഷൻ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ വാക്കാണിത്. സാധ്യതകളുടെ, ഞാൻ കുളപ്പള്ളി UP സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കഥ ഉണ്ടായിരുന്നു. ഇത് വരണ വരെ ഞാൻ കഥ പറയാം, മറ്റേ സ്ലൈഡിൽ. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു കഥയാണ്, 2ാം ക്ലാസ്സിലാണ് തോന്നുന്നു. അപ്പോൾ ഒരു തടാകത്തിൽ കുറച്ച് മീനുകളുണ്ടായി. ആ 3 മീനുകൾ സുഹൃത്തുക്കളായി. ഒരു ദിവസം അവിടെ നിൽക്കുമ്പോൾ ചില ആൾക്കാർ വന്നിട്ട് അവിടെ വല വീശണം എന്നൊക്കെ പറയും. അപ്പോൾ അതിലൊരു മീൻ പോയിട്ട്, അതേ ഇവിടെ അടുത്ത ശനിയാഴ്ച വല വീശണം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോവാന്ന് പറയും. അപ്പോൾ 2ാമത്തെ മീൻ പറഞ്ഞു, നമുക്ക് നോക്കാം, പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, നമ്മുടെ ഇവിടെ കുഴപ്പമില്ലല്ലോ. 3ാമത്തെ മീൻ പറഞ്ഞു, കൊക്കത്ര കുള കണ്ടിട്ടുണ്ട്, കുളത്ര അതാണ്. അപ്പൊ അങ്ങനെ ആ ശനിയാഴ്ച വന്നു. അപ്പോഴേക്കും ആദ്യത്തെ മീൻ എന്ത് ചെയ്തു, ഒരു ചെറിയൊരു വഴി കൂടെ അത് എത്തേണ്ട സ്ഥലത്തെത്തി. 2ാമത്തെ മീൻ എന്തായി, അവൻ ചത്തമാരി അഭിനയിച്ചു. അപ്പോൾ ആ ആൾക്കാരെ അതിനെ എടുത്തിട്ട് എറിഞ്ഞപ്പോൾ തൊട്ടടുത്ത് പാടായിരുന്നു, അവിടെയും വെള്ളത്തിൽ വീണു, അതും ജീവിച്ചു. 3ാമത്തെ മീൻ എന്തായി,
ഒരു ലേശം മുറിച്ചിട്ട് മസാലയൊക്കെ ഇട്ടിട്ട് അതായത് നമ്മൾക്ക് അവസരം കിട്ടുമ്പോൾ പ്രിപ്പയർ ചെയ്യാം. ഇവിടെ വന്നിട്ട് വെറുതെ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകാന്ന് പറഞ്ഞാൽ ഫോണൊക്കെ മാന്തിയിട്ട് വീട്ടിൽ പോയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ നല്ല കഥയാണ്. ഞാൻ അപ്പോൾ എൻ്റെ പിന്നെ 18, 16, 12, 14 മണിക്കൂറാണ് കുട്ടികളുടെ ഫോൺ ടൈം. എങ്ങനെ അത്ര ഫോൺ ഉപയോഗിച്ചാൽ? അപ്പൊ ചാൻസ് ഫേവേഴ്സ് ദ പ്രിപ്പയർഡ് മൈൻഡ്. രണ്ടാമത് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ എൻ്റെ ലെസൺ, ഞാൻ 8ാം ക്ലാസ്സിലുണ്ടാവുമ്പോൾ നരസിംഹൻ സർ, മാത്സിൻ്റെ മാഷ്, അദ്ദേഹം ഒരു ദിവസം ക്ലാസ് ഹാഫ് ഇയർലി കഴിഞ്ഞിട്ട് ആൻസർ ഷീറ്റ് തിരിച്ചു തരുമായിരുന്നു. അപ്പോൾ PG ശ്രീരാമൻ സംസ്കൃത മാഷിൻ്റെ മകൻ ടോപ്പ് 94 കുറേ അതിൻ്റെ ഒക്കെ കൊടുത്തു. അവസാനം കൃഷ്ണദാസിൻ്റെ മാർക്ക് ഷീറ്റ് അദ്ദേഹം വെച്ചു. എന്നിട്ട് പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാർക്ക് ഇതാ, എനിക്ക് 88 കിട്ടി, കൃഷ്ണദാസിന് 76 കിട്ടി. പക്ഷെ അദ്ദേഹത്തിൻ്റെ മാർക്ക് ഒരു മെയിൻ ബുക്കിലെറ്റ് കേട്ടോ, അതിനൊന്നും എടുത്ത എക്സ്ട്രാ ഒന്നുമില്ല. എനിക്ക് അവൻ്റെ കൈയക്ഷരം എപ്പോഴും ഓർമ്മയുണ്ട്. ആ സാധനം മൂപ്പര് പറഞ്ഞു, അവൻ അറിയണത് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് തിരിച്ചറിവുണ്ട്. അവൻ്റെ അറിവിൻ്റെ മുകളിൽ അവൻ പടുത്തുയർത്തണം. അവൻ്റെ അറിവും അറിവില്ലായ്മയും തിരിച്ചറിയണം. അത് അപ്പം കേട്ടു, ഞാൻ പോയി. പിന്നെ PG എൻ്റെ ബയോകെമിസ്ട്രി പരീക്ഷയിലാണ് അത് പൊട്ടണ ആ ബോംബ്. സംസ്കൃത മാത്സ് സാറ് 8ാം ക്ലാസ്സിൽ ഇട്ട ബോംബ് പൊട്ടണത് PG-യിലാണ്. ബയോകെമിസ്ട്രി പരീക്ഷ 2.5 മണിക്കൂർ എഴുതിയിട്ട് ക്രബ് സൈക്കിള് അത് ഇതും നിങ്ങളുടെ ഹാൻഡ് സ്ക്രബ്സ് അത് ഇതൊക്കെ എഴുതി ഒക്കെ റോഡിന് ഓക്സൈഡ് സച്ചിന് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ടക്കാന്ന് പറഞ്ഞിട്ട് ഒക്കെ എഴുതിയിട്ട് ഭംഗിയായി വരച്ചിട്ടൊക്കെ വെച്ചു. എന്നിട്ട് എന്തായി അവിടെ അതിങ്ങനെ നോക്കുമ്പോഴേക്ക് അതിനെ നോക്കുമ്പോൾ എൻ്റെ കണ്ണിൽ ഇങ്ങനെ വെള്ളം വരും. എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ ആൻസർ കീറിയിട്ട് ഒറ്റ ഓട്ടാവും. ഞാൻ എഴുതിയിട്ട് സഞ്ജീവ് ഗാഡി എൻ്റെ ലെക്ചറർ ചോദിക്കുക, എന്തോടോ മുരളി താൻ കാണിച്ച വിട്ടിത്താണ്, താന് ക്ലാസ്സിൽ ടോപ്പറായിരുന്നല്ലോ, ആ എഴുതിയ മാർക്ക് തന്നെ മതിയായിരുന്നല്ലോ എനിക്കെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എന്താ എഴുതിയെന്ന് അറിയില്ല, ശരിക്കറിയില്ല. അന്ന് വിട്ടിട്ട് കുറച്ച് ശരിക്കും പഠിക്കണം. മനസ്സിലാവുണ്ടോ? അതായത് അറിവ് നമ്മൾക്ക് അറിയുന്നതിൻ്റെ മുകളിൽ പടുത്തുയർത്താൻ പറ്റൂ. പഞ്ഞിക്കട്ട വെച്ചിട്ട് ബിൽഡിംഗ് പഠിക്കാൻ പറ്റില്ല. സമൂഹം എന്ന് വെച്ചാൽ അറിയണ ആൾക്കാർ കഴിവ് ഒക്കെ വെച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ ഉള്ളത് കുറച്ചാണ് ചാല് തുടങ്ങുക. രണ്ടാമത്തെ ചാൻസ് ഫേവേഴ്സ് ദ പ്രിപ്പയർഡ് മൈൻഡ്. പിന്നെന്താണ് ഇപ്പൊ പറഞ്ഞത്? ഇതെന്താണ്? Pursuit of excellence is based on what you have and what you know. അറിവ് ഉള്ളതിൻ്റെ മുള്ള. ഞാൻ ഇപ്പൊ വന്നത് ഇവര് വിളിച്ചിട്ട് എനിക്ക് ജോലി കിട്ടിയത് അതെ, സാധനങ്ങളൊക്കെ അങ്ങനെയാണ്. നമുക്കുള്ള ആൾക്കാരുടെ മുകളിലാണ് നമുക്ക് പടുത്തുയർത്താൻ പറ്റും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലാത്ത സാധനത്തിന്റെ മുകളിൽ നമുക്ക് പടുത്തുയർത്താൻ പറ്റും. അപ്പൊ ഈ രണ്ടാമത്തെ. മൂന്നാമത്തെ എന്താണ് എൻ്റെ തിയറി? എക്സ്പ്ലോർ, റിസോൾവ്, പ്രയോറിറ്റൈസ്. ഒരു സാധനത്തിനെ നമുക്ക് എന്തെങ്കിലും, ഇപ്പൊ അച്ഛൻ ചാവാൻ കിടക്കാണ്, മരുന്ന് വാങ്ങണം, പുതിയ സിനിമ മോഹൻലാലിനെ ഇറങ്ങിയിട്ടുണ്ട്, പിന്നെ നമുക്ക് അവിടെ പോയാൽ കവലയിൽ പോയാൽ ബോണ്ടിയും ബിരിയാണിയും തിന്നാം. അപ്പോൾ നമ്മൾ ഏതാദ്യം ചെയ്യാം? ബോണ്ടിയും ബിരിയാണി തിന്നില്ലേ? ഇല്ലല്ലോ. പ്രയോറിറ്റൈസേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ആ പ്രയോറിറ്റൈസേഷൻ നിങ്ങൾക്ക് ഈ 3 ഫിലോസഫീസ്, എക്സ്പ്ലോർ, റിസോൾവ്, പ്രയോറിറ്റൈസ്, ചാൻസ് ഫേവേഴ്സ് ദ പ്രിപ്പയർഡ് മൈൻഡ്, pursuit of excellence is based on what you have and what you know. ഈ പ്രയോറിറ്റൈസേഷൻ, ആ പ്രയോറിറ്റൈസേഷൻ്റെ ഞാൻ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു സ്പീക്കറിൻ്റെ ഒരു സാധനമാണ് കണ്ടത്. ഒരു ജഗ്ഗില് കുറച്ച് 2-3 വലിയ കല്ലിട്ടു. ആ കല്ല് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, പിന്നെ നടന്നില്ലത്, ഇനി ഇതിലെന്തെങ്കിലും ഇടാൻ പറ്റും? അപ്പോൾ അയാൾ എന്ത് ചെയ്തു? കുറച്ച് ചെറിയ ചെറിയ കല്ലുകൾ ഇട്ടു, പിന്നെ മണലിട്ടു, പിന്നെ വെള്ളം ഇട്ടു. അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിനെ താരതമ്യപ്പെടുത്തു. നിങ്ങൾക്ക് ഇപ്പോൾ ഈ സാധനം ലൈഫിനെ ജനിച്ചു മരിക്കും, ഉറപ്പ്. സമയം, സ്പേസ്, മാസ് ഒക്കെ ലിമിറ്റേഷൻ ഉണ്ട്. നിങ്ങൾക്ക് അധികം കളിക്കാൻ പറ്റില്ല. ആനയെ പോലെ എത്ര തൂക്കാൻ നമുക്ക് വിചാരിക്കാം. ചില കുട്ടികൾ പറയും, നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ട് ഇത്ര ചെയ്യാൻ പറ്റും, ഇനിയും പറ്റും. അല്ല, എല്ലാത്തിനും പരിമിതിയുണ്ട്. ആ പരിമിതികളിൽ ആദ്യം നിങ്ങളുടെ വലിയ കല്ല് ആദ്യം ഇടണമെന്നാണ് പ്രയോറിറ്റൈസ് ചെയ്യണം. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസ്, ഈ ടാർഗറ്റ്സ്, ഓക്കെ, അൾട്ടിമേറ്റ്ലി എന്താ, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? യു ഹാവ് ടു ഡു വാട്ട് യു ലൈക്ക് ആൻഡ് ലൈക്ക് വാട്ട് യു ഡു. നമുക്ക് ചെയ്യുന്ന കാര്യം ഇഷ്ടപ്പെടണം, ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്യണം. എന്നിട്ട് സമൂഹമായി നമ്മളെ അംഗീകരിക്കണം. നമ്മളൊക്കെ സമൂഹ ജീവികളാണ്. ആ സമൂഹത്തിൽ ഫിറ്റാവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്.
കേട്ടോ. അപ്പൊ പ്രിപ്പയർ ചെയ്യാം ഈ ഫിലോസഫീസും ഈ ഐഡിയാസും. നിങ്ങൾക്ക് വളരെ നല്ലൊരു കാര്യമാണ്. നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല ജോലി കിട്ടാനുള്ള സാധ്യത ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറഞ്ഞു വരികയാണ് ഇപ്പോൾ. പറയുമ്പോൾ വിഷമമുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഈ ഫോണും പിന്നെ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഈ എല്ലാവരും ഈ കുടുംബവും ഒക്കെ വളർത്തിയിട്ട് ഇങ്ങനത്തെ ഓരോ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ 2 തലമുറകളായിട്ട് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ പ്രൊക്രിയേഷനും റിക്രിയേഷനും ഡിസ്കണക്റ്റായി. അത് സമൂഹത്തിനെ വല്ലാതെ അധികം ബാധിക്കുന്നു. അത് കാരണം നമ്മൾക്ക് ഉണ്ടാകുന്ന ഗ്യാരണ്ടീസൊക്കെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം കുട്ടികൾ. ഞാൻ ഈ പറയുന്ന കാര്യത്തിനേക്കാൾ ഈ മുർബോണും ഇതിനെക്കാട്ടേക്കാളും വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഞാൻ ഇപ്പം പറഞ്ഞത്. ആ കറണ്ട് പോയി പറഞ്ഞ് തുടങ്ങി. ഇനി നമുക്ക് തിരിച്ചു വരാം. ഒരു ഇൻ്റർവെല്ല് പോലെ അത് കരുതിയാണ് കേട്ടോ. പക്ഷെ അതാണ് മെയിൻ മെസ്സേജ് ഉണ്ടായത്. ഇൻസ്പിറേഷൻ ചെയ്യാനാ പറഞ്ഞത്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ മോട്ടോ എന്താണെന്നറിയോ? ടു ആസ്പയർ ആൻഡ് ടു ഇൻസ്പയർ. ഓക്കെ. 6 അടി മണ്ണിൻ്റെ അടിയിൽ കിടക്കുമ്പോഴേ ആഗ്രഹങ്ങൾ കാണിക്കാൻ പറ്റില്ല. മൂക്കിലൂടെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒന്ന് വെച്ചുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ജീവിക്കുമ്പോഴേ ചെയ്യാൻ പറ്റില്ല. അത് നല്ലോണം പ്രിപ്പയർ ചെയ്യുക. ജീവിതം അത്യാവശ്യം സമയമുണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് മുർബോണിൻ്റെ സിദ്ധാന്തത്തിൻ്റെ എന്ത് വെച്ച് ഇത് വർക്ക് ചെയ്തില്ല. ഇതും വർക്ക് ചെയ്യില്ല. അപ്പോൾ മാനെ എന്നോട് സംസാരിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടോ? അതൊന്ന് റെഡി ആവുന്നതിന് വരെ ഇതുവരെ പറഞ്ഞതിൽ മുർബോണും ഇപ്പൊ ഒരു ചോദ്യം ആർക്കെന്തായാലും നിങ്ങൾ ചോദിക്കാം. 15 മിനിറ്റിലാണ് ഇനി ഇത് തീരാൻ പോകുന്നത്. എന്നിട്ട് പിന്നെ ഇന്ററാക്ഷൻ ആണ്. ബാക്കി മുഴുവനും കിടക്കാണ്. അയ്യോ അപ്പൊ ഇനി പെട്ടെന്നാണ് കേട്ടോ. അപ്പോൾ ഈ സിദ്ധാന്ത പ്രകാരം പവറിങ്ങും ഹോമിയോസ്റ്റാസിസും വേറെ രീതിയിലാണ്. ഓക്സിജൻ വന്നിട്ട് ഇങ്ങനെ ഈ ചാർജുകൾ ഉണ്ടാക്കുന്നു, റാഡിക്കൽസും ഇന്ററാക്ഷൻ ഒക്കെ ഉണ്ടാകുന്നു. ഇത് കാരണം ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഉണ്ടാകുന്നു, കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഉണ്ടാകുന്നു, ADP ഫാസ്ഫേറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു, ATP ഉണ്ടാകും. ഇതാണ്. പ്രോട്ടോൺ പമ്പ് ഒന്നുമില്ല. ഈ കറങ്ങി ഉണ്ടാക്കുന്ന ഒരു പരിപാടിയില്ല. റോട്ടറി ഒന്നും ഒരു സാധനം നിങ്ങൾ ഒരു സാധനം റോട്ടറി ഉണ്ടാക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കും. നാച്ചുറലി അസംബിൾ ചെയ്യാൻ ഒരു റോട്ടറി സാധനം എവിടെ നടക്കുമോ ഒരു മോളിക്യൂളൊക്കെ. പിന്നെ സോഡിയം എങ്ങനെ ഉള്ളിൽ കമ്മിയും പൊട്ടാഷ്യം എങ്ങനെ അധികം എന്ന് പറഞ്ഞാൽ ഈ റെസ്പിറേഷൻ നടക്കുമ്പോൾ ഓക്സിജൻ സെൻറ്റേർഡ് ആനിയൻസ്, കാർബോക്സൈലേറ്റ്സ്, ഫോസ്ഫേറ്റ്സ് അതൊക്കെ പൊട്ടാഷ്യത്തിൻ്റെ കൂടെയാണ് കോസോൾവേറ്റ് അധികമാകും. സോഡിയത്തിൻ്റെ കൂടെ അത് തെർമോഡൈനാമിക് റീസൺ. ഈ മെക്കാനിക്കലായിട്ട് കാണേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എക്സോർപ്ഷൻ പ്രോട്ടീനൊക്കെ അധികം പൊട്ടാഷ്യത്തിനെ വഹിക്കും. അതുകൊണ്ടാണ് പൊട്ടാഷ്യം വഹിക്കുന്നത്. പിന്നെ അപ്പോൾ ഈ മുർബോൺ സിദ്ധാന്തം ഒരു അടിസ്ഥാനപരമായ സിദ്ധാന്തമാണ്. ഇതിൽ നിന്നാണ് സെൻട്രൽ ഗവൺമെന്റ് ആയത് സെൽസ് ഒക്കെ ഉണ്ടാകാനുള്ള കാരണം. ഇത് ഷോർട്ട് ടേം നമ്മൾ ചെറിയ ആക്ടിവിറ്റീസിലൊക്കെ സ്റ്റോക്കാസ്റ്റിക് പ്രിൻസിപ്പിളാണ്. ഇത് ഈ മോളിക്കുലർ ലെവലിൽ ഇങ്ങനെയാണ്. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരു സിസ്റ്റമിക് ലെവലിൽ എങ്ങനെ ഒരു കോശം ഒരു എഞ്ചിനെ പോലെയാണെന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഫ്യൂവലും നമ്മുടെ ഓക്സിജൻ കൊടുക്കുകയാണെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ ചാർജ് ഉണ്ടാവുന്നു, ചൂടുണ്ടാവുന്നു, അതിൽ സമ്മർദ്ദം ഉണ്ടാവുന്നു, പ്രഷർ ഉണ്ടാവുന്നു, വെള്ളം ഉണ്ടാവുന്നു. വെള്ളം പുറത്തേക്ക് പോകുമ്പോൾ ആ വേസ്റ്റുകളൊക്കെ കൊണ്ടുപോകും. ഇത് വളരെ സിമ്പിളായിട്ട് ഒരു കെമിക്കൽ എഞ്ചിനെ പോലെ പ്രവർത്തിക്കും. ഇതിൽ വല്ലാതെ ഇന്റലിജൻസ് ഒന്നും വേണ്ട. മുർബോൺ സിദ്ധാന്തം നിങ്ങൾ ഉൾക്കൊള്ളുകയാണ്. അത് പ്രവർത്തിക്കാൻ പമ്പ്സ് വേണ്ട, വയറിങ് വേണ്ട, ഇങ്ങനത്തെ ഒരു സാധനം വേണ്ട. ഈ റാൻഡംലി ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോട്ടീൻസ് ഇൻ എ ഫ്ലൂയിഡിക് സിസ്റ്റം യു ക്യാൻ എക്സ്പ്ലെയിൻ ദിസ്. അപ്പോൾ ഈ ജീവജാലങ്ങളുടെ കാഴ്ചപ്പാട് ഇപ്പോൾ ഒരു ഓർക്കസ്ട്ര ക്ലാസിക്കൽ ഓരോ പ്രോട്ടീനിനും ഓരോ സ്ഥലത്തിനും ഒരു സെറ്റ് പീസ് കൊടുത്തിരിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങൾ കളിക്കണം, ഈ സമയത്ത് ഫ്ലൂട്ട് വായിക്കണം എന്ന് പറഞ്ഞ മാതിരി ഈ ഒരു ഓർക്കസ്ട്ര. നേരെ തിരിച്ചാൽ മതി ജാസ് ഇല്ലെന്ന് വെച്ചാൽ നമ്മുടെ കച്ചേരി ഉണ്ട്. ആ മനോധർമ്മം വരുന്ന സമയത്ത് ആ വയലിനും അവരൊക്കെ ഇങ്ങനെ സ്വരങ്ങൾ ഇങ്ങനെ പാടും. അതൊന്നും സെറ്റ് പീസല്ല. അവർക്കിങ്ങനെ മനസ്സിൽ വരും എന്ന് പറഞ്ഞിട്ട് ആ രാഗത്തിന് അനുസരിച്ച് പാടും. അങ്ങനെയാണ് ഈ ജാസ് ബാൻഡ്. ഇവർക്കൊക്കെ അവർ ചേർന്നിട്ട് എല്ലാവരും ആ കോശങ്ങളുടെ എല്ലാതും അങ്ങനെ മുമ്പ് തന്നെ എല്ലാതും കോർഡിനേറ്റ് ചെയ്തിട്ടാണെന്നല്ല ചെയ്യും. അപ്പൊ ആ കോശങ്ങളുടെ പ്രവൃത്തി ഇങ്ങനത്തെ കാഴ്ചപ്പാടിന് ഇങ്ങനത്തെ കാഴ്ചപ്പാടിലേക്ക്. ഇതുകൊണ്ടാണ് ഈ മുർബോണാണ് ഇനിയിപ്പോ എന്തുകൊണ്ടാണ് മെംബ്രെയിൻ ലിപ്പിഡ് ആയത്. ലിപ്പിഡ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിൽ ഓക്സിജൻ അധികം സോളിബിൾ ആണ്, അതിലധികം റിയാക്റ്റീവ് ഗ്രൂപ്പ്സ് ഇല്ല. അത് കാരണമാണ് മുർബോൺ കാരണമാണ്. ഇപ്പൊ നമുക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം. ന്യൂക്ലിക് ആസിഡ്സിൽ എന്തുകൊണ്ടാണ് റൈബോ ഷുഗർ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അധികം വേണം. റാഡിക്കൽസ് ഹൈഡ്രോക്സിൽ റാഡിക്കൽ അറ്റാക്ക് ചെയ്താൽ ആ ബേസിസിനെ സേഫ് ഗാർഡ് ചെയ്യുക.
ഓരോ മോളിക്യൂൾസിനെയും നമുക്ക് റോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്സിജൻ എന്തുകൊണ്ട് ഓക്സിജൻ ഇപ്പം ഉണ്ടായ കാരണം ഓക്സിജൻ -400 to +800 മില്ലി വോൾട്ടിന്റെ ആ ഫുൾ റിഡോക്സ് പൊട്ടൻഷ്യൽ റേഞ്ചിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇത് മുമ്പ് ഒരു മിഥനോജനിക് ഓർഗാനിസം അനറോബിക് കാണിച്ചാൽ വളരെ ചെറിയ പിണ്ടോലേ പറ്റും. അപ്പൊ ഇത് സെല്ലുലാർ സ്ട്രക്ചേഴ്സും എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട്, എല്ലാത്തിനും എക്സ്പ്ലെയിൻ ചെയ്യും. ഇനിയിപ്പോ നമ്മളെ ജീവജാലങ്ങളെ എങ്ങനെ കാണുന്നത്? റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് മോശമല്ല. അടുക്കളയിൽ നമ്മൾ കത്തി കണ്ട ആ കത്തി നമുക്ക് ഉപയോഗിക്കാനുള്ള ഗ്ലൗസും ഉണ്ട്, കട്ടിങ് ബോർഡ് ഉണ്ട്, വെക്കാനുള്ള റാക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ കത്തി ഉപയോഗിക്കാൻ പാടില്ല എന്നാണോ അത് കത്തി ഉപയോഗിക്കാൻ വേണ്ടതായിട്ടാണോ കാണുക? കത്തി ഉപയോഗിക്കാനല്ലേ. അപ്പൊ അതേപോലെ തന്നെ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിനെ മോഡുലേറ്റ് ചെയ്യാനും കൺവേർട്ട് ചെയ്യാനുള്ള എൻസൈംസ് കോശങ്ങൾ കണ്ടപ്പോൾ ബയോളജിസ്റ്റ് എന്ന് വിചാരിച്ചു റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് മോശമാണെന്ന് വിചാരിച്ചു. അല്ല, അതിനെ ഉപയോഗിക്കാനും ഏതായാലും അമിതമായാലാണ് വിഷം കേട്ടോ. അപ്പോ ഈ സാധനമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മുടെ ജീവിതം എന്താണ്? ഒരു തിരിനാളത്തിനെ എണ്ണയിൽ മുക്കിയിട്ട് അതിനെ കത്തിച്ച എന്താവും? ആദ്യം എന്താ കത്തുക? എണ്ണ, പിന്നെ തിരി കത്തും. അതാണ് നമുക്ക് സംഭവിക്കുന്നത്. നമ്മുടെ ഉള്ളില് കത്തലാണ് സംഭവിക്കുന്നത്, ബേണിങ്. അത് കാരണമാണ് നമ്മള് വയസ്സാവുന്നതും മരിക്കുന്നത്. മനസ്സിലാവുണ്ടോ? ആ ബേണിങ്ങിന്റെ അടിസ്ഥാനപരമായ പ്രക്രിയ. അപ്പോ ഇനി മുതൽ കോശങ്ങളുടെ പ്രവൃത്തി ഇങ്ങനെ കാണും. ഇതൊക്കെ തുടങ്ങിയത് അമേരിക്കയിൽ ഒരു അപ്പൂപ്പന്റെ ഒരു ലോവൽ ഹേഗർ എന്നുള്ള ഒരു ലാബിൽ ഒരു ഫംഗൽ എൻസൈംസ് വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. നിങ്ങളൊക്കെ ഇപ്പോൾ ലോകത്തിലേക്ക് പോകാൻ പോവാണ്, PG പ്രോജക്റ്റ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യും. നിങ്ങൾ ഓരോ സ്ഥലത്തേക്ക് പോകും, അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഓരോ പ്രോജക്റ്റ് കിട്ടും. ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവും, ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് കിട്ടുന്ന പ്രോജക്റ്റ് വയ്ക്കും. അങ്ങനെ ഒരു വഴിയിൽ തുടങ്ങിയതാണ് ഞാൻ. അവിടുന്ന് അദ്ദേഹത്തിന്റെ ലാബിൽ ഇരുന്നിട്ട് അദ്ദേഹത്തിനെ തന്നെ 40 വർഷത്തിന്റെ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളെ ഞാൻ അദ്ദേഹത്തിന്റെ കാശ് കണ്ടിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തിനെ എതിർത്തു. ഓക്കെ, അപ്പോ അദ്ദേഹം തങ്കമായ ഒരു മനുഷ്യനായതുകൊണ്ട് എൻ്റെ ആ ക്യൂരിയോസിറ്റി അദ്ദേഹം അപ്രീഷിയേറ്റ് ചെയ്യും. നിങ്ങളൊക്കെ മാഷന്മാരും കുട്ടികളുടെ അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അടുത്ത് കുട്ടികൾ തർക്കിക്കുകയാണെന്ന് വെച്ചാൽ ആ തർക്കങ്ങളെ നിങ്ങൾ എൻ്റർടൈൻ ചെയ്യും. ഓക്കെ, പിന്നെ മാഷന്മാർക്ക് എൻ്റെ 10 മിനിറ്റിന് മുമ്പ് ഉള്ള വേറൊരു മെസ്സേജ്, ബിലീവ് ഇൻ ദ പവർ ഓഫ് സജഷൻ. നരസിംഹ സാർ എൻ്റെ അടുത്ത് അത് പറഞ്ഞത് പൊട്ടിയത് കുറച്ച് കാലം കഴിഞ്ഞാണെന്ന് വെച്ചാൽ നിങ്ങൾ പറയണതിനൊക്കെ പ്രസക്തിയുണ്ട്. നമ്മൾ വിചാരിക്കും, ചില സമയത്ത് വിചാരിക്കും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ മനുഷ്യരാശിയിൽ 2 ഇമ്പോർട്ടൻറ്റ് സൈക്കോളജിക്കൽ എക്സ്പെരിമെന്റ്സ് ഉണ്ട്. സ്റ്റാൻലി മിൽഗ്രാം എക്സ്പെരിമെന്റ് പറ്റുന്ന നിങ്ങൾ വായിച്ചു. സ്റ്റാൻലി മിൽഗ്രാം എക്സ്പെരിമെന്റ്, സ്റ്റാൻഫോർഡ് പ്രിസൺ എക്സ്പെരിമെന്റ്. ഈ സ്റ്റാൻലി മിൽഗ്രാം എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ പവർ ഓഫ് സജഷൻ ആണ്. സ്റ്റാൻഫോർഡ് പ്രിസൺ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനുള്ള മനുഷ്യരാശിയുടെ കഴിവിനെ കുറിച്ച്. നമുക്ക് എന്ത് വേണിച്ചാൽ വിശ്വസിക്കാം. വിശ്വാസങ്ങൾ നമ്മളെ രക്ഷിക്കുന്നു എന്ന് പറയുന്ന മാതിരിയാണ്, അത് സത്യമാണ്. നമ്മൾ എന്ത് വിശ്വാസം, നമ്മൾ വിചാരിക്കുന്നത് ഇതൊന്നും ചെയ്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. നമ്മുടെ ജീവിതം ആർക്കും ഒരു ഗുണം ഉണ്ടാവില്ല, നമ്മൾ വെറുതെ നശിച്ചു പോകും, അത്രേ ഉള്ളൂ. പക്ഷെ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഈ അപ്പൂപ്പൻ കാരണം ഞാൻ ആ ഒരു ഖോഖോ കബഡിയൊക്കെ കളിച്ചിട്ടുണ്ടാവുന്നിട്ട് അതിന്ന് ഞാൻ എന്ത് ചെയ്തു, ഫുട്ബോളിലേക്ക് വന്നു. അതേപോലെയുള്ള ഓട്ടം ഫുട്ബോളിലേക്ക് വന്നു. ഫുട്ബോളിൽ നമുക്ക് കുറേ കൂടി ആൾക്കാർ കാണും, കുറച്ചും കൂടി കാശുണ്ട്, പ്രസക്തി പോയി. ഞാൻ അതിൽ എന്തൊക്കെ പഠിച്ചു അതിൽ വേറെ വന്നിട്ട് പിന്നെ നെക്സ്റ്റ് അപ്ലൈ ചെയ്ത് ഡ്രഗ് മെറ്റബോളിസമാണ്. ഡ്രഗ് മെറ്റബോളിസം നമ്മുടെ കരൾ, ഈ കരളിലാണ് നമ്മൾ കഴിക്കുന്ന എല്ലാ സാധനങ്ങളും ഡ്രഗ്സ്. ഈ പെയിന്റ് പോയാൽ അതെങ്ങനെ പുറത്തേക്ക് തള്ളണം ഇല്ല. നിങ്ങളൊരു മരുന്നിന്റെ ഒരു ആസ്പിരിന്റെ ഗുളിക എത്രയാണ്? ഒരു 10 ആസ്പിരിൻ കഴിഞ്ഞാൽ പിന്നെ മുരളി പ്ലസ് ആസ്പിരിൻ ആവും, പുറത്തേക്ക് പോകണ്ടേ അത്. പിന്നെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡിനൊക്കെ മെറ്റബോളൈസ് ചെയ്യാൻ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടിയേസസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് ലിവറിൽ അത്. അപ്പൊ ഈ നിങ്ങൾ കാണുന്ന ഈ ചോര റെഡിഷ് ബ്രൗൺ, ഇത് മസിൽ പിങ്കായ മയോഗ്ലോബിൻ, ഇതിന്റെ ഒക്കെ ഫംഗ്ഷൻ മുർഗോണാണ് കേട്ടോ. അപ്പൊ ഈ ഡ്രഗ് എഫിക്കസി എങ്ങനെയാണ്? ഇത് ഇങ്ങോട്ടിട്ട് പെട്ടെന്ന് പോവാ. ഈ 10 മിനിറ്റിൽ 10-20 സ്ലൈഡ് പോകും, ക്ഷമിക്കണം. അപ്പൊ ഈ ഇതിൽ 2-3 പ്രോട്ടീൻ ചേർന്നിട്ട് ആ ഡ്രഗ്സിനെ മെറ്റബോളൈസ് ചെയ്ത് പുറത്ത് കളയാന്നാണ് ഉണ്ടായത്. അതിലൊരു സിമ്പിൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ചെറിയൊരു എക്സ്പെരിമെന്റ് ഞാൻ ചെയ്തു നോക്കി.
ഈ സബ്സ്ട്രേറ്റ് ഇവിടെ ബൈൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഓക്സിജൻ പെറോക്സൈഡ് ആവുള്ളൂ എന്നുള്ള ഒരു തിയറി ഉണ്ടായിരുന്നു. ഞാനൊരു സിമ്പിൾ എക്സ്പെരിമെന്റ് ചെയ്തു. ആ സബ്സ്ട്രേറ്റ് കൊടുക്കാതെ തന്നെ പെറോക്സൈഡ് ഉണ്ടാവുള്ളൂ. മറ്റുള്ളവർ പറഞ്ഞത് അങ്ങനെ അന്ധമായി സ്വീകരിക്കുന്നതിന് മുമ്പേ ഞാനൊരു ചെറിയൊരു എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പോയിട്ട് എൻ്റെ പ്രൊഫസറിൻ്റെ അടുത്ത് പറഞ്ഞു, വാഷിങ്ടൺ സ്റ്റേറ്റിൽ. ഞാൻ പറഞ്ഞു, മറ്റേ അപ്പൂപ്പൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞപ്പോൾ അപ്പൂപ്പൻ മാറി. പക്ഷെ 6-7 വർഷം എടുത്തു അർബാന ഷാമ്പയിൻ. ഈ പ്രൊഫസറുടെ അടുത്ത് പോയി, എന്താ നീ പറയണേ, ഇങ്ങനെയൊക്കെ പെട്ടെന്ന് മാറ്റാൻ പറ്റുമോ? ഏത് ചെയ്തു എന്നെ പുറത്ത് അയാൾ ലാബിൽ നിന്ന് പുറത്താക്കി. വേറെ ഒരു സ്ഥലത്തേക്ക് പോയി. അയാൾ ഇവിടെ ഇതേ മേഖലയിൽ തന്നെ പറയും. അയാൾ എൻ്റെ പുറത്തേക്ക് പോകുന്നു. ഞാൻ അവിടെ നിന്നും പുറത്തു പോയി. പിന്നെ നാട്ടിലേക്ക് വന്നിട്ട് ഇവിടുന്ന് എല്ലാം തുടങ്ങിയിട്ട് എൻ്റെ കുട്ടികളെ എൻ്റെ ലാബിൽ വെച്ചിട്ടാണ് ഇതൊക്കെ നിരൂപിക്കാൻ എടുത്തത്. അപ്പൊ ഇതിലൊക്കെ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ 2 സാധനം പ്രോട്ടീൻ ചേർന്നിട്ടൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെറിയ എക്സ്പെരിമെന്റ് കാണിച്ചു. ആ ഡയാലിസിസ് മെമ്പറൈൻ വെച്ചിട്ട് 2 പ്രോട്ടീൻസിനെ സെപ്പറേറ്റ് ചെയ്തു. അപ്പോഴും ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. അങ്ങനെ ചില മോളിക്യൂൾ വെറും സിമ്പിൾ റിഡക്ഷൻ സിസ്റ്റത്തിൽ ഈ കോൺസെൻട്രേഷന്റെ എഫക്റ്റ്, ഈ വൈറ്റമിൻ സി അതിന് മുകളിൽ ഒരു ഫാറ്റി അസൈൻ ഡിറൈവേഷൻ, ആ ഫാറ്റി അസൈൻ ഗ്രൂപ്പ് കാരണം ഒരു റിയാക്ഷൻ വരുന്നില്ല. പക്ഷെ അതിന്റെ പ്രസൻസ് കാരണം റിയാക്ഷന്റെ പ്രൊഫൈൽ കംപ്ലീറ്റ്ലി മാറും. അപ്പൊ ഏതൊക്കെ എവിടെ ഉണ്ട് അതൊക്കെ ബാധിക്കുന്നുണ്ടെന്നാണ്. ഈ ഡ്രഗ്, ഈ മൾട്ടിപ്പിൾ ഡ്രഗ്സ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ നോൺ സ്റ്റീറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്, സിൽഡനാസിൽ, വയഗ്ര പോലുള്ള ഡ്രഗ്, ഇതിനൊക്കെ മെറ്റബോളൈസ് ചെയ്യുന്ന ഒരു സിമ്പിൾ സിപ്റ്റോസിനാൻ പോലെയുള്ള സാധനം. അതെങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാം? ഇവിടെ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് അവിടെ ഇവിടെ സ്റ്റേബിലൈസ് ആവുന്ന അയാളുടെ മുകളിൽ, എന്നിട്ട് അവിടെ ഇവിടെ ഒട്ടിക്ക് നടക്കുന്ന അവിടേക്ക് ഇങ്ങനെ വരും. മുമ്പ് എങ്ങനെ ഇവിടുന്ന് ഈ മോളിക്യൂളൊക്കെ ഉള്ളിൽ പോയിട്ട് റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അല്ല. ഇപ്പൊ നമുക്ക് ഈ ഇങ്ങനത്തെ ഒരു സിദ്ധാന്തം ഉണ്ടായ കാരണം നമുക്ക് ചൈനീസ്, ഇന്ത്യൻ, ഇപ്പൊ നമുക്ക് ആ പഴം കഴിക്കരുത്, ആ പഴം ചൂടാണ് എന്ന് പറയും. അതൊക്കെ നമുക്ക് ഇപ്പൊ വ്യാഖ്യാനിക്കാം. ചെറിയ അമൗണ്ട് ഉണ്ടായാൽ നമുക്ക് ചൂട് കൂടുതലുണ്ടാകും. പിന്നെ ചൈനീസ് അക്യുപങ്ചർ, അക്യുപ്രഷർ, ഇവിടെ തൊട്ടാ ഇവിടുത്തെ വേദന പോകും. അത് ഇപ്പോഴത്തെ തിയറി പറ്റില്ല. പിന്നെ ചില മോളിക്യൂൾ ഡൈല്യൂഷൻ ആയ എങ്ങനെ എഫക്ട് ചെയ്യാം അതൊക്കെ പറയാം. റെസ്പിറേഷൻ, ഈ റെസ്പിറേഷനിൽ എങ്ങനെ ATP ഉണ്ടാക്കുന്നത്, എങ്ങനെ ഈ കോംപ്ലക്സസ് ഒക്കെ ഓക്സിജൻ എടുത്ത് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ഉണ്ടാക്കുന്നു. ആ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ATP സിമ്പിൾ ആയിട്ടുള്ള റിയാക്ഷൻ ATP ഉണ്ടാവും. എല്ലാ എവിഡൻസും എന്റെ സിദ്ധാന്തത്തിനാണ് സപ്പോർട്ടാണ്. റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ഉണ്ടാകുമ്പോഴാണ് ATP ഉള്ളൂ. ഈ പ്രോട്ടീൻസിനൊക്കെ ആ കുട്ടി ഒന്നും നുള്ളിക്കൊള്ളും. അപ്പോ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ഉണ്ടാവുമ്പോൾ ഇത് ഞാൻ എക്സ്പെരിമെന്റിൽ ചെയ്തു. ADP ഫോസ്ഫേറ്റും സൂപ്പർ ഓക്സൈഡ് ഇട്ടപ്പോൾ ATP ഉണ്ടാവും. അപ്പൊ മുമ്പ് എങ്ങനെ ATP പ്ലസ് ഫോസ്ഫേറ്റ് ADP പ്ലസ് ഫോസ്ഫേറ്റ് ATP അതിന് ഹൈഡ്രലൈസ് ചെയ്താൽ ഇതേ ഒരേ റിയാക്ഷൻ ആയി. ഇപ്പൊ വേറെ റിയാക്ഷനിലാണ് സിന്തസിസ് ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രോട്ടീന്റെ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു? ഇവിടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട്, ഇവിടെ പ്രോട്ടോൺ പമ്പിംഗ് എന്നൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ എങ്ങനെയാവുക? ഇത് മൈക്രോ സെക്കൻഡ് ഡിസ്കണക്റ്റഡ് ആണ്, ഇതൊന്നും നടക്കില്ല. അവരുടെ സിദ്ധാന്തത്തിന്റെ ഈക്വേഷൻ ഫ്രീ എനർജി ചേഞ്ച് പോസിറ്റീവ് ആണ്, എന്റെ റിയാക്ഷൻ നെഗറ്റീവ് ആണ്. ഭയങ്കര ഹൈലി ഫെസൈൽ. അവരുടെ സിദ്ധാന്തങ്ങളൊക്കെ കംപ്ലീറ്റ് തെറ്റാണ്. നിങ്ങൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ തെറ്റാണ്. ഇതിനെക്കുറിച്ച് ഓക്സിജന്റെ റോൾ എന്താണ്? കംപ്ലീറ്റ് തെറ്റാണ്. ഓക്കെ, ഇതൊക്കെ വളരെ പിന്നെ ചൂട് എങ്ങനെ ഉണ്ടാക്കണം? ഇത് സയൻസിൽ പബ്ലിഷ് ആയതാണ് എന്റെ ലെറ്റർ. അത് 2 മാസം ഇട്ടിട്ട് പിന്നെ അവർ യൂണിലാറ്ററലി എടുത്തു കളഞ്ഞു. എങ്ങനെ? ഞാൻ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു ലൈസീനും മാർജിനും ഉണ്ടാവും. അതാണ് ഈ റിയാക്റ്റീവ് ഓക്സിജൻ. ഇതിന്റെയൊക്കെ എനർജി നോക്കും. സാധാരണ നിങ്ങൾ കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്ത് നോക്കും, 30, 25 അത്രേ ഫ്രീ എനർജി ഉണ്ടാവുള്ളൂ. ഇതിന്റെയൊക്കെ എനർജി നോക്കും. ഈ സാധനങ്ങളാണ് ഫണ്ടമെന്റലി ഡ്രൈവ് ചെയ്യണം. എവിടുന്നെങ്കിലും തള്ളു വന്നാലേ ആ റിയാക്ഷൻ കൂടുള്ളൂ. സയനൈഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ തിയറിയുടെ പ്രൂഫാണ് സയനൈഡ്. അതായത് സയനൈഡ് കിട്ടിയ അറ്റമിന് തട്ടിപ്പോണം. 2.5% ബ്ലഡ് സ്മോക്കറിന്റെ സയനൈഡിനെക്കാട്ടിലും അറ്റ്ലീസ്റ്റ് 1,000,000 ടൈംസ് സ്ട്രോങ്ങർ ലൈഗൻഡ് ആണ് കാർബൺ മോണോക്സൈഡ്. എനിക്ക് കെമിസ്ട്രിയിലോ കാർബൺ മോണോക്സൈഡ് ഒരു സ്മോക്കറിന്റെ ബ്ലഡിൽ 10%. സയനൈഡിനെക്കാട്ടിലും ഇവിടെ പോയിട്ട് ഒട്ടണം എന്ന് പറഞ്ഞിട്ട് ആ ഒട്ടിയിട്ട് ഓക്സിജൻ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ആൾക്കാർ തരുന്നത്. പക്ഷെ നമ്മള് ഒരു സയനൈഡ് എടുക്കണം. നമ്മുടെ അടുത്ത് ഈ പ്രോട്ടീന് മൈറ്റോകോൺഡ്രിയയില് 100 തവണ 1000 തവണ അധികമുണ്ട്. അത് പോയിട്ട് 100% എഫിഷ്യൻസിയിൽ ബൈൻഡ് ചെയ്താലും 999 ബാക്കിയാണ്. അപ്പൊ നമുക്ക് ഒരു എഫക്റ്റും കാണാൻ പറ്റില്ല.
ആ ആന ഇവിടുന്ന് അങ്ങോട്ട് പോകണ ആന കുത്തി നിറയ്ക്കാന്ന് പറഞ്ഞ ഒരു ബൈൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവസാനം കാണുന്ന വെച്ചാൽ അത് കാരണമല്ല. എന്റെ സിദ്ധാന്ത പ്രകാരം ഈ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിനെ ഈ സയനൈഡിനെ കാറ്റലിറ്റിക്കലി കൺവേർട്ട് ചെയ്യണം. സ്റ്റോയിക്കോമെട്രിക് അല്ല, കാറ്റലിറ്റിക് വർക്കാണ്. അപ്പൊ ആ റിയാക്ഷന്റെ ഈൽഡ് എന്താ -275 kJ/mol. ഓക്സിജൻ സൂപ്പർ ഓക്സൈഡിന്റെ ഇക്വിലിബ്രിയത്തിന് എന്താ -250 ആണ്. അപ്പൊ ഇത് നടക്കുമ്പോൾ ആ സാധനം ഉണ്ടാവില്ല. ഓക്സിജൻ നമുക്ക് എന്തിനാ വേണ്ടത്? ഈ സാധനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഈ റാഡിക്കൽസിന് വേണ്ടിയിട്ടാണ്. അത് ഇതിലൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് അതിന്റെ മാത്തമെറ്റിക്കൽ ആസ്പെക്ട്സ് ഒക്കെ KM-നെക്കാട്ടിലും KD-യെക്കാട്ടിലും വലുതാവും. പക്ഷെ ഇതില് നേരെ തിരിച്ചാൽ പറ്റാം. ഫോട്ടോസിന്തസിസ് നിങ്ങളുടെ ബോട്ടണിയിൽ ഇതിപ്പോ 5 മിനിറ്റ് ഞാൻ ഫിനിഷ് ചെയ്യും. ഇത് എന്താണ്? Z-സ്കീം എമർസൺ എക്സ്പെരിമെന്റ്. ആദ്യം 680 നാനോമീറ്ററിൽ ചാർജ് ചെയ്തു. അപ്പോൾ നമുക്ക് കുറച്ച് ഓക്സിജൻ കിട്ടി. പിന്നെ 700 ചെയ്തു, കുറച്ച് കിട്ടി. രണ്ടും ചേർന്ന് 2 വേവലെങ്ത്തിൽ ചെയ്യുന്നപ്പോൾ ഈ 2 എണ്ണത്തിനും ചേർത്തതിനെക്കാട്ടും ആദ്യം അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അതിനെ സീരീസ് ആയി കണക്ട് ചെയ്തിട്ട് Z-സ്കീം ഉണ്ട്. പക്ഷെ ഒരു ചെറിയൊരു കാര്യം, 10ാം ക്ലാസ്സിന് കെമിസ്ട്രി ഇലക്ട്രിക്കൽ അവയർനെസ് വെച്ച് നോക്കിയാൽ 2 റെസിസ്റ്റൻസിനെ സീരീസിൽ കണക്ട് ചെയ്താൽ അതിന്റെ റെസിസ്റ്റൻസ് കൂടുക ചെയ്യാ കുറയുക ചെയ്യാ? അല്ല, സീരീസിൽ കണക്ട് ചെയ്താൽ റെസിസ്റ്റൻസ് കൂടും, കണ്ടക്ടൻസ് നമുക്ക് കൂടണം. നമുക്ക് അധികം ഓക്സിജൻ കിട്ടണമെച്ചാൽ കണ്ടക്ടൻസ് കൂടണം. അപ്പൊ എങ്ങനെ ചെയ്യാൻ പറ്റുക? നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള ട്രാഫിക് കൂട്ടണം. ഒരു വഴി നീട്ടുള്ള വഴി ഉണ്ടാക്കണോ 2 പാരലൽ വഴി ഉണ്ടാക്കണോ നല്ലത്? 2-3 പാരലൽ വഴി. ഞാൻ എങ്ങനെ അങ്ങനെ വരിക? അല്ല കുഴപ്പമില്ല, എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം. തെറ്റാണ് വെച്ചാലും അത് കുഴപ്പമില്ല. അപ്പൊ ട്രാഫിക് എന്ന് പറഞ്ഞാൽ ജാമല്ല കൂട്ടുക. ട്രാഫിക് കൂട്ടുക എന്ന് പറഞ്ഞാൽ ട്രാഫിക്കിന്റെ വാക്ക് കൂട്ടുക എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടം കൂട്ടി ഇങ്ങനെ സംസാരിക്കണം. വെരി ഗുഡ്. ഞാൻ വിളിച്ചോ തർക്കിക്കാതെ പിന്നെ എന്ത് ശാസ്ത്രം? അപ്പൊ ഇത് തെറ്റാണ്. പിന്നെ അതിന്റെ എനർജറ്റിക്സ് ഒക്കെ നോക്കിയാൽ ഒക്കെ തെറ്റാണ്. ആ 4 ഫോട്ടോണും 4 680 ലിങ്ക് ഒക്കെ നോക്കുക, അതിന് എത്ര എനർജി ഉണ്ട് അത് നോക്കുകയാണെന്ന് വെച്ചാൽ അവരുടെ ഈക്വേഷൻ പ്രകാരം ഒരിക്കലും നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. പിന്നെ ഈ ക്ലോറോഫിലും ഈ ലൈറ്റ് റിയാക്ഷന്റെ കോമ്പണൻസ് ഒക്കെ റാൻഡംലി സ്കാറ്റേർഡ് ആണ്. ഒന്നും കൃത്യമായിട്ട് ഇവിടെ വെച്ചാൽ ഇങ്ങനെ ഒന്നല്ല, ഒരു റാൻഡം പ്രൊസീജിയറാണ്. ഈ എക്സൈറ്റഡ് അവിടെ ഹോപ്പ് ചെയ്യും, അതൊക്കെ പറഞ്ഞ് വെറും പെട്ടതാണ്. ആ സ്ട്രക്ചറൊക്കെ നോക്കുകയാണെന്ന് വിചാരിച്ചാൽ കംപ്ലീറ്റ്ലി പോറസ് ആണ്. ഒക്കെ റിയാക്റ്റീവ് സ്പീഷീസിന്റെ ഡിഫ്യൂഷനും അതിലൊക്കെ ഗിയർഡാണ്. അതിലൊക്കെ ADP ബൈൻഡിങ് സൈറ്റ്സ് ഉണ്ട്. ഇങ്ങനെയാണ് ADP ഉണ്ടാക്കുന്നത്. ഇതിൽ ഇലക്ട്രോൺസ് ഇടാനും ഫോട്ടോ സിസ്റ്റം 1 എടുക്കാനും ഒക്കെ മൾട്ടിപ്പിൾ മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ ഒരു സ്പെസിഫിക് സാധനമല്ല. ഈ ഇതില് എന്താ പ്ലാസ്റ്റോസയാനിനെ കംപ്ലീറ്റ്ലി നോക്കൗട്ട് ചെയ്തു അറൗണ്ട് ഓഫ് സെൽസിൽ. ആ ഒരു ഘടകം ഒരു സ്റ്റേഷൻ ഇല്ല, എന്നാലും ഫോട്ടോസിന്തസിസ് നടക്കണം. അപ്പോൾ Z-സ്കീം ഗോവിന്ദ എന്നാണെന്ന് 1990s തന്നെ അറിഞ്ഞു. പക്ഷെ നിങ്ങൾ പാവങ്ങൾ, നിങ്ങളെ ഇപ്പോഴും പഠിപ്പിക്കും. എന്താ ചെയ്യാ? ഒരു രക്ഷയില്ല. അപ്പൊ മുർബൺ മെക്കാനിസം ഇങ്ങനെ അത് എല്ലാവർക്കും മുർബൺ കോൺസെപ്റ്റിനെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. മുർബൺ മോഡൽസ് ഉണ്ട്, ഓരോ പ്രക്രിയയ്ക്കും മുർബൺ മോഡൽസ് ഉണ്ട്. ഇതാണ് മുർബൺ മോഡൽസ്, ഇതാണ് ബൈമോളിക്കുലർ റിയാക്ഷൻ സ്കീം. ഇങ്ങനെ ഒരു ഫോട്ടോസിന്റെ ഒരു NADPH ഒരു മോളിക്യൂൾ ഉണ്ടാക്കാൻ 100 കണക്കിന് റിയാക്ഷൻ സ്റ്റെപ്പാണ്. NADPH ഉണ്ടാക്കുന്നത് ആദ്യം ഇവിടുന്ന് പോകണം, ഇവിടുന്ന് അങ്ങോട്ട് പോകണം, ഇവിടുന്ന് അങ്ങനെ 100 കണക്കിന് സ്റ്റെപ്പ്. ഇതില് വളരെ സിമ്പിൾ ആയിട്ട് ഒക്കെ ബൈമോളിക്കുലർ റിയാക്ഷൻ. പ്രകൃതിയിലേ അങ്ങനെ നടക്കില്ല. അപ്പോ ഇതിന്റെ സിദ്ധാന്തങ്ങള് മുമ്പേ എക്സ്പെരിമെന്റ് ഒക്കെ ജഗണ്ട് ഓഫ് എക്സ്പെരിമെന്റ് ഒക്കെ കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? എന്താ പറയുന്നത്? വിഷൻ, ഈ കാഴ്ച, കണ്ണ്, ഈ റെറ്റീനയില് റോഡ്സ് ആൻഡ് കോൺസ് ഏറ്റവും ഡിസ്റ്റൽ പാർട്ടിലാണ്. ഇത് 400 മൈക്രോൺ തിക്കാണ്. ഒരു 400 നാനോമീറ്റർ ഫോട്ടോ ഇടണം. ഇത് 2 കൂടി മിനിറ്റ് പോണം. എന്നാൽ ശരി, ഞാൻ ഒരു 5 മിനിറ്റ് ശരി. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി എടുക്കും. എന്നിട്ട് ഇത് 400 മൈക്രോൺ 400 നാനോമീറ്ററിന്റെ ഒരു ഫോട്ടോൺ വീഴാണ്. എത്രത്തോളം അധികമുണ്ട്? 400 നാനോമീറ്റേഴ്സ് തിക്നെസ്സിനെക്കാളും എത്രത്തോളം അധികമുണ്ട്? വേവ് ലെങ്ത് 400 നാനോമീറ്റർ ആണ് ഫോട്ടോണിന്റെ വേവ് ലെങ്ത്. പാത്ത് ലെങ്ത് ഇത് കണ്ണ്, ഈ റെറ്റീനയുടെ തിക്നെസ് ആണ് ഇവിടെ കാണിക്കുന്നത്.
അത് ഇത്രത്തോളം ലെയർ ഉണ്ട്, സോറി ഇത്രത്തോളം ലെയർ ഡൈനാമിക് ലെയേഴ്സ് ആണ്. ചോര പോകുന്നു, ബ്ലഡ് സെൽസ് പോകുന്നു. അപ്പൊ എത്രത്തോളം അധികമാണ്? 400 നാനോമീറ്റർ, 400 മൈക്രോൺ. ഈ കണക്കൊക്കെ അറിയണം. എത്രയാണ്? 1 മൈക്രോൺ, 1 നാനോമീറ്റർ. കൺവേർഷൻ എത്ര? അപ്പോ 1000 തവണ. അപ്പോ ഇത്രയും ഡിസ്റ്റൻസ്, ഇത്രയും ചെറിയൊരു വേവ് ലെങ്ത്തിന്റെ ഫോട്ടോൺ വരുമ്പോ അവിടെ എത്തുമ്പോഴേക്കും എന്താവും? സ്കാറ്റർ ആവും. ഡൈനാമിക് സിസ്റ്റം. ഇപ്പൊ ഇവിടുന്ന് ഒരു ഫോട്ടോൺ എൻ്റെ അടുത്ത് ഒരു തവണ വരികയാണെന്ന് വെച്ചാൽ മറ്റേ അതിപ്പോ കണ്ണിന്റെ ഒരു ഭാഗത്തേക്ക് പോയി, മറ്റേ ഒരു തവണ ഇവിടുന്ന് തന്നെ വരുമ്പോൾ വേറെ ഒരു ഭാഗത്തേക്ക് പോയി. ആ ഇമേജ് എങ്ങനെയെങ്കിലും പ്രോസസ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് വിഷന്റെ. ഇതിന് നേരെ തിരിച്ചാൽ അതിൽ ഓക്സിജൻ ഒരു ഡയറക്റ്റ് റോൾ ഇല്ല. ഈ പുതിയ വിഷന്റെ റോളിൽ ഓക്സിജൻ ഡയറക്റ്റ്ലി ഇൻവോൾവ് ആണ്. റെറ്റിനോൾ ഒരു കാരറ്റിനോയിഡ് ആണ്. കാരറ്റിനോയിഡിന്റെ കെമിസ്ട്രിയാണിത്. ഈ റെറ്റിനോയിഡ് തന്നെ ഫോട്ടോസിന്തസിസ് ഉള്ളത് കാരറ്റിനോയിഡ്സ്. അത് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സസിലും അതാണ്. അവിടെയും റിയാക്റ്റീവ് സ്പീഷീസ് ഉണ്ടാക്കാണ്, ഇവിടെയും റിയാക്റ്റീവ് സ്പീഷീസ് ഉണ്ടാക്കാണ്. കെമിസ്ട്രി സിമ്പിൾ ആണ്. എല്ലാ പാൻ സിസ്റ്റമിക് കെമിസ്ട്രി ഈസ് കൺസേർവ്. കുട്ടി ഫോൺ നോക്കണം. അപ്പൊ പുതിയ ഞാൻ പ്രെഡിക്റ്റ് ചെയ്തു അതിൽ ഈ ട്രാൻസ്ഡ്യൂസി എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഫോട്ടോണിന്റെ സിഗ്നല് എങ്ങനെയാണ് ഒരു ഇലക്ട്രിക്കൽ സിഗ്നലായി മാറ്റുന്നത്. ഈ പ്രോട്ടീനൊന്നും അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഒരു ഇത്ര വലിയൊരു ചക്ക പോലെ ഒരു സാധനം അവിടെ തൂങ്ങി കിടന്നു. അതിന് എന്താ റോൾ? ഒരു ഐഡിയ ഇല്ല. അതേപോലെ തന്നെ ഈ ഫോട്ടോസിന്തസിസിലും ഈ പ്രോട്ടീൻ്റെ ഒക്കെ ഈ ലോബ്സിനൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നു. ഒരു റോളും ഇല്ല. അതിനൊക്കെ ATP ബൈൻഡിങ് സൈറ്റ്സ് ഉണ്ടെന്ന് കാണിച്ചു. അപ്പൊ ATP ഉണ്ടാക്കാനാണത്. ഇതില് ഈ സാധനം, ഇതിന്റെ സിഗ്നൽ GTP മുഖേനയാണ് സിഗ്നൽ. അപ്പൊ അവിടെ GTPയും GDP റിലീസ് ചെയ്തിട്ട് GTP അതൊക്കെ സിഗ്നലിംഗ് പാത്വേസ് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കും. പിന്നെ ഇലക്ട്രോഫിസിയോളജി. ഞാൻ വരുന്നതിന്റെ മുമ്പ് 2 തിയറി ഉണ്ടായിരുന്നു. ഇതാണ് മെയിൻ മെംബ്രെയിൻ പമ്പ് തിയറി. ഇതിനാണ് മൾട്ടിപ്പിൾ നോവൽ കിട്ടിയത്. അതിലെന്താ പമ്പ് ചെയ്യണമെന്നാണ്. വേറെ ചില ശാസ്ത്രജ്ഞന്മാര് അതിനെ എതിർത്തിരുന്നു. അവർ പറഞ്ഞത് അഡ്സോർപ്ഷൻ അസോസിയേഷൻ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മുർബൺ പറഞ്ഞിട്ട് ഈ ഓക്സിജൻ കാരണം ഇവിടെ പൊട്ടാഷ്യം അധികം കൂടുതലാണ് പറഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ട് അവരുടെ തെർമോഡൈനാമിക്സ് നോക്കൂ. സോഡിയത്തിന്റെ -2.1 ആണ്, പൊട്ടാഷ്യം +19.3 ആണ്. അതിന്റെ സോളിബിലിറ്റി നോക്കൂ. സോഡിയം, പൊട്ടാഷ്യം, കാർബണേറ്റും അസറ്റേറ്റും ഫോസ്ഫേറ്റും ഒക്കെ വളരെ ഡിഫറെന്റ് ആണ്. അവർ ക്ലോറൈഡ് മാത്രമേ കമ്പയർ ചെയ്തുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ വളരെ സിമ്പിൾ എക്സ്പ്ലനേഷൻസ് ഉണ്ട്. എന്റെ തിയറി പ്രകാരം ഓക്സിജൻ ആണ് കാരണം എന്ന് പറഞ്ഞാൽ അതിനെ എക്സ്പെരിമെന്റിൽ എന്റെ ജാപ്പനീസ് കൊലാബറേറ്റർ കാണിച്ചു കൊടുത്തു. ഇപ്പൊ ആ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലിന്റെ ഈക്വേഷൻ, മുർബൺ ഈക്വേഷൻ ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ എക്സ്പ്ലെയിൻ 150 മില്ലിമോളാർ സോഡിയം പൊട്ടാഷ്യം വെച്ചിട്ട് ഒരിക്കലും പറ്റില്ല. ആ -100 മില്ലിവോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരണം വെച്ചാൽ 1000 തവണ ഡിഫറൻസ് ഉണ്ടാവണം സോഡിയം പൊട്ടാഷ്യം. ഉള്ളിലും 150 മില്ലിമോളാറാണ്, പുറത്തും 150 ആണ്. പിന്നെ എന്തുകൂട്ടുന്ന ഒരു ഡിഫറൻസും അതുകൊണ്ട് വരില്ല. ഓക്സിജൻ കാരണമാണ് അത് വരുന്നത്. അപ്പൊ അത് കാണിച്ചു കൊടുക്കും. പിന്നെ അതർ എക്സാമ്പിൾ എപ്പോൾ കഴിയുക LDH ലാക്ടേറ്റ്. നമ്മൾ അധ്വാനിക്കുമ്പോൾ നിങ്ങൾ ജിമ്മിൽ പോയി ഓടുകയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് എനറോബിക് നമ്മുടെ മസിലിലൊക്കെ ഇങ്ങനെ ഒരു സോർനെസ് വരില്ല. ആ സോർനെസ് എന്താ? ലാക്റ്റിക് ആസിഡ് ഡെപ്പോസിഷനാണ്. അത് കോറി സൈക്കിൾ എന്ന് പറഞ്ഞാൽ അതിന് നോവൽ കിട്ടില്ല. ലിവറിൽ പോയിട്ട് ഇങ്ങനെ സെറ്റിൽ ചെയ്ത് വരും. അപ്പൊ എന്താ പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയോ? ലിവറിൽ ഒരു കോശത്തില് ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ് എന്നുള്ള സാധനം മസിലിനെക്കാട്ടിലും 4-5 ഇരട്ടി കുറവാ. ഇത് എന്തിനാണ് ലിവറിലേക്ക് പോകുന്നത്? എല്ലാ സാധനവും ഇങ്ങനെ പോകണം. ഇന്ന് ഫോർവേഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ അതിൽ നടക്കിച്ച അങ്ങനെയല്ല. ഇതിൽ ഞാൻ കാണിച്ചു കൊടുത്തു. ഈ റിയാക്ഷന്റെ ഫ്രീ എനർജി ഈൽഡ് ലാക്ടേറ്റ് ഉണ്ടാക്കാനുള്ള റിയാക്ഷൻ കാണിച്ചാൽ -476 ആണ്. ഇതിനെ തിരിച്ചടിക്കാനായി ഭയങ്കര പാടാണ്. കല്ല് മുകളിൽ ഉന്തി തള്ളി കയറ്റുന്ന പോലെ. അത് കരളിൽ പോകുമ്പോൾ അവിടെ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ഉണ്ടാകുമ്പോൾ അത് വേറെ രീതിയിൽ വേറെ റിയാക്ഷൻ മുഖേനയാണ് അതിനെ തിരിച്ചടിക്കുന്നത്. മനസ്സിലാവണം? അപ്പൊ ഇത് നമ്മുടെ കരൾ. എന്തിനാണ് നമ്മുടെ ഹീമോഗ്ലോബിൻ ടെട്രാമർ 2 ആൽഫ ചെയിൻ 2 ബീറ്റാമർ എന്തുകൊണ്ടാണ്? അതെന്താ കാരണം? ആ കോശം റെഡ് ബ്ലഡ് സെൽ ഇത്രയും കാലം എങ്ങനെ ഉണ്ടാകുന്നത് വെച്ചാൽ ആ ബീറ്റാമറില് ഇങ്ങനെ ഓട്ടയുണ്ട്. ഈ ഓട്ടയുടെ ഉള്ളിൽ നിന്ന് ഓക്സിജൻ അയൺ 3 സൂപ്പർ ഓക്സൈഡ് ആൻഡ് അയൺ 2 ഓക്സിജൻ. അയൺ 2 ഓക്സിജൻ വിടും. ആ ഓക്സിജൻ മറ്റേ കോശങ്ങൾ വിടും. ചില സമയത്ത് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ
അയൺ 3 ആയിട്ട് സൂപ്പർ ഓക്സൈഡ് റിലീസ് ചെയ്യും. ആ സൂപ്പർ ഓക്സൈഡ് റിലീസ് ചെയ്യുമ്പോൾ ഫോസ്ഫേറ്റിനെ അറ്റാക്ക് ചെയ്തിട്ട് ADP തൊട്ടടുത്ത് തന്നെ ആ ടെട്രാമറിൽ ബൈൻഡിങ് സൈറ്റ് ചെയ്യും. അപ്പോൾ ഹീമോഗ്ലോബിൻ എന്താണ് ആക്ച്വലി ചെയ്യുന്നത് ലോകത്ത് പറഞ്ഞത്, എന്തുകൊണ്ടാണ് ടെട്രാമറിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞത്, എങ്ങനെയാണ് റെഡ് ബ്ലഡ് സെൽ ഇത്രയും കാലം ജീവിക്കുന്നത്, അതിന്റെ മെക്കാനിസം. പിന്നെ ബാക്ടീരിയ എങ്ങനെയാ, ഫ്ലാജല എങ്ങനെയാ മൂവ് ചെയ്യുക, ഇപ്പൊ ഇങ്ങനെ വട്ടം കറക്കിയിട്ടാണെന്ന്. അത് ഏതോ വെള്ളക്കാരൻ കാൽടെക്കിൽ ഏതോ മനുഷ്യൻ പറഞ്ഞു അത് ലെഫ്റ്റ് ഹാൻഡ് സ്ക്രൂ ആണ്, ലെഫ്റ്റ് ഹാൻഡ് സ്ക്രൂ ക്ലോക്ക് വൈസ് പോയിട്ട് കൗണ്ടർ ക്ലോക്ക് വൈസ് പോയാൽ അത് ഇങ്ങനെ പുഷ് ചെയ്യുന്നു. നിങ്ങൾ എടുത്തു നോക്കൂ, ഒരു ലെഫ്റ്റ് ഹാൻഡ് സ്ക്രൂ എടുത്തിട്ട് കൗണ്ടർ ക്ലോക്ക് വൈസ് അടിച്ചിട്ട് പുഷ് ചെയ്യാൻ പറ്റുമോ നോക്കൂ, പറ്റില്ല, പുള്ളേ ചെയ്യും. ഇത് ഏതൊരു 10ാം ക്ലാസ്സിലുള്ള ഏതൊരു മനുഷ്യനും ചെയ്യാൻ പറ്റും. ഈ ലാക്ടേറ്റ് ഡീഹൈഡ്രജനേസ് എല്ലാ സാധനവും വായിക്കുമ്പോൾ അത് നമുക്ക് അറിയുന്ന സാധനത്തോട് എങ്ങനെ അത് ഇരുത്തുവോ. നമ്മൾ ഒരു ചെറിയൊരു സാധനം ഒരു സൂചി വേണം വെച്ചിട്ട് അതിന് മുകളിൽ ഒരു ആനയെ നിർത്താന്ന് പറഞ്ഞാൽ നിൽക്കില്ല, ആനയുടെ മുകളിൽ സൂചി നിൽക്കും. അപ്പൊ ഈ സാധനങ്ങളൊക്കെ സിമ്പിൾ കാര്യം. എന്റെ ഇതിലെങ്ങനെ വെള്ളം പുറത്തേക്ക് തള്ളുകയാണ് ഉള്ളിൽ നിന്ന്, അപ്പൊ ആ സാധനം കറങ്ങണമായി തോന്നുന്നുണ്ട്. അത് വീഡിയോ ഉണ്ട്, അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് എക്സ്പെരിമെന്റലി ഡെമോൺസ്ട്രേറ്റ് ചെയ്ത വീഡിയോസ് ഉണ്ട്. പക്ഷെ അതിലേക്ക് കണ്ടില്ല എന്ന് വെച്ചിട്ട് ആൾക്കാർ വരും. പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് മാട്രിക്സ്, എങ്ങനെ ഒരു മൈറ്റോകോൺഡ്രിയ ഇവിടെ വെച്ചിട്ട് ഒരു വിത്ത് ഇവിടെ വെച്ചിട്ട് വേറൊരു സ്ഥലത്ത് ഒരു വിത്ത് വെച്ച് കണക്ഷൻ ഇല്ല, പക്ഷെ ഈ വിത്തിന് ഈ മൈറ്റോകോൺഡ്രിയക്ക് മറ്റേ മൈറ്റോകോൺഡ്രിയ എടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതെങ്ങനെ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ മാട്രിക്സ് കാരണം ഹൈ എനർജി റിലീസ് ചെയ്യുമ്പോൾ ആ റേഡിയേറ്റീവ് കമ്മ്യൂണിക്കേഷൻ കൂടി ചെയ്യും. പിന്നെ നമ്മുടെ സസ്യങ്ങളുടെ ലിഗ്നോസെല്ലുലോസിസ്, ഓർഗാനിക് ഹാലോജനിക്സ്, ഇതിൻ്റെ ഒക്കെ കൺവേർഷൻ ഒക്കെ നടക്കുന്നത് ഈ മുർബൺ സിദ്ധാന്തം പ്രകാരം. പിന്നെ ബയോഡൈവേഴ്സിറ്റി, ഈ ഒരേ ജനറ്റിക് മെറ്റീരിയലിലെ 2 ട്വിൻസും കൂടി വ്യത്യാസമായിട്ട് കാരണം ഈ മുർബൺ കാരണം. പിന്നെ ഇതുവരെ ഉണ്ടായിരുന്നത് ഞാൻ കൊണ്ടുവന്നത് ഇത്ര ഞാൻ ചെയ്തു പറഞ്ഞത് അതൊക്കെ ശരിയാണ്, സംഭവം കുറേ ഒക്കെ ശരിയാണ്. പക്ഷെ എന്നെ സഹായിച്ച ഇതാണ് എൻ്റെ അപ്പൂപ്പൻ ലോകലേഖൻ, മുത്താണ് കേട്ടോ. അങ്ങനത്തെ മനുഷ്യന്മാര് അദ്ദേഹം ഇല്ല ഇപ്പൊ ലോകത്തിൽ. 2014 അദ്ദേഹം മരിച്ചു. പക്ഷേ ഞാൻ ഇപ്പോഴും അദ്ദേഹത്തിന്റെ പേര് ഞാൻ എവിടെ പോകുന്നു പറഞ്ഞു പോയി. ഇത് ജോർജ് ചാൾഡക്കവ്. ഇപ്പോ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ വർഷം പേരക്കുട്ടി മരിച്ചു, 20 വയസ്സിൽ ആത്മഹത്യ ചെയ്തു. ഒരു ഡിസംബർ 20-ാം തീയതി ആത്മഹത്യ ചെയ്തു. 20 വയസ്സേ ഉണ്ടാക്കുന്നു. ഇയാളുടെ ജീവനായിരുന്നു. പക്ഷെ ഇപ്പോഴും അയാള് ശുഭാപ്തി വിടാതെ രാവിലെ എണീക്കും. ഇപ്പോഴും ഞാൻ ഇപ്പോൾ ഒരു പേപ്പർ കമ്മ്യൂണിറ്റി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പേപ്പറാണ്, ബയോമെഡിക്കൽ റിവ്യൂസിലേക്കാണ് ഞാൻ അയച്ചത്. അത് അതിന് സ്കോപ്പസ് ഇൻഡെക്സ് ഇല്ല, ഇമ്പാക്ട് ഫാക്ടർ ഇല്ല, Q1 അല്ല, കുന്തല്ല. പക്ഷേ എൻ്റെ ഈ സിദ്ധാന്തങ്ങൾ അദ്ദേഹമാണ് ആദ്യം 2017 പബ്ലിഷ് ചെയ്തത്. അത് പബ്ലിഷ് ചെയ്തോടെ ആ ജേർണലിൻ്റെ സ്കോപ്പസ് ഇൻഡെക്സിൽ പോയി, പബ്മെഡിൻ്റെ സാധനം പോയി. എന്ന് വെച്ചാൽ നോബൽ സാധനങ്ങളൊക്കെയാണ് അവർ പൊളിറ്റിക്കലി സാധനങ്ങൾ അങ്ങനെ ചെയ്തു. പറയണത് എന്താണെന്ന് വിചാരിച്ചാൽ കൂടുതലുള്ള ചില ആൾക്കാർ കൂടെ നിൽക്കണം എന്ന് വിചാരിച്ചാൽ, കാഴ്ചപ്പാടുള്ള കുറേ ആൾക്കാരെന്ന് വിചാരിച്ചാൽ മനുഷ്യന്മാർക്ക് കുറെ പുതുമകളൊക്കെ അങ്ങനെ വരും. ഇതാണ് ജോർജ് ചാൾഡർ, ഇതാണ് സ്റ്റാനിസ്ലാവ്. ഇദ്ദേഹം മൂലമാണ് ഞാൻ ഇദ്ദേഹത്തിനെ പരിചയപ്പെട്ടു. ഇദ്ദേഹം എന്നെ കുറേ സഹായിച്ചിട്ടുണ്ട്. ഡ്രഗ് മെറ്റബോളിസത്തിന്റെ ആദ്യമായിട്ട് എൻ്റെ തിയറി പുറത്തേക്ക് വരുന്നത് ഇദ്ദേഹം കാരണമാണ്. ഫ്രണ്ടിയേഴ്സ് ഇൻ ഫാർമക്കോളജിയിൽ ഇദ്ദേഹം ഒരു റിവ്യൂവർ ആയിരുന്നു. അദ്ദേഹം കണ്ടിട്ട് എൻ്റെ തിയറി പണ്ടാരം ഭയങ്കര സാധനമാണെന്ന് പറഞ്ഞു. ഞാൻ ഇത്രയും കാലം അതൊക്കെ തെറ്റിദ്ധരിച്ചു ഒക്കെ അയാൾ തുറന്ന മനസ്സുള്ള മനുഷ്യനാണ്. അദ്ദേഹം കാരണമാണ് ഞാൻ ഇത്രയും ലെവലിലെത്തിയത്. അദ്ദേഹം കൂടെ വന്നിട്ട് 2017 ചേർന്നു. ഞങ്ങൾ കൂടെ ചേർന്നിട്ട് ഒരു വർക്കും ചെയ്തില്ല. പക്ഷെ അദ്ദേഹം വന്നതിൻ്റെ കാരണം എൻ്റെ റിസർച്ച് കൊന്നു പോയി. പുറത്തുനിന്ന് ഒരു ആള് യേശുവിനെ ഇപ്പോൾ ബാപ്റ്റൈസ് ചെയ്ത് ജോണാണ്. അങ്ങനെ ഒരാൾ രാജാക്കൾ ഉണ്ടാക്കാൻ വേണം, നിങ്ങൾ കണ്ടുപിടിച്ചാൽ നിങ്ങൾ പുറത്തുള്ള ആൾക്കാർ വേണം. ഇത് സോമൻ സാറാണ് എനിക്ക് ജോലി തന്നത്, അറിയാലോ, നിങ്ങൾക്കറിയാലോ അല്ലേ? സോമൻ സാറാണ്. ഇത് സ്വദേശി സയൻസ് കോൺഗ്രസിൻ്റെ വിജ്ഞാൻ ഭാരതിയുടെ ആൾക്കാരാണ്. ഇത് ക്യുസാറ്റിലെ നമ്പൂരി സാറാണ്. ഇദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു. പിന്നെ ഇപ്പം ഞാൻ ബൾഗേറിയയിലേക്ക് പോകുന്നുണ്ട് മാർച്ചിൽ, അവരുടെ കോൺഫറൻസിൽ ഫുള്ളി അവർ വരുന്നുണ്ട്. ഇത് നിക്കോളായ് ബഴിൻ, എൻ്റെ റഷ്യൻ അക്കാഡമി ഓഫ് സയൻസസിൻ്റെ എൻ്റെ കൊലാബറേറ്ററാണ്. ഇത് ഹീറോ ഇസ തമാഗവ, ഇദ്ദേഹം വരുന്നുണ്ട് ഈ മാർച്ചിൽ. ഇത് ലോറൻ ജേക്കബിൻ്റെ ബെൽജിയത്തിലെ എൻ്റെ കൊലാബറേറ്ററാണ്. ഇദ്ദേഹം നോബൽ കോളേജിൻ്റെ സ്റ്റുഡൻ്റാണ്. യാങ് യു ചൈനീസ് അക്കാഡമി ഓഫ് സയൻസസിൻ്റെ ഒരു ശാസ്ത്രജ്ഞനാണ്. പിന്നെ ഇത് ഡാനിയൽ എൻ്റെ ശിഷ്യനാണ്. ഈ 2 പേര് PhD ശിഷ്യനാണ്. ഇപ്പം എൻ്റെ ശിഷ്യനായി ചേർന്നത്. അഫ്സൽ നമ്മുടെ വല്ലപ്പുഴക്കാരനാണ്. അവപ്പോൾ
ഒമാനിലെ പ്രൊഫസറാണ്, ഇവരും എൻ്റെ ശിഷ്യനാണ് IIT കോളേജിൽ. ഇതാണ് എൻ്റെ കോർഡിനേറ്റ്സ്. എന്നിട്ട് നമ്മൾ ശാസ്ത്രം ചെയ്യാൻ ഇറങ്ങുമ്പോൾ എപ്പോഴും കുട്ടികളെ തുറന്ന മനസ്സോടൊപ്പം ഒരു കുട്ടികളുടെ കൗതുകം ഉണ്ടാവും. നമ്മൾ ഒരു എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല, കൗതുകം എപ്പോഴും വെക്കണം. അതെ, അവർക്കാണ് ശാസ്ത്രം ചെയ്യാൻ പറ്റും. എക്സ്പ്ലോർ എപ്പോഴും ചെയ്യാനുള്ള സത്യത്തിനെ തേടുന്നതാണ് ശാസ്ത്രം. ഇതുവരെ ഞാൻ IISc പോയിട്ട് പ്രസംഗിച്ചു, പിന്നെ IIT ബോംബെയിൽ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തു, അതേപോലെ അമൃതയിലും വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തു. എൻ്റെ ചാനലുണ്ട്, എൻ്റെ വർക്കുകളൊക്കെ അവിടെ കാണാം. ഇതാണ് ഡിഫറെൻറ്റ് ഫീൽഡ്സിന് എൻ്റെ പേപ്പേഴ്സ് കവർ പേജസിൽ വന്നിട്ടുണ്ട്, ബുക്ക് കവേഴ്സ് വന്നിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്സിൽ വന്നിട്ടുണ്ട്. മെഡിക്കൽ കെമിസ്ട്രിയിലൊക്കെ എൻ്റെ വർക്ക് അധികം സൈറ്റ് ചെയ്യപ്പെടുന്നത് ഞാൻ ചാനൽ ആ പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സും കെമിയോ ഓസ്മോസിസിൻ്റെ ഒക്കെ 2017 എൻ്റെ പേപ്പർ പബ്ലിഷ് ആയതിനു ശേഷം അതിൻ്റെ പബ്മെഡിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ആ സൈറ്റേഷൻസ് ഒക്കെ കുറഞ്ഞു. ആ സാധനം തെറ്റാണെന്ന് വന്നു കഴിഞ്ഞല്ലോ, ആൾക്കാർക്ക് അറിഞ്ഞു, പക്ഷെ അംഗീകരിച്ചില്ല വെച്ചാലും അവർ അതിൻ്റെ പിന്നാലെ പോകുന്നു. പിന്നെ ഈ വർഷം ഒരു ചൈനീസ് പേപ്പർ സെൽ സ്ട്രെസ് എന്ന് പറഞ്ഞൊരു പേപ്പർ മുർബോണിൻ്റെ 18 പേപ്പറാണ് സൈറ്റ് ഫുൾ. ലാസ്റ്റ് ഒരു 10-20 പേജ് മുർബോണിൻ്റെ മാത്രമാണ് അവർ ചർച്ച ചെയ്തത്. പിന്നെ ഇതാ വേറെ മുർബോൺ മോഡലിനെ കുറിച്ചിട്ട് വേറെ ഒരു ചൈനീസ്. ഈ അമേരിക്കക്കാരും ഇംഗ്ലണ്ടുകാരും ഇപ്പം എന്താ നടന്നെന്ന് നോക്കുക. ഒരു കുന്തവും ചെയ്യാത്ത അവരായിട്ട് വെനിസ്വേലയെ പോയി അറ്റാക്ക് ചെയ്യാം, മനസ്സിലാവുണ്ടോ? ഇറാഖിനെ അറ്റാക്ക് ചെയ്തു. നമ്മുടെ താല്പര്യം നമുക്ക് പൊക്കി പിടിക്കണച്ചാൽ അവർ പറയണ വെള്ളക്കാർ പറയണ പൊട്ടത്തരാണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റി പിടിക്കണച്ചാൽ അത് നിങ്ങളുടെ സൗകര്യം. പിന്നെ ഇപ്പൊ പതുക്കെ നമ്മുടെ പറഞ്ഞിട്ടുണ്ട് ഫൈനൽ മെസ്സേജസ് എന്താണ്? നമ്മുടെ കോശങ്ങൾ കമ്പഷൻ ചേമ്പർ പോലെ, അതാണ് ഫൈനൽ ഡ്രൈവ് തരുന്നത്. ഓക്കെ, ഈ ശാന്തി അഗ്നോഡിയത്ത് നമ്മൾ ദഹനം എന്നാണ് പറയുന്നത്. നമ്മുടെ ജീർണിക്കുന്ന പ്രക്രിയയെ ദഹനം എന്ന് പറഞ്ഞാൽ എന്താ? കത്തിക്കുക. എങ്ങനെയാ വാക്ക് വന്ന്? നമ്മുടെ കേരളത്തിൽ നിന്ന് പോയതാണ് ഈ കാൽക്കുലസും കുന്നവും കുടച്ചക്കറും ഒക്കെ. മാധവ സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് കേട്ടിട്ടുണ്ടോ? യൂറോപ്പില് 17-ാം നൂറ്റാണ്ടിൽ വരുന്ന സാധനം 2 നൂറ്റാണ്ട് മുമ്പേ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അത് അന്വേഷിച്ചു പോകാൻ താല്പര്യം വെച്ചാൽ കാണാം. ഓക്കെ, സോ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ മുർബൺ ഉണ്ടാക്കുന്നതാണ് കെമിക്കൽ ഇലക്ട്രോ മാഗ്നറ്റിക് മാട്രിക്സ്. അതാണ് പവറിങ്ങും കോഹറൻസ്. കോഹറൻസ് എന്ന് പറഞ്ഞാൽ ഒരു കോശം ഇവിടെ ഒരു സാധനം നടക്കുമ്പോൾ അവിടെ ഇറങ്ങും, എല്ലാം ഒരു ഘടകമായിട്ട് എങ്ങനെ ഇരിക്കുന്നു അത്. പിന്നെ ഹീറ്റ് എങ്ങനെ ഉണ്ടാവണം, എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അടിത്തറ അതാണ് സെൽ തിയറിയുടെയും ഇതും കാറ്റലിസിസിന്റെ അടിത്തറയാണ്. അപ്പോൾ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഒരു ഈ നിങ്ങൾ ഡോക്ടർ ജെക്കിൽ ആൻഡ് മിസ്റ്റർ ഹൈഡ് എന്ന് പറഞ്ഞ പണ്ടൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബാറ്റ്മാൻ്റെ കോമിക്സ് 2 ഫേസ് സ്കാർ ഫേസ് എന്നൊക്കെ പറയും. അതുപോലെ നല്ല ഗുണങ്ങളുണ്ട്, മോശമായ ഗുണങ്ങളുണ്ട്. അപ്പോൾ ഓർഡറും തരും, കെയോസും തരും. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ നിങ്ങളുടെ ഏതാണ്? ഈ റിയാക്ഷൻ. ആ റിയാക്ഷന് ഫ്രീ എനർജി ചെയ്യാൻ പറ്റുക. ഇതാണ് എൻ്റെ ശാസ്ത്രീയ പ്രസംഗം. ഇവിടെ കഴിഞ്ഞു. പക്ഷേ എനിക്ക് നിങ്ങളുടെ കൂടെ ഇൻട്രാക്ഷൻ, കുറേ മെസ്സേജസ്, ഇൻസ്പിറേഷൻ ഇപ്പോഴും ഇത് ആയിട്ടില്ല. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ എന്നാലും ഇനി നിങ്ങൾക്ക് എന്നോട് ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ ലഞ്ച് ബ്രേക്ക് ഒക്കെ ആയോ? അത് കുഴപ്പമില്ല, കുറച്ചുകൂടി നേരം ഇരുന്നു. വന്ന സ്ഥിതിക്ക് നിങ്ങൾ കുറച്ച് സമയം ചെലവഴിക്കണം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇനി നിങ്ങൾ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് നിങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ഏറ്റവും വില. ചോദിക്കാം, മാഷന്മാർക്ക് ചോദിക്കാം, കുട്ടികൾക്ക് ചോദിക്കാം. പിന്നെ നമ്മുടെ എല്ലാ കോശങ്ങളിലും നമ്മുടെ ഈ ഓക്സിജന് തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ കുറച്ച് ഭക്ഷണം അധികം കഴിച്ചു നോക്കൂ, തടി കൂടും. ഏതൊരു സാധനവും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഏതൊരു സാധനം അതിന് അമിതമായാൽ എല്ലാതും സ്പേസ്, ടൈം, അമൗണ്ട്, ഈ 3 സാധനത്തിൻ്റെ ഫങ്ഷൻ. ഏത് സ്ഥലത്ത്, എത്ര മാത്രയിൽ, ഏത് സമയത്ത്. അപ്പോൾ ഇതുവരെ ഈ പെറോക്സൈഡ്, സൂപ്പർ ഓക്സൈഡ്, ഹൈഡ്രോക്സിൽ റേഡിക്കൽ, ഇതിനൊക്കെ ക്യാൻസർ, ഏജിങ് എന്ന് മാത്രം. അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് മാത്രമാണ്. നമുക്ക് ഏതൊരു സാധനവും നമ്മളിപ്പോൾ ഏതൊരു സാധനം ഇപ്പം നമ്മളിപ്പോൾ കൈ കൊണ്ട് കളക്കുകയാണെന്ന് വിചാരിച്ചു, അപ്പോൾ കയ്യിൽ തഴമ്പ് വരില്ലേ? അതുപോലെ തന്നെയാണ്.
ഓക്സിജൻ ഉപയോഗിക്കുകയാണ്. എന്തിനാണ് ഓക്സിജൻ? ഓക്സിജൻ അതിൻ്റെതായ ഒരു റോളില്ല. ഇപ്പോഴത്തെ എന്താ പറയുക, ഒരു സ്ഥലത്ത് പോയിട്ട് ഒഴുകി ഇരിക്കുകയാണ് വെള്ളം ഉണ്ടാക്കാൻ. എന്ത് പ്രസക്തി അതിന്? അത് പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ ഒരു രസമുണ്ടോ? പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ ഒരു രസമുണ്ടോ? ഓക്സിജൻ എന്തിനാണ്? അത് പോയിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് കെട്ടി അടിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. 4 ഇലക്ട്രോണും 4 പ്രോട്ടോണും എടുത്തിട്ട് വെള്ളം ഉണ്ടാക്കി. ഏത് ആന 4 മാരുതിയിൽ പോയിട്ട് ആ പറഞ്ഞ അതേപോലെ തന്നെ വെള്ളരിക്കപ്പെടുന്ന കഥകളാണ്. സൈറ്റോക്രോം സി പോയിട്ട് എന്നാ പിടിച്ചോ സൈറ്റോക്രോം ഓക്സിഡേസ്, എന്നാ ഒരു ഇലക്ട്രോൺ, പിന്നെ 4 പ്രോട്ടോൺ ലിപ്പിഡിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയൊക്കെയോ കയറി പോവാണ്. പ്രോട്ടോൺ ഇല്ലാതാണ്, അത് വേറെ. അപ്പോൾ ആൻറ്റി ഓക്സിഡൻസ് നല്ല കാര്യമാണ്. ഞാനിപ്പോൾ രാവിലെ എണീറ്റിട്ട് ക്യാരറ്റും അതൊക്കെ കഴിക്കുന്നുണ്ട്. അത് ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഈക്വിലിബ്രിയം ഗവേൺഡ് സാധനം. ഏതിനെ ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയണു അത് ഓക്സിഡൻറ്റും ആണ്. ഇപ്പോൾ ഈ കാരോട്ടിനോയിഡ് ഇല്ലേ, ആ ഓക്സിജൻ വന്നിട്ട് ഇലക്ട്രോൺ കൊടുക്കുകയും ചെയ്യാം എടുക്കുകയും ചെയ്യാം. അതൊക്കെ ഈക്വിലിബ്രിയമാണ്. സ്കാവെഞ്ചും ചെയ്യാം. പക്ഷേ നിങ്ങൾ എല്ലാ പിന്നെ എക്സ്പെരിമെൻ്റൽ ഡീറ്റെയിൽ നോക്കുകയാണെന്ന് വെച്ചാൽ ഈ വല്ലാതെ അധികം ആൻറ്റി ഓക്സിഡൻറ്റ് കൊടുക്കുമ്പോൾ മോശമായില്ല, നന്നായില്ല, നെഗറ്റീവ് എഫക്റ്റ് ആണ്. ഇറ്റ് ഗോസ് ഡൗൺ. എല്ലാത്തിനും അതിൻ്റെതായ പ്രസക്തി ഉണ്ട്. നമ്മൾ ഈ കത്തുമ്പോൾ പുക ഒരു സ്ഥലത്ത് കൂടുമ്പോൾ അതിനൊരു ഡ്രെയിൻ ചെയ്ത് പോകണ്ടേ? അങ്ങനെയാണ് നമുക്ക് എല്ലാ സാധനം കാണുന്നത്. എനിക്ക് കുറേ കാര്യങ്ങൾ അടുക്കളയിലൊക്കെ നമ്മൾ ഇനി ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഈ ഉള്ളി വഴട്ടുമ്പോൾ ഈ ഉപ്പ് ആദ്യം ഇട്ടിട്ട് വഴട്ടുമ്പോൾ പെട്ടെന്നാവും വീട്ടമ്മമാർ ഇല്ലേ, അറിയാലോ? അത് ഇനി അങ്ങനെ ചെയ്യണ്ട, അവസാനം ഉപ്പിട്ടാൽ മതി. എന്നുവെച്ചാൽ ഓർഗാനിക്സിൻ്റെ ഉള്ളിലേക്ക് ക്ലോറിൻ കയറും, ഡെറിവേറ്റീവ്സ് ആവും. അത് മെറ്റബോളൈസ് ചെയ്യുമ്പോൾ അതിന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവും. ഇതൊക്കെ കുറേ സാംസ്കാരിക ഹെൽത്ത് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി മാറും. എല്ലാം മാറ്റി മറിക്കുന്ന സാധനമാണ്. നിങ്ങളുടെ നാട്ടുകാരൻ കൊണ്ടുവന്നാണ്, ഞാൻ മാത്രമല്ല കുറേ ആൾക്കാർ ഇൻവോൾവ് ഉണ്ട്. അപ്പോൾ ചോദ്യത്തിലേക്ക് പിന്നെയും കിടക്കുകയാണ്. നല്ല ചോദ്യമായിരുന്നു. പെറോക്സൈഡ് കാണുന്നില്ല, അത് മോശമല്ലേ എന്നുള്ള ചോദ്യം. അല്ല അതിനെന്താ നമ്മള് ലൈഫ് ലോങ് ചോദ്യം, ക്യൂരിയോസിറ്റി വേണം. അപ്പോൾ അതുണ്ട്. ഇപ്പൊ ഇവരുടെ തീരെ എന്താണെന്നറിയോ? പെറോക്സൈഡ് ഉണ്ടാവണില്ല, ഉണ്ടാക്കാൻ പാടില്ല, അതുകൊണ്ടാണ് ഈ സർക്യൂട്ടറി. ആദ്യത്തെ ആ സ്ലൈഡിൽ നിന്ന് പോയി നോക്കൂ. നമുക്ക് ആ ഉറുമ്പിന്റെ കാര്യം ഒന്ന് നോക്കൂ. പെറോക്സൈഡ് ഉണ്ടോ ഇല്ലേ? പെറോക്സൈഡ് ഉണ്ട്. അത് എന്തുകൊണ്ടാണ് ഉണ്ടാവണേ? ഈ സർക്യൂട്ടറി ഒക്കെയാണ് വലിയ കാര്യം എന്ന് പറഞ്ഞാൽ. ഇത് എന്തുകൊണ്ടാണ് പിന്നെ അത് ഉണ്ടാവണേ? അതിനെ എക്സ്പ്ലെയിൻ ചെയ്യില്ല, സ്ട്രക്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യില്ല. നമ്മുടെ ഇങ്ങനെ റാൻഡമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത സാധനം ഇതൊന്നും ഈ പിന്നെ എന്താ പറയുക ഫാക്ടറി ലൈനിന്റെ പോലെ അല്ല. ഒക്കെ റാൻഡമാണ്. ഉർബൺ ഒരു സ്റ്റൊക്കാസ്റ്റിക് പ്രിൻസിപ്പിളാണ്. റാൻഡമായി മിക്സ് ചെയ്തതിനുള്ളിൽ നിന്ന് ഉദ്ഭവിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇപ്പൊ നിലവിലുള്ള എല്ലാ സാധനത്തിനെയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതാണ്. ഇവര് തെറ്റിദ്ധരിച്ച കുറേ സാധനങ്ങളുണ്ട്. എന്താ പാരാനൈട്രോഫിനോൾ, അവിടെയുള്ള പ്രോട്ടോണിനെ ഇങ്ങോട്ട് മാറ്റുന്നു, ഇവിടെ നിന്നുള്ള പ്രോട്ടോണിനെ അങ്ങോട്ട് മാറ്റുന്നു. അതായത് പ്രോട്ടോണിന് പോകാൻ പറ്റും. പാരാനൈട്രോഫിനോൾ എന്ന് പറഞ്ഞാൽ നൈട്രോ ഗ്രൂപ്പ്, ഒരു N+, 2 O- ചാർജ് ഒക്കെ ഉണ്ട്. O+ഉം N+ഉം 2 ചാർജ്. അത്ര വലിയ ചാർജുള്ള സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. പ്രോട്ടോണിന് പോകാൻ പറ്റും. ഏത് 0.0002 ആങ്സ്ട്രോംസ് ഉള്ള സാധനം എവിടെ കേട്ടാൽ ഞാൻ. ഇത് പീറ്റർ മിച്ചലിന്റെ സിദ്ധാന്തത്തിന്റെ ഏറ്റവും വലിയ തെളിവായി ഞാൻ പോലെ. തീർച്ചയായും വളരെ ബ്യൂട്ടിഫുൾ. അത് അതിന് പിന്നെ എഴുതാം, അങ്ങനെ തർക്കിക്കണം. ഇത് നിങ്ങൾ ആർക്കും മനസ്സിൽ കൊടുത്തോളൂ. അത് കറക്റ്റാണ്. പ്രോട്ടോൺ വിൽ നെവർ ബി, അത് ഇറ്റ് ബി ഏത് ഏഗൻ അയൺ, സുണ്ടേൽ അയൺ, ഹൈഡ്രോണിയം അയൺ, ഡിഫറെന്റ് ലെവൽ ഓഫ് ഹൈഡ്രേഷൻ. ഏതൊരു കാറ്റയനും അങ്ങനെയോ. വാസ്തവത്തിൽ നമ്മൾ കാണുന്നത്, നമ്മൾക്ക് ഇതൊക്കെ തിയറി പഠിക്കാൻ പോകുമ്പോൾ അത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇരിക്കുന്നത് പഴയ സാധനം അങ്ങനെ തന്നെ തുടങ്ങിയതാണ്. അതെന്താ പറഞ്ഞത്? ആ പഴയ സാധനം ഇങ്ങനെ നമുക്ക് വരുന്നതാണ്. കറക്റ്റാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷേ നമ്മൾ പ്രോട്ടോൺ ഇവിടെയുള്ള സാധനം അങ്ങോട്ട് പോകാൻ, അങ്ങനെ പ്രോട്ടോണിന്റെ മൂവ്മെന്റ് ആണ് തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. അതിന് ഹൈഡ്രേറ്റഡ് ഷെൽസ് ഒന്നും കാണിക്കുന്നില്ല. അതെ, അതിന് പ്രോട്ടോൺ ഹോപ്പിംഗ്.
അതെ ഹോപ്പിംഗ് എന്ന് പറയുന്നത് ഹവാല മെക്കാനിസം കറക്റ്റ് അത് കറക്റ്റാണ്, കുഴപ്പമില്ല, നടക്കാം. പക്ഷേ ഇത് ബയോകെമിസ്ട്രിക്കാർ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നറിയോ? അത് ഇവിടെയുള്ള പ്രോട്ടോണിനെ എങ്ങനെ പോകണമെന്ന് വിചാരിച്ചാൽ ഈ അമിനോ ആസിഡ് ഈ പ്രോട്ടോണിനെ ഇവിടുന്ന് ഇങ്ങനെ പിടിച്ചു, ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തു, അങ്ങനെ കൊടുത്തു എന്ന് കാണിക്കും. ഉണ്ട്. അല്ല ഒരു മിനിറ്റ് നിങ്ങൾ പറയുന്നത് അങ്ങനെ ഇല്ലാന്നോ? നിങ്ങൾ ഫുൾ ബയോകെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ കാറ്റലിസിസും എല്ലാ സാധനങ്ങളും പ്രോട്ടോണിന്റെ ഫിസിക്കൽ റിലേ ആയിട്ടാണ് കാണിക്കുന്നത്. ഈ ATP സിന്തസിസിലും അത് തന്നെ കാണിക്കുന്നു. അതൊരു മെക്കാനിക്കൽ റൊട്ടേറ്റർ ആയിട്ടാണ് കാണിക്കുന്നത്. പ്രോട്ടോൺ ഉള്ളിലേക്ക് വരുന്നു, ആ പ്രോട്ടോൺ ഉള്ളിലേക്ക് ഇങ്ങനെ വരുമ്പോൾ അതിങ്ങനെ കറങ്ങുന്നു എന്നാണ് കാണിക്കുന്നത്. അത് എല്ലാ സാധനത്തിനും പർട്ടിക്കുലർലി പ്രോട്ടോൺ, അതാണ് ഏറ്റവും വലിയ വിഡ്ഢിത്തം. ഏത് ഇതൊക്കെ വരും മിഥ്യയാണ്. നിങ്ങൾക്ക് ഒക്കെ വിഡ്ഢിത്തല്ല, അതല്ല പ്രശ്നം. ഈ സാധനമാണ് അത് മരീചികൻ അല്ല, മിത്തല്ല, ഇതൊരു എക്സ്പ്ലനേഷൻ ആണ്. ഒരു കാര്യം പറയട്ടെ, അത് വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഇദ്ദേഹം പറയുന്നത് No. I am saying there cannot be any deterministic circuitry. What is how they take charge separation? You didn't explain how the charge separation. Okay, wonderful. You want it? We come to it. മുട്ടായിലേക്ക് ആൻസർ ആണ്. അല്ല, മുട്ടായല്ല ആവശ്യം ആൻസർ ആണെന്ന് വിചാരിച്ചാൽ നമുക്ക് കുറച്ച് നേരം just base explain how the number concept, how the charge separation. You didn't explain. ഈ ഒരു സ്ട്രക്ചറിൽ നല്ല എനിക്ക് നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ലൈഫിൽ. അല്ലല്ല, അത് നല്ലതാണ്. ഈ ചാർജ് സെപ്പറേഷൻ, ഈ ഇലക്ട്രോൺ NADH ഇലക്ട്രോൺ വരും. ഓക്കെ, ഈ ഇലക്ട്രോൺ നമുക്ക് ഈ കോഎൻസൈം ക്യൂലിക്ക് പോകണം. ഈ കോഎൻസൈം ക്യൂലിക്ക് ഇവിടെ നിന്നുള്ള ഈ ഇലക്ട്രോൺ ഇങ്ങനെ ഒരു വയറിങ്ങിലൂടെ കോഎൻസൈം ക്യൂലിക്ക് എത്തുകയാണെന്നാണ് ഇപ്പൊ സിദ്ധം. ഇതാണ് NADH ബൈൻഡ് ചെയ്തിട്ട് ഈ ഇലക്ട്രോൺ ഇവിടുന്ന് പോകാമെന്നാണ് പറയുന്നത്. ഇതാണ് ഇതിന്റെ മെക്കാനിസം. ഫോർ എക്സാമ്പിൾ കോംപ്ലക്സ് 1 ഒരൊറ്റ പ്രോട്ടീനിൽ നമ്മൾക്ക് ഡീൽ ചെയ്യും. ഇവർ പറയുന്ന ഈ സിദ്ധാന്തം ശരിയാണെന്ന് വിചാരിച്ചു. ഒന്നാമത് ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ പല ഘടകങ്ങളുണ്ട്. കോംപ്ലക്സ് 1 ഒറ്റ ഘടകമാണ് നമ്മൾ നോക്കുന്നത്. അതായത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു വെള്ളം ഉണ്ടാക്കാനും ഒരു ATP ഉണ്ടാക്കാനും ഇതിന്റെ കോംപ്ലക്സിറ്റി, ഈ ചോദ്യം നിങ്ങൾ ആ ഒറ്റ ഘടകത്തിൽ മാത്രം പരിമിതിയിൽ കാണുന്നതാണ്. ഈ ATP ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ ഈ മെംബ്രെയിനെ കൺട്രോൾ ചെയ്യണം, പുറത്തുള്ള പ്രോട്ടോണിനെ കൺട്രോൾ ചെയ്യണം, ഉള്ളിലുള്ള പ്രോട്ടോണിനെ കൺട്രോൾ ചെയ്യണം. ഈ എല്ലാ പ്രോട്ടീൻസും കോർഡിനേറ്റ് ചെയ്യണം. എന്തിന്? ഒറ്റ വെള്ളത്തിന്റെ മോളിക്യൂൾ ഉണ്ടാക്കാൻ, ഒറ്റ ATP മോളിക്യൂൾ ഉണ്ടാക്കാൻ. ഇതൊരു കെമിസ്ട്രി അല്ല, ഇതൊരു ഡിറ്റർമിനിസ്റ്റിക് കൺസീവ്ഡ് പ്ലാൻ ആണ്. അത് ഇങ്ങനത്തെ ആ വ്യാഖ്യാനം മാത്രമാണ്. അപ്പൊ ഈ എഫക്റ്റീവ് ചാർജ് സെപ്പറേഷൻ എങ്ങനെ നടക്കുന്നു എന്ന് നിങ്ങൾ ചോദിച്ചു. ഈ NADH ഇവിടെ വന്നിട്ട് ഈ റിഡോക്സ് പൊട്ടൻഷ്യൽ ഇവിടെ ഇങ്ങനെ കുറെ അയൺ സൾഫർ സെന്റേഴ്സ് ഉണ്ട്. ഇതിലൂടെ ഇങ്ങനെ വന്നിട്ട് ഈ കോഎൻസൈം Q എന്ന് പറയുന്ന ഈ ഒരു ക്വിനോൺ മോളിക്യൂൾ മെംബ്രെയിനിലേക്ക്, ഈ മെംബ്രെയിനിലേക്ക് ഈ ഇലക്ട്രോൺ എത്തിക്കുന്നത് ഈ വയറിംഗ് സിസ്റ്റം ഹാർഡ് വയറിംഗ് പോലെയാണ്. അത് ആണ് ഇപ്പോഴത്തെ സിദ്ധാന്തം. ഓക്കെ, ഈ ഇലക്ട്രോൺ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടുന്ന് പ്രോട്ടോൺ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു എന്നാണ്. അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും പോകുന്നു എന്നാണ്. ഇതാണ് മെക്കാനിസം. ഇവിടെ ഈ ഈ ഈ സെന്റർ എന്തിനാ? റൂട്ടിലല്ല. പിന്നെ ഈ മാർക്കസ് തിയറി എന്ന് പറഞ്ഞൊരു നോവൽ കിട്ടിയിട്ടുണ്ട്. അതിന് കാൽക്കുലേഷൻ വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ ഈ രണ്ട് റിഡോക്സ് സെന്റേഴ്സിന് ഇപ്പൊ -250 ആണ്. -250 -200ലേക്ക് ഇലക്ട്രോൺ വരും. -250 -300ലേക്ക് പോവാൻ പറ്റില്ല, അപ്പീലാണ്. ഈ സാധനങ്ങളുടെയൊക്കെ കടത്തം ഡിസ്റ്റൻസും റിഡോക്സ് പൊട്ടൻഷ്യലും സാധാരണ തിയറി, ക്ലാസിക്കൽ തിയറി പോലെ മാൻഡേറ്റ്സിനെ പോലെ അല്ല. ഡിസ്റ്റൻസ് കൂടുതലാണ്, പിന്നെ അതിന്റെ റിഡോക്സ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റിലല്ല. There are redox centers outside the group path. ഇത് ക്ലാസിക്കൽ തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ തിയറി, ഈ സാധനം ഇതിന്റെ ഉള്ളിലാണ് കിടക്കുന്നത്. ഇതിങ്ങനെ ചുമന്നിട്ട് പ്രോട്ടീന്റെ ഉള്ളിലേക്ക് പോയിട്ട് ഉള്ളിലേക്ക് പോകാൻ എന്താണ് മാൻഡേറ്റ്? ഒരു മാൻഡേറ്റും ഇല്ല.
അത് പോയി കാണിക്കണം. അത് എങ്ങനെ കാണിക്കുന്നു വെച്ചാൽ ബെൻസോക്വിനോൺ ഡോക്ക് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു മോളിക്യൂൾ. പക്ഷേ ഈ ക്വിനോന് ഇത്ര വലിയ വാലുള്ളതാണ്. ഈ ക്വിനോൺസ് ദേ ഹാവ് 2 to 10 ഐസോപ്രീനോയിഡ് ചെയിൻസ്. ഏറ്റവും പ്രോമിനന്റ് ഏതാണ് അറിയോ? 10 ആണ് ഏറ്റവും പ്രിപോണ്ടറന്റ്. അപ്പൊ ഇത് ഇവിടുന്ന് എടുത്തിട്ട് കോംപ്ലക്സ് 3ലേക്ക് പോകാനാണ് ഇതിന്റെ മാൻഡേറ്റ് എന്ന് വിചാരിച്ചാൽ വാട്ട് വുഡ് യു എക്സ്പെക്ട്? യു വിൽ എക്സ്പെക്ട് ദ സ്മോളർ ക്വിനോൺ ടു ബി മോർ പ്രിപോണ്ടറന്റ്, ബട്ട് ദാറ്റ് ഈസ് നോട്ട്. ആണ്. പക്ഷെ നമുക്ക് ഇവിടുന്ന് ഇതിനൊക്കെ മൂവ് ചെയ്യാൻ നമുക്ക് ഇതാണ് കുഴപ്പം. ആന ഇവിടുന്ന് അങ്ങോട്ട് പോവാന്ന് പറയുമ്പോ ഈ സാധനത്തിന്റെ മോട്ടിലിറ്റി ഒക്കെ നോക്കുക വെച്ചാൽ ആ ഓവറോൾ റിയാക്ഷൻ സെയിം മില്ലി സെക്കൻഡ് ടൈം സ്കെയിൽ ഇത് മൂവേ ചെയ്യില്ല. അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് സിമുലേറ്റ് ചെയ്ത് പറ്റാത്ത കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം. അപ്പൊ ഈ എഫക്റ്റീവ് ചാർജ് സെപ്പറേഷൻ എങ്ങനെ? പിന്നെ രണ്ടാമത് ഈ എഫക്റ്റീവ് ചാർജ് സെപ്പറേഷൻ നടക്കുന്നത് ഇതാവുമ്പോൾ പ്രോട്ടോൺ പമ്പ് ചെയ്യണമെന്ന് പറയും. അതെങ്ങനെ പ്രോട്ടോൺ പമ്പ് ചെയ്യാം? ഇത് ഇങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കാൻ. റിഡോക്സ് സെന്റേഴ്സ് ഇവിടെ, ഇലക്ട്രോൺ ഇവിടുന്ന് ഇങ്ങോട്ട് പോവാണ്, കോയിൻസൈഡ് ടൂലിക്ക് ഇവിടെ അണിച്ചാൽ പ്രോട്ടോൺ ഇങ്ങനെ പമ്പ് ചെയ്യാമെന്ന് വിചാരിക്കും. പ്രോട്ടോൺ ഉണ്ടെന്ന് വിചാരിച്ചോളൂ, പ്രോട്ടോണിന്റെ ഡൈമെൻഷൻ ശരിയല്ല, കുറച്ചും കൂടി വലുതാണെന്ന് വിചാരിച്ചോളൂ എന്നൊക്കെ ഓരോരോ തിയറി ഉണ്ട്. ഒക്കെ പറ്റുന്ന വിചാരിച്ചാലും കൂടി നടക്കാൻ പറ്റാത്ത കാര്യം. അത് പ്രൊകാരിയോട്ടിക് സിസ്റ്റമും യൂക്കാരിയോട്ടിക് സിസ്റ്റമും എന്റെ തിയറി പ്രകാരം ഇതിന്റെ മുകളിൽ ADP ബൈൻഡിംഗ് സൈറ്റ്സ് ഉണ്ട്. 2 പ്രൊകാരിയോട്ടിക്കും യൂക്കാരിയോട്ടിക് സിസ്റ്റത്തിലും മൾട്ടിപ്പിൾ ADP ബൈൻഡിംഗ് സൈറ്റ്സ് ആണ് ഇതിന്റെ മുകളിൽ. ഈ തൊങ്ങി നിൽക്കുന്നതിന്റെ മുകളിൽ, ഈ തൊങ്ങി നിൽക്കുന്ന സാധനത്തിന്റെ മുകളിൽ ഇവിടെ ഓട്ടകളുണ്ട്, ഇതിന്റെ ഡിസ്റ്റൻസ് ഉണ്ട്. ഇത് എന്തിനാണ്? അവിടുന്ന് ഇങ്ങനെ ഇലക്ട്രോൺ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുക്കുമ്പോൾ ഓക്സിജൻ ഇങ്ങനെ വന്നിട്ട് അവിടുന്ന് ഡിഫ്യൂസിബിൾ റിയാക്റ്റീവ് സ്പീഷീസ് ഉണ്ടാവും. അത് ഇങ്ങനെ ADP-ന്റെ മുകളിൽ അറ്റാക്ക് ചെയ്യാണ്. തൊട്ടടുത്ത് ഫോസ്ഫേറ്റ് ഉണ്ടാവും, ATP. ഇതിലിപ്പോ കോംപ്ലക്സ് 5 എന്താ ചെയ്യണമെന്ന് അറിയോ? ഇപ്പൊ ATP റോട്ടറി ATP സിന്തേസ് എന്ന് പറഞ്ഞില്ലേ, ആ സാധനം എന്താ ചെയ്യണത്? ഇത് കൊല്ലാതെ പുകഞ്ഞു. പ്രോട്ടോൺ ഒന്നും പ്രോട്ടോൺ ഈ ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടോൺ വരും ഉള്ളിലേക്ക്. ഈ ഓക്സിജൻ ഡെഫിഷ്യന്റ് ആണ്. അപ്പൊ ATP ഉണ്ടാകുന്ന വെച്ചാൽ നമുക്ക് പിന്നെ പ്രോട്ടോൺ വേണം. ആ പ്രോട്ടോൺ നമ്മളിപ്പോ കത്തുമ്പോൾ കുറെ നേരം കഴിഞ്ഞാൽ അവിടെ പുക കൂടില്ലേ, അപ്പൊ നമുക്ക് കത്താൻ പറ്റില്ല. അപ്പൊ നമുക്ക് അതിനെ തുറന്നു പോകണമെന്ന് വെച്ചാൽ ആ ഈ കോംപ്ലക്സ് 5 എന്ന് പറഞ്ഞ ഒരു കീമോസ്റ്റാറ്റ് ആണ്. കോംപ്ലക്സ് 5 എടുത്ത് നിങ്ങൾ അതിന് ATP ബൈൻഡ് ചെയ്ത് നോക്കുകയുള്ളൂ, ADP ബൈൻഡ് ചെയ്ത് നോക്കുകയുള്ളൂ. ATP ആണ് അത് ബൈൻഡ് ചെയ്യുന്നത്. ADP-യെ കാട്ടും പിന്നെ മില്യൺസ് ഓഫ് ടൈംസ് ആയി ATP ആണ്. അതായത് മൈറ്റോകോൺഡ്രിയയിൽ 10 ഇരട്ടി ATP ഉണ്ട് ADP-യെ കാട്ടും. പിന്നെ കോംപ്ലക്സ് 5-ന്റെ അഫിനിറ്റി ഏതിനോടധികം ATP ഉണ്ട്. അപ്പൊ അതെന്താ ചെയ്യാ? ATP ഹൈഡ്രോലൈസ് ചെയ്യും. മനസ്സിലാവുണ്ടോ? കാരണം മനസ്സിലായില്ല. Any enzyme that has got higher affinity for one molecule compared to the product, it will convert the substrate to the product. അതാണ് ഇനി ആ ചോദ്യത്തിന് ഉത്തരം. ഇങ്ങട് ഒന്നാമത് H+ ഗ്രേഡിയന്റ് ഇല്ല, ഫിസിയോളജിയിൽ ഇല്ല. ഇവിടെ pH 7.4, ഉള്ളിൽ pH 7.4, പുറത്തും pH 7.2, 7.4 അങ്ങനെയൊക്കെ തന്നെയാണ്. പീറ്റർ മിച്ചൽ തിയറൈസ് ചെയ്തപ്പോൾ 3 ഇരട്ടിയാണ് pH ന്റെ ഗ്രേഡിയന്റ് വേണ്ടത്. 3, അതായത് 1000 times. Only then you will get the voltage. Voltage cannot be explained by this. And even otherwise, എന്ത് കറങ്ങുന്നത്, എന്ത് വോൾട്ടേജ്, ഒരു സിമ്പിൾ കെമിക്കൽ റിയാക്ഷൻ അല്ല ADP-യും ഫോസ്ഫേറ്റും. ഇതിനെന്ത് വോൾട്ടേജ്, എന്ത് കറക്കല്? ബൈമോളിക്കുലർ റിയാക്ഷൻ ADP ഫോസ്ഫേറ്റ്. ഇതിനെന്താ? ഈ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ഫോസ്ഫേറ്റ് അറ്റാക്ക് ചെയ്യുന്നു, ഫോസ്ഫേറ്റ് റാഡിക്കലൈസ് ആവുന്നു, ATP വന്നു. മറ്റേതിൽ 2 നെഗറ്റീവ്ലി ചാർജ് സ്ഥാനം ആക്റ്റീവ് സൈറ്റ് ATP ആണ്, അധികം അഫിനിറ്റി. ഇതില് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മിൽഡ്രഡ് കോൺ എന്ന് പറഞ്ഞ 1950s ഒരു ശാസ്ത്രജ്ഞൻ ബ്യൂട്ടിഫുൾ ആയിട്ട് അതിന്റെ എവിഡൻസ് തന്നായിരുന്നു. അതായത് ഓക്സിജനെ റേഡിയോ ആക്റ്റീവ്ലി ട്രേസ് ചെയ്തു, ഹെവി ഓക്സിജൻ എടുത്തു. എന്നിട്ട് ATP കുറെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഓക്സിജൻ ഉണ്ടല്ലോ, എല്ലാതും ഹെവി ആയിരുന്നു. അപ്പൊ ഇവരുടെ പറയുന്ന തിയറിക്ക് നമുക്ക് അങ്ങനെ അത്ര അധികം പറ്റില്ല. ഇത് റാഡിക്കൽ റിയാക്ഷൻസ് വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് മാത്രമല്ല, ഈ കോംപ്ലക്സ് പിന്നെ ATP ഉണ്ടാക്കുന്നതിൽ ഒരു റഷ്യൻ ശാസ്ത്രജ്ഞയും വേറൊരു അമേരിക്കൻ ന്യൂസിലാൻഡ് ഒറിജിൻ വേറൊരു ശാസ്ത്രജ്ഞയും
അവർ രണ്ടുപേരെടുത്ത് മറ്റേ ശാസ്ത്രജ്ഞ അഡ്മിനിസ്ട്രേഷനിലേക്ക് പോയി റഷ്യൻ ശാസ്ത്രജ്ഞൻ്റെ അടുത്ത് ഞാൻ എഴുതി പെറോക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ മറ്റേ ശാസ്ത്രജ്ഞ എന്താ കാണിച്ചെന്ന് പറഞ്ഞാൽ ഷീ ഷോഡ് ദാറ്റ് ഈ മൈറ്റോകോൺഡ്രിയൻ സസ്പെൻഷനിൽ xanthine ഓക്സിഡേസ് ഇട്ടു. xanthine ഓക്സിഡേസ് എന്താ ഉണ്ടാക്കുക? സൂപ്പർ ഓക്സൈഡ്. അതുണ്ടാക്കുമ്പോൾ മൈറ്റോകോൺഡ്രിയയിൽ ATP സിന്തസിസ് കൂടുന്നു. വെരി സിമ്പിൾ. ATP സിന്തസിസ് cannot go -36 kilojoules per mole ആണ് അതിന്റെ ഹൈഡ്രോളിസിസ് റേറ്റ്. അങ്ങോട്ട് അതേ റിയാക്ഷനിൽ പോവില്ല. പിന്നെ കോംപ്ലക്സ് 5 എങ്ങനെയാണ് ATP സിന്തസിസ് ഫിസിയോളജിക്കലി ഇതാക്കുന്നത് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ആവുമ്പോൾ പ്രോട്ടോൺ ഡെഫിഷ്യന്റ് ആവുമ്പോൾ ആ ATP പോയിട്ട് ബൈൻഡ് ചെയ്തിട്ട് ആ നിങ്ങൾ പറഞ്ഞ FO ചാനലില്ലേ ആ ചാനലിനെ തുറക്കുക. അപ്പൊ പുറത്തുള്ളത് കുറച്ചും കൂടി കണക്ഷൻ കിട്ടുക. ആ കണക്ഷനിൽ കോംപ്ലക്സ് 5 വർക്ക്സ് ആസ് എ കീമോസ്റ്റാറ്റ്. അപ്പൊ ADP അവിടെ ബൗണ്ട് ആകുമ്പോൾ അതിനെയും H+ ഉപയോഗിച്ച് അതായത് ADP പ്ലസ് ഫോസ്ഫേറ്റ് പ്ലസ് H+ റൈറ്റ് സൈഡിൽ എഴുതിയ അതിന് 452 kilojoules per mole കോൺട്രിബ്യൂഷൻ. അപ്പൊ ATP ഉണ്ടാവും ആ സാധനത്തിലൂടെ. പക്ഷെ അതിന്റെ ഫസ്റ്റ് പ്രിൻസിപ്പൽ എഫക്റ്റീവ് ചാർജ് സെപ്പറേഷൻ ഈ പ്രോട്ടീൻസ്, ഈ റിഡോക്സ് പ്രോട്ടീൻസ് ആണ്. ഈ റിഡോക്സ് പ്രോട്ടീൻസ് എന്തിനാ ഇത്രയും അധികം, ഇത്രയും വലിയൊരു പ്രോട്ടീൻ എന്തിനാണ് ഇത്രയും റിഡോക്സ് സെന്റേഴ്സ് വെച്ച് തൂങ്ങുന്നത്? ആ തൂങ്ങുന്നതിന്റെ കാരണം ഇവര് പറയുന്ന പോലെ വെച്ചാൽ ഇങ്ങനെ ആവുന്നുണ്ടാവുന്നു. എന്റെ തിയറി പ്രകാരം ബ്യൂട്ടിഫുൾ ആയിട്ട് എന്താണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്? ദിസ് ഈസ് എ ഡെലിബറേറ്റ് പ്ലോയ് ടു മേക്ക് ഡീപ്ലി വിസിബിൾ റിയാക്റ്റീവ് സ്പീഷീസ്. പെറോക്സൈഡ് ഈ തിയറിയിൽ നോക്കൂ. പെറോക്സൈഡ് ഉണ്ടാവുന്നത് റിയാക്ഷൻ നോട്ട് ATP plus PI gives ADP plus PI gives ATP plus H2. ഇതിലെന്താ ഈ റിയാക്ഷനിൽ വേറെ റിയാക്ഷൻ H2 ആ ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ് അതേപോലത്തെ റിയാക്ഷൻസ് വേറെ. ഒരു സൈഡിലേക്ക് ഒരു റിയാക്ഷൻ മറ്റേ സൈഡിലേക്ക് വേറെ റിയാക്ഷൻ. അപ്പോഴാണ് അത് തെർമോഡൈനാമിക്കലി ഫീസിബിൾ ആവുള്ളൂ. ഇല്ലാച്ച ഫീസിബിൾ ആവില്ല. നമ്മളിപ്പോ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് ഇങ്ങനെ വ്യാഖ്യാനത്തിൽ ആ വ്യാഖ്യാനത്തിൽ നമ്മൾ കുടുങ്ങിപ്പോവാണ്. അല്ലല്ല എൻട്രോപ്പി ഇൻക്ലൂഡഡ് ആണ്. അതെ അല്ല ആ ഡെൽറ്റ ജി ഈസ് എൻതാൽപ്പി ടി ഡെൽറ്റ എസ് എൻട്രോപ്പി ചേർന്നിട്ടുള്ള വാല്യൂ ആണ് ഡെൽറ്റ ജി. അല്ല നോക്കൂ ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. അത് ഡെൽറ്റ എസ് ഈസ് എൻട്രോപ്പി ചേഞ്ച്. ദാറ്റ്സ് ഇറ്റ്. പക്ഷേ ഇവിടെ മാഷ് പറയുന്ന മൊത്തം ആർഗ്യുമെന്റില് കോംപ്ലക്സിറ്റി ഈസ് സംതിങ് അഗൈൻസ്റ്റ് നേച്ചർ ഓഫ് ദ ഫൈബർ. അല്ലല്ല അത് ഞാൻ പറയുന്നില്ല. ഇവിടെ ഇപ്പൊ നമ്മുടെ സെൻട്രൽ ഡോഗ്മയില് ജനറ്റിക് മേക്കപ്പില് നമുക്കൊരു അമിനോ ആസിഡ്സിന്റെ സീക്വൻസ് വെച്ചിട്ട് ഒരു പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് അത് ഭയങ്കര കോംപ്ലക്സ് ആണ്. അതിൽ നിങ്ങൾക്ക് ഒരു അമിനോ ആസിഡ് TRNA വന്നിട്ട് റൈബോസോമിൽ ബൈൻഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു അമിനോ ആസിഡിന്റെ കോഡോണിൽ തന്നെ കറക്റ്റ് ആയിട്ട് കോംപ്ലിമെന്റ് ആയിട്ട് അഫിനിറ്റി അതൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അവിടെ കോംപ്ലക്സിറ്റി നമുക്ക് അംഗീകരിക്കാം. ഇവിടെ കോംപ്ലക്സിറ്റി അംഗീകരിക്കാനുള്ള സ്കോപ്പില്ല. അഫിനിറ്റി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കാണിച്ചു. വളരെ ഗുഡ് ക്വസ്റ്റ്യൻ. അതിനൊരു നിങ്ങൾക്ക് ചോക്ലേറ്റ് വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ തരാം. നിങ്ങൾക്ക് വേണച്ച വേറെ ആർക്കെങ്കിലും കൊടുത്തോളൂ. അത് നല്ല ചോദ്യമാണ്. അത് നല്ല ചോദ്യം. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. ഇതിന് തെളിവാണ് നമ്മള് ഈ ഫോട്ടോസിന്തസിലൊക്കെ ഇതാണ് തെളിവുകൾ. ഇലക്ട്രോൺസ് ഫോട്ടോസിസ്റ്റം 1 ആണെച്ചാലും ഫോട്ടോസിസ്റ്റം 2 ആണെച്ചാലും ഡൈവേഴ്സ് മോളിക്യുലർ ടോപ്പോളജിയിൽ ഇലക്ട്രോൺ ഇടാനും പറ്റും എടുക്കാനും പറ്റും. പിന്നെ അവർ എന്ത് കാണാം, ഇത് പ്ലാസ്റ്റോസയനിൻ മാത്രം ഇവിടുന്ന് എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നു പറഞ്ഞാൽ പ്ലാസ്റ്റോസയനിൻ എടുത്തിട്ട് കൊണ്ടുപോകുന്നു പറഞ്ഞാൽ ആ പ്ലാസ്റ്റോസയനിനെ നമ്മൾ ജനറ്റിക് നോക്കൗട്ട് ഉണ്ടാക്കി. ജനറ്റിക് നോക്കൗട്ട് ഉണ്ടാക്കിയിട്ടും അതേപോലെ തന്നെ റിഡോക്സ് പൊട്ടൻഷ്യലിന് ഉണ്ട്. ഇവർ പറഞ്ഞ മാതിരി റിഡോക്സ് പൊട്ടൻഷ്യലിന് പോകണമെന്ന് വെച്ചാൽ കുട്ടികളെ ശ്രദ്ധിക്കൂ. റിഡോക്സ് പൊട്ടൻഷ്യലിന്റെ റോള് നമ്മളിപ്പോ ഒരു ഒരു വഴിക്കിട്ട് ഇങ്ങനെ താഴ്ത്തി പോകണം. ഇലക്ട്രോൺ ഒരു തെർമോഡൈനാമിക് സ്ലോപ്പിലൂടെ ഇങ്ങനെ വരികയാണെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ അത് പ്രകാരമാണ് നമുക്ക് പ്രക്രിയ നടക്കണം എന്ന് വിചാരിച്ചാൽ ഒരു വയറിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഒരു ഇലക്ട്രോൺ ഇവിടുന്ന് ഇങ്ങോട്ട് വരണം എന്ന് വിചാരിച്ചാൽ അതിന്റെ ഡിസ്റ്റൻസ് കറക്റ്റ് ആണ്. ഇത് കണക്റ്റഡ് അല്ല. ഇത് പിന്നെ മാർക്കസ് ഔട്ടർ സ്ഫിയർ ഇലക്ട്രോൺ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ തിയറി ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിന് നോബൽ കിട്ടിയ സാധനമാണ്. നമ്മുടെ റെലവൻസ് ഇല്ലെന്ന് പറയുന്നത് ഇവിടെ മുർബാണെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പ്രോട്ടോണിനൊക്കെ 0.0002 ആങ്സ്ട്രോം ആകുമ്പോൾ H+ഉം H ആയിട്ട് ഇങ്ങനെ കണ്ടക്ട് ചെയ്യാം. അതാണ് റിലേറ്റ് ചെയ്യുന്നത്. അതേപോലെ ഓക്സിജൻ സെന്റർ ഡ്രൈഡൻസ് കുറച്ചും കൂടി ഹയർ ലൈഫ് ടൈം ഉണ്ട്.
അപ്പൊ ഇവിടെ കണക്ടിവിറ്റി നടക്കുന്നത് ഈ ഔട്ടർ സ്ഫിയർ ഈ റോക്സ് പൊട്ടൻഷ്യൽ ഈ മാല കോർത്ത് നിൽക്കണ പോലെയുള്ള ഒരു സിസ്റ്റത്തിലൂടെ അല്ല. എന്ന് വെച്ചാൽ ഈ സാധനങ്ങളുടെ ഒക്കെ അങ്ങനെ കടത്തം അങ്ങനെ അല്ല. കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് നോക്കുക വെച്ചാൽ റിഡോക്സ് പൊട്ടൻഷ്യൽ അഗ്രിയബിൾ അല്ല. അപ്പൊ റിഡോക്സ് പൊട്ടൻഷ്യലിന്റെ അങ്ങനെ കുറച്ച് ഇങ്ങനെ ആക്കിയിരിക്കുന്നത് അവിടെ ഒരു ലോക്കലി ഒരു ഡിഫ്യൂസിബിൾ റിയാക്റ്റീവ് സ്പീഷീസിന്റെ എഫക്റ്റീവ് ചാർജ് സെപ്പറേഷൻ ചെയ്തിട്ട് ഉണ്ടാക്കാൻ ഒരു ഡെലിബറേറ്റ് പ്ലോ ആണ്. അത് അങ്ങനെ വരികയാണ്. അത് അങ്ങനെ വരുമ്പോൾ ആ റിയാക്റ്റീവ് സ്പീഷീസ് ഉണ്ടാവുന്നു. അത് ഉണ്ടാവുമ്പോൾ ATP ഉണ്ടാവും. അതെ തീർച്ചയായിട്ടും. അല്ലല്ല ഒരു മിനിറ്റ്, ഇവിടെ ഞാൻ പറയുന്നത് അല്ല ഒരു മിനിറ്റ്. നമ്മൾ ഇപ്പൊ വ്യാഖ്യാനിക്കുന്നത് ജീവജാലങ്ങളുടെ ഉള്ളിൽ, കോശങ്ങളുടെ ഉള്ളിൽ, പ്രോട്ടീൻസിന്റെ മെമ്പറൈൻസിന്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ ഈ പ്രിന്റഡ് സർക്യൂട്ട് പോലെ റിലേ ചെയ്യാനുള്ള മെക്കാനിസംസ് അല്ല, അങ്ങനെയാണ് എന്നാണ് പറയുന്നത്. നിങ്ങൾ പഠിപ്പിക്കുന്നതൊക്കെ അതാണ് പറയുന്നത്. അതെ, നിങ്ങള് അത് ഇതിന്റെ നമ്മള് ഞാനിപ്പോ കാണിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു സെക്കൻഡ് ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഫോട്ടോസിന്തസിലേക്ക് ഡീറ്റെയിൽ കടക്കാൻ താല്പര്യം വെച്ചാൽ വി ക്യാൻ ഡു ഇറ്റ്. ഇതില് നിങ്ങള് ഇപ്പോ ഫോട്ടോ സിസ്റ്റം 2 ഉള്ളിലാണ്, ഫോട്ടോ സിസ്റ്റം 1ഉം പിന്നെ സൈഡോക്രോം BA3 അത് പുറത്താണ്. അപ്പോ D6 ഓക്കെ, മറ്റേത് റെസ്പിറേറ്ററി സിസ്റ്റം. അപ്പോ അത് പുറത്താണ് അതിൻ്റെയൊക്കെ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഈ പ്ലാസ്റ്റോക്വിനോൺ ഒരു സ്ഥലത്ത് നിന്ന് ഇലക്ട്രോൺ എടുത്തിട്ട് ലിപ്പിഡിന്റെ മുകളിൽ കൂടെ ചാടി ഗ്രാനൈഡ് ഇപ്പുറത്തേക്ക് വരണം. ഇതൊക്കെ പണ്ടത്തെ കാലത്ത് ഇതിനെക്കുറിച്ച് സ്ട്രക്ചറുകളും ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒന്നും അറിയാത്ത സമയത്ത് ഉണ്ടാക്കിയ തിയറിയാണ്. പക്ഷെ PS2 അധികം ഉള്ളിലാണ്. PS2 പിന്നെ B6F ഞാൻ നോക്കിയതിന്റെ സമയത്തൊക്കെ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഒന്നും അഗ്രി ചെയ്യില്ല. മാത്രമല്ല പ്ലാസ്റ്റോസൈനിൻ ഇവരുടെ പറഞ്ഞ ഇതിൽ ആ പ്ലാസ്റ്റോസൈനിനാണല്ലോ കൊണ്ടുപോകണത്. ആ പ്ലാസ്റ്റോസൈനിൻ ഇല്ല, അതിനെ നോക്കൗട്ട് ചെയ്തു. എന്താ ഈ സ്കീം എങ്ങനെ നടക്കുക? കണക്ഷനേ ഇല്ല. ഇത് സൈക്ലിക് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനുണ്ട്. ആ ശാസ്ത്രജ്ഞൻ ഇതിനെ മാറ്റാൻ ശ്രമിച്ചു. എല്ലാവരും അയാളെ തള്ളിപ്പുറത്താക്കി. അയാൾ പറഞ്ഞു ഫോട്ടോ സിസ്റ്റം 2 തന്നെ NADPH ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞു. പുറത്താക്കി. ഭയങ്കര ടാങ്കാണ്. അത് റാൻഡമാണ്. അതെ തീർച്ചയായിട്ടും. അല്ല ഫോഴ്സോ നമ്മള് അതന്നെ. ഇപ്പൊ ഒരു സ്ഥലത്ത് കിടക്കുന്ന ഒരു മോളിക്യൂൾ ഉണ്ട്. ആ മോളിക്യൂള് അതിന്റെ വേറൊരു സ്ഥലത്താണ് അതിന്റെ സബ്സ്ട്രേറ്റ്. ഇവിടുന്ന് ഇലക്ട്രോൺ വേറൊരു സ്ഥലം. ഇത് ഓക്സിജൻ ഒന്ന് ഇലക്ട്രോൺ എടുത്ത് സൂപ്പർ ഓക്സൈഡായി. ഇത് പോയിട്ട് ഇവിടെ റിയാക്ട് ചെയ്തു. ആ ഓക്സിജൻ അവിടെ കൊടുത്തു. കോഎൻസൈം Q. ഇപ്പോ ഇതിൽ എങ്ങനെ കാണുന്നു വെച്ചാൽ ആ കോഎൻസൈം Q അവിടെ മെംബ്രെയിൻ സൈറ്റോക്രോം C പ്ലാസ്റ്റോസൈനിൻ ഒക്കെ സോളിബിൾ സ്റ്റേറ്റ്. ഇതിങ്ങനെ കത്തിക്കുമ്പോൾ ഫ്രീ ഇലക്ട്രോൺ പുറത്തേക്ക് വരുമ്പോൾ ഇതൊക്കെ ബഫറായിട്ട് ആക്ട് ചെയ്യണം. കോഎൻസൈം Qല് കത്തിക്കുക എന്ന് പറഞ്ഞാൽ ബേൺ എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോൺ 1 ഇലക്ട്രോൺ റിയാക്ഷൻസിനെയാണ് കത്തിക്കുക എന്ന് പറഞ്ഞത്. അതിപ്പോ ഇലക്ട്രോണിക് തിയറി തന്നെയാണ് ഇത്. അതിനിപ്പോ എഫക്റ്റീവ് ചാർജ് സെപ്പറേഷൻ. ഒരു മിനിറ്റ്, ഇവിടെ ഇന്റലിജൻസിനെയാണ് ഞാൻ ചാലഞ്ച് ചെയ്തത്. ഇന്റലിജൻസ് അയോണിക് തിയറിയാണ്, അത് ഇലക്ട്രോണിക് തിയറിയേക്ക് മാറ്റി. മുർബോൺ ഇലക്ട്രോണിക് തിയറിയാണ്, കംപ്ലീറ്റ് തിയറി. അതായത് നമ്മുടെ ഇപ്പോ ഒരു നെർവില് ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് പോണത്. കുട്ടികളെ ഇത് കേട്ടോ, ഒരു നെർവിന്റെ ഇവിടെ ഒരു സിഗ്നലിൽ നിന്ന് മറ്റൊരു സിഗ്നലിലേക്ക് പോകുന്നത് സോഡിയം പൊട്ടാഷ്യം പമ്പിങ്ങും ചാനലും ഒക്കെ ഇങ്ങനെ തുറക്കണ അടയ്ക്കണ കാരണം നമ്മുടെ നെർവിന്റെ പ്രവർത്തനം. അത്